ഹായ് ഓൾ. സോ വെൽക്കം ടു ഗ്രാസൽസ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ 20-ാം തീയതി നടന്ന ഒരു ഡിബേറ്റിൻ്റെ ഒരു അനാലിസിസിന് വേണ്ടിയിട്ടായിരിക്കുന്നത്. എൻ്റെ പേര് സൈമൺ. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ പേര് അബ്രഹാം ജോഷുവ. ആൻഡ് ഞാൻ ബ്ലസ്റ്റിൻ വി ബെൻസി. യെസ്. സോ ഈ ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനം ക്രിസ്തു മതമോ നിരീശ്വരവാദമോ എന്നുള്ളൊരു ടൈറ്റിലായിരുന്നു ഡിബേറ്റ് നടന്നിരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഡിബേറ്റ് ആയിരുന്നു. ഒരു വളരെ ലെങ്തി ആയിട്ടുള്ള ഡിബേറ്റ് കൂടിയാണ്. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത ഒരു ഫുൾ അനാലിസിസ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ചിന്തിച്ചപ്പോൾ നമ്മുടെ വീഡിയോയും ആ ഒരു ഫുൾ അനാലിസിസ് നടത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയും അതെ, സമയം കൂടി പോകുന്നുള്ളൊരു കാരണം കൊണ്ട് യാ ഒരു 10 പോയിന്റ്സ്, ഒരു 10 മൊമെന്റ്സ് എടുത്തിട്ടുണ്ട് അല്ലേ പ്ലസ്റ്റിൻ? അതെ ഒരു ഏറെക്കുറെ അറ്റ്ലീസ്റ്റ് ഒരു 10 പോയിന്റ്സ് എങ്കിലും നമുക്ക് അഡ്രസ് ചെയ്യേണ്ടിയിരിക്കുന്നു. യാ ഒരു നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ഒരു maximum. യെസ് ഒരു ആ ഡിബേറ്റിന്റെ ഒരു മൊത്തം ഓവർവ്യൂ കിട്ടണമെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്തുനിന്നുള്ള ആർഗ്യുമെന്റ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നോക്കണമെങ്കിൽ ഒരു 10 പോയിന്റ്സ് എങ്കിലും. സോ ഒരല്പം ലെങ്തി ആയി പോയാൽ നമുക്ക് അതെങ്കിലും ചെയ്തേ പറ്റൂ അല്ലേ? അതെ. സോ തീർച്ചയായും. പെട്ടെന്ന് കിടക്കാം. ആൻഡ് ഫസ്റ്റ് ഡിബേറ്റിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ. ഫസ്റ്റ് ടോസ് വിൻ ചെയ്തത് ആശിഷ് ബ്രോയാണ്. Yes. ദെൻ ആശിഷിന്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്, പിന്നെ അനൂപ് സിംഗിന്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്, പിന്നെ രണ്ടുപേരുടെ റിബട്ടൽസ് ഉണ്ടായിരുന്നു. രണ്ടു പ്രാവശ്യം വെച്ച്. പിന്നെ ഒരു ക്രോസ് ഫയർ സെഷൻ, ലാസ്റ്റ് ഓഡിയൻസിന്റെ ഒരു ക്യൂ ആൻഡ് സെഷൻ ആയിട്ട് അങ്ങനെയായിരുന്നു ഡിബേറ്റ് പോയിക്കൊണ്ടിരുന്നത്. ഓവറോൾ ഏകദേശം ഒരു 2 മണിക്കൂർ 10 മിനിറ്റോളം അത്രയുമായിരുന്നു പ്ലാൻ ചെയ്തെങ്കിലും അല്പം കൂടെ ഒരു സമയത്തിന്റെ ആളിൽ തീർച്ചയായും ഡിബേറ്റ് പോയിരുന്നു. അങ്ങനെ ഒരു രീതിയിലായിരുന്നു. ബ്ലസ്റ്റിൻ ആ ഒരു ഡിബേറ്റ് ലൈവിൽ കണ്ടിരുന്നല്ലോ. നമ്മൾ 3 പോയിരുന്നു. ബ്ലസ്റ്റിൻ, തീർച്ചയായും. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? നല്ലൊരു ഡിബേറ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഏത്തിസ്റ്റ് സൈഡിൽ നിന്നുള്ള കുറെ ആർഗ്യുമെന്റ്സ് ഒക്കെ നല്ല വീക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ക്രിസ്ത്യൻ സൈഡിലുള്ള ആർഗ്യുമെന്റ്സ് പക്കയായിട്ട് പ്രസന്റ് ചെയ്തിരുന്നു. ബട്ട് ഏത്തിസ്റ്റിക് സൈഡിൽ വളരെ വളരെ വീക്കായിട്ടുള്ള ഒരു അപ്രോച്ചാണ് എനിക്ക് തോന്നിയത്. ചില കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ലോജിക്കൽ ഫാലസീസ് മാത്രമേ ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു ഒപ്പീനിയനാണ് എൻ്റേത്. തീർച്ചയായും എനിക്കും ഏകദേശം അതുപോലെയൊക്കെയാണ് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ സൈഡിൽ നിന്ന് വ്യൂ പറഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഡിബേറ്റിന്റെ ഒരു ആ ടോപ്പിക് എന്താണോ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് നിന്നിരുന്നു. അതിൽ നിന്നിട്ടാണ് സംസാരിച്ചത്. പക്ഷെ ഏതീസ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിരുന്നു. അവിടെ പലപ്പോഴും ടോപ്പിക്കിലേക്ക് വന്നില്ല കാര്യങ്ങൾ. ടോപ്പിക്കിലേക്ക് വരാതെ അങ്ങും തലോടിയും തൊട്ടും പോണ രീതിയിലായിരുന്നു ആക്ച്വലി കാര്യങ്ങൾ മുമ്പിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. സോ അതൊരു നമ്മുടെ ടോപ്പിക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യത്തിൽ എന്താണ് ക്രിസ്ത്യൻ സൈഡ് കുറച്ചുകൂടെ മികച്ചതായിട്ട് നിന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആശിഷിന്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും കൈൻഡ് ഓഫ് ധാർമ്മികതയുടെ അടിസ്ഥാനം ക്രിസ്തു മതമോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആശിഷ് ഒരു തീസത്തിനൊരു കേസ് വെച്ചു. ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒബ്ജക്റ്റീവ് മൊറാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ അതിനുശേഷം ക്രിസ്ത്യൻ മോറൽ വാല്യൂസ് ഉള്ള സൊസൈറ്റിയാണ് ഗുഡ് എന്നുള്ളതിന് കേസ് വെക്കുന്നു. ഐ മീൻ ആ ഒരു ഡിബേറ്റിന്റെ ടൈറ്റിൽ തന്നെ അങ്ങനെ ആകുമ്പോൾ ഫസ്റ്റ് ആശിഷിന്റെ കേസും വെക്കണം, പിന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കേസ് അല്ല എന്നും പറയണം. സോ ആശിഷ് അത് ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായും ആ ഒരു കൃത്യം സ്ട്രക്ചറിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ കാര്യം ക്രിസ്തു മതമോ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ദൈവവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. സോ അങ്ങനെ തന്റെ ഇൻട്രൊഡക്ഷൻ ആശിച്ചോളം വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് തീസം അല്ലെങ്കിൽ ദൈവവിശ്വാസം എങ്ങനെയാണ് ഈ ധാർമ്മിക മൂല്യങ്ങൾക്ക് ഒരു അടിസ്ഥാനം നൽകുന്നതെന്നും പിന്നീട് അതിന്റെ ടോപ്പിക്കിലേക്ക് ക്രിസ്തുമതത്തിന്റെ ഇതിലേക്ക് വരുന്ന ക്രിസ്തുമതം എന്തൊക്കെയാണ് സംഭാവന ചെയ്തിരിക്കുന്നത്, അതോടൊപ്പം തന്നെ എന്തുതരം സൊസൈറ്റിയാണ്. സോ നമ്മളൊരു ഏതിയസ്റ്റിക് സൊസൈറ്റിയിൽ നോക്കുമ്പോഴത്തേക്കും അവിടെ വരുന്ന അപാകതകളും പ്രശ്നങ്ങളും അതിൽ നിന്ന് എങ്ങനെയാണ് ക്രിസ്ത്യൻ സൊസൈറ്റി മികച്ചതായിട്ട് നിൽക്കുന്നത്. സോ അദ്ദേഹം ക്രിസ്ത്യൻ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള വാദങ്ങളും വെച്ചു. അതേസമയം നിരീശ്വരവാദ സമൂഹത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അറൈസ് ചെയ്യും എന്നുള്ള രീതിയിൽ അതിനെതിരായിട്ടുള്ള വാദങ്ങൾ വയ്ക്കുന്നതിൽ താൻ മുന്നിട്ട് നിന്നിരുന്നു. പിന്നെ ഏത്തിസ്റ്റ് സൈഡിൽ നോക്കാനാണെന്നുണ്ടെങ്കിൽ അവര് ക്രിസ്ത്യാനിറ്റി അല്ല എന്നുള്ള ഒറ്റ ഒരു ഒബ്ജക്റ്റീവിൽ നിന്നാണ് അവർ ആർഗ്യൂ ചെയ്തത്. അതിലും അട്ടർ ഫെയിലർ ആയിരുന്നു എന്ന് മാത്രമല്ല, ഏത്തിസ്റ്റിക് സൈഡാണ് ധാർമ്മികതയ്ക്ക് അടിസ്ഥാനം എന്ന് ഒരു ആർഗ്യുമെന്റ് അവർ മുന്നോട്ട് വെച്ചിട്ടില്ല. ഇടയ്ക്ക് ജസ്റ്റ് ഒരൊറ്റ സെന്റൻസിൽ എന്താ പറയാ, ദൈവമല്ല അതുകൊണ്ട്
എത്തിസമാണ് എന്നുള്ള രീതിയിൽ ഒറ്റ സെന്റൻസിൽ മാത്രം ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. അതല്ലാതെ അവരുടെ ഭാഗമാണ് ശരി എന്ന് കാണിക്കാനായിട്ട് ഒരു ആർഗ്യുമെന്റ്സോ അങ്ങനെയുള്ള അനാലിസിസോ ഒന്നും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. ആശിഷാണ് ഡിബേറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ടോസ് വിൻ ചെയ്ത് ആശിഷ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ആശിഷിൻ ധാർമ്മികതയുടെ അടിസ്ഥാനം ക്രിസ്തു മതമോ നിരീശ്വരവാദമോ എന്നുള്ള ടൈറ്റിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഫോളോ ഒരു ഡിബേറ്റ് ഓപ്പൺ ചെയ്യേണ്ട രീതിയിൽ കൃത്യമായിട്ട് അദ്ദേഹം തീർച്ചയായും ഫോർമാറ്റ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് വരുന്നു, അതിലേക്ക് കൃത്യ ഒരു ലൈനിലേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹത്തിന്റെ കേസും പറയുന്നുണ്ട്, ഓപ്പോസിറ്റ് കേസ് അല്ല എന്നുള്ള രണ്ട് സൈഡിലുള്ള ആർഗ്യുമെന്റ്സും അദ്ദേഹം പറയുന്നു തീർച്ചയായും ആ രീതിയിലാണ്. സോ ഒരു ഡിബേറ്റിന്റെ ഫസ്റ്റത്തെ ഒരു മെത്തേഡ് അങ്ങനെ, ഡിബേറ്റിന്റെ മെത്തേഡ് അങ്ങനെയാണ് അല്ലേ? അദ്ദേഹത്തിന്റെ സൈഡിന് വേണ്ടിയുള്ള ഫോർ ആയുള്ള ആർഗ്യുമെന്റ്സും മറ്റേതിന് അഗേൻസ്റ്റ് ആയുള്ള ആർഗ്യുമെന്റ്സ് അദ്ദേഹം വെക്കുന്നുണ്ട്. വളരെ നല്ലൊരു ഇതാണ്. ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ആശിഷിന്റെ ഒരു ഫസ്റ്റത്തെ ഒരു പോർഷൻ നമുക്ക് കാണാം. അസേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് വസ്തുനിഷ്ഠ ധാർമ്മിക സത്യങ്ങൾ അല്ലെങ്കിൽ ധാർമ്മിക സത്യങ്ങൾ വസ്തുനിഷ്ഠമാണെന്ന് ദൈവം ഇല്ല എങ്കിൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ദൈവം ഇല്ല എങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് സ്റ്റാൻഡേർഡ് ഓഫ് ഗുഡ് ഇല്ല, സബ്ജക്റ്റീവ് സ്റ്റാൻഡേർഡ് ഓഫ് ഗുഡേ ഉള്ളൂ. ഒരു സൊസൈറ്റി ഒരുപോലെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് അംഗീകരിക്കുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തോട്ടൊരു സംഭവം ഇല്ല. ആശിഷ് ആദ്യം ഒബ്ജക്റ്റീവ് മൊറാലിറ്റിക്കുള്ള ഒരു കേസ് വെക്കുക. അതെ, തീർച്ചയായും. ഇവിടുത്തെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് മൊറാലിറ്റി അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും പല ആളുകൾക്കും എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. ഇത് പിന്നീട് അതിൻ്റെ ഇത് വരുമ്പോഴത്തേക്കും ഒബ്ജക്റ്റീവ് മൊറാലിറ്റി ഡിഫൈൻ ചെയ്യാനായിട്ടും പലരും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമൊക്കെയാണ് നമ്മൾ കാണപ്പെടുന്നത്. സോ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ നമ്മൾ മാത്തമാറ്റിക്സിൽ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ എന്താണ്, മാത്തമാറ്റിക്സിന്റെ പ്രിൻസിപ്പിൾ എല്ലാം ഒബ്ജക്റ്റീവാണെന്ന് നമ്മൾ സാധാരണ പറയാറ്. ഫോർ എക്സാമ്പിൾ 2+2 = 4 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നാളെ സൈംബ്രോ വന്നിട്ട് പറയാണ് 2+2 ഉത്തരം 4 വരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് 5 ആണ് ഇഷ്ടം, അതുകൊണ്ട് ഇന്ന് മുതൽ 2+2 = 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ, അത് മാറില്ല. ഇപ്പൊ ഓരോരുത്തർക്ക് സബ്ജക്റ്റീവായിട്ട് പല ഒപ്പീനിയൻസ് വരാണെങ്കിലും എന്താണ് 2+2 ഉത്തരം എപ്പോഴും 4 തന്നെയായിരിക്കും. സോ അത് ഒബ്ജക്റ്റീവിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പീനിയൻസിന്, ഹ്യൂമൻ ഒപ്പീനിയൻസിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് അത് ഒബ്ജക്റ്റീവിൽ അങ്ങനെ നിലനിൽക്കുന്നു. സോ അതാണ് ഒബ്ജക്റ്റീവിന്റെ ഒരു കാര്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആഷ്ബർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊറാലിറ്റി ഒബ്ജക്റ്റീവ് ആണ്, അഥവാ ധാർമ്മികത എന്താണ്, നമ്മളുടെ ഹ്യൂമൻ ഒപ്പീനിയൻസ്, നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് പുറത്തേക്ക് എന്താണ് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് നിലനിൽക്കുകയാണ്. അതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് അവിടെ. സംതിങ് ദാറ്റ് ഇസ് ദി കേസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഹ്യൂമൻ ഒപ്പീനിയൻ. യെസ്. ഇപ്പോൾ ഇനി മുമ്പിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സമയം തന്നെ ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സൊസൈറ്റി നമുക്ക് വളരെ ഓപ്പോസിറ്റ് ആയിട്ട്, നമ്മളിപ്പോൾ ഫോളോ ചെയ്ത് വരുന്ന മോറൽ കോഡ്സിനും വാല്യൂസിനും ഓപ്പോസിറ്റ് ആയിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും നമുക്കത് പറയാൻ പറ്റുമെന്ത്, അത് തെറ്റാണ്, ഒരു മോറൽ സ്റ്റാൻഡേർഡ് ഉള്ളതാണ്. കാരണം അവരത് തെറ്റാണെന്ന് പറഞ്ഞാലും ഇപ്പം നമ്മൾ ഒരു കാര്യം തെറ്റാണ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് കൊണ്ടല്ല അത് തെറ്റാവുന്നത്. നമ്മൾ പറയാനില്ലെങ്കിലും ഉണ്ടെങ്കിലും അത് തെറ്റാവുന്നുണ്ട്. മൈക്കിൾ റൂസിന്റെ ഒരു പേപ്പറുണ്ട്, എനിക്ക് ആ പേപ്പർ വായിക്കുമ്പോൾ തന്നെ ഇറ്റ്സ് വെരി തോട്ട്ഫുൾ. അദ്ദേഹത്തിന്റെ പേപ്പർ ഈസ് റേപ്പ് റോങ് ഇൻ ആൻഡ്രോമെഡ എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പേപ്പർ. സോ പറഞ്ഞു വന്നത്, ഇപ്പോൾ മാത്തമാറ്റിക്സിന്റെ കേസ് പറഞ്ഞു, ആ മാത്തമാറ്റിക്കൽ ലോസ് നമ്മളുടെ ഒപ്പീനിയൻ എന്താണെങ്കിൽ തന്നെയും നമ്മുടെ ഒപ്പീനിയനെ ബാധിക്കാതെ ആ മാത്തമാറ്റിക്കൽ ലോസ് എക്സിസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ മോറൽ വാല്യൂസ് ആൻഡ് മോറൽ ലോസും എക്സിസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ആശിഷ് ബ്രോ പറഞ്ഞ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഇന്നും ഫിലോസഫേഴ്സ് വളരെയധികം ഹൈ റിഗാർഡിൽ വെച്ചിരിക്കുന്ന മോറൽ ആർഗ്യുമെന്റ് ആണ്. സോ അതായത് ഇപ്പോൾ ദൈവം ഇല്ല എങ്കിൽ നമ്മളുടെ മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറലിസ്റ്റിക് ബൈ പ്രൊഡക്ട്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന കുറേ ന്യൂറോ കെമിക്കൽ റിയാക്ഷൻസിന്റെ മാത്രം പ്രോഡക്ട്സ് ആണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ബൈ പ്രൊഡക്ട്സ് ആയിട്ടുള്ള മോറൽസ് ശരിയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഫസ്റ്റ് സെക്കൻഡ്ലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അത് സബ്ജക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഒരു വ്യക്തി പറയുകയാണത് മർഡർ റോങ് ആണെന്നുണ്ടെങ്കിൽ വേറൊരാൾ പറയുന്നു മർഡർ ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏത് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. അതിന് നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് സ്റ്റാൻഡേർഡ് വെക്കുക തന്നെയാണ്. അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു തീസ്റ്റിക് വേൾഡ് വ്യൂവിൽ മാത്രമേ നമുക്ക് അത് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായും. എനിക്ക് ഓർമ്മ വരുന്ന സംഭവം സെന്റ് അഗസ്റ്റിൻ പറയുന്ന ഒരു കോട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ചെയ്യുന്നില്ലെങ്കിലും
ശരി ശരിയാണ്, ഇനി എല്ലാവരും ചെയ്താലും തെറ്റെപ്പോഴും തെറ്റ് തന്നെയാണ്. അതെ. സോ അതൊരു ഒബ്ജക്റ്റീവിറ്റി നിലനിൽക്കുന്നു. അങ്ങനത്തെ ഒരു കേസിലേക്കാണ് അദ്ദേഹം കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. GK ചെസ്റ്റർട്ടൺ അദ്ദേഹം പറഞ്ഞൊരു കോട്ട് കൂടെ എനിക്ക് ഓർമ്മ, ഇഫ് ദേ ആർ നോട്ട് ക്രിയേറ്റഡ് ഈക്വൽ ദേ ഇവോൾവ് അൺഈക്വൽ എന്നുള്ള സംഭവം. സോ അതൊരു വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ദൈവമില്ല എങ്കിൽ നമ്മുടെ ഈ മോറൽ ഇൻഡ്യൂഷൻസും ഈ സംഭവം എല്ലാം എവല്യൂഷണറി ആ ഒരു പ്രോസസ്സ്, ആ ഒരു നാച്ചുറൽ പ്രോസസ്സ്, വളരെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിന്റെ എൻ്റെ റിസൾട്ടായിട്ട് കിട്ടിയിരിക്കുന്ന ഈ സംഭവമാണ്. ആൻഡ് അത് പലരും പല രീതിയിലാണ് ഇവോൾവ് ചെയ്യുന്നത്. ഇവാല്യൂഷനിൽ നിങ്ങൾക്കൊരു ഇക്വാലിറ്റി കണ്ടുപിടിക്കാൻ അതെ, that's തീർച്ചയായും. that's impossible. So ബ്ലസ്റ്റിന് എന്തെങ്കിലും പറയണ്ടോ? എനി മോർ പോയിന്റ്സ് ഈ ഒരു കേസിൽ? ഇവിടെ ആ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായിട്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡിലെ ആർഗ്യുമെന്റ് തെറ്റാണ്. ഐ മീൻ ഓപ്പോസിറ്റ് സൈഡിലെ എയ്ത്തിസ്റ്റിക് വേൾഡ് വ്യൂവിൽ ഒരു മോറൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ആർഗ്യുമെന്റ് ജനറലി നമ്മൾ പറയുമ്പോൾ, ജനറലി ഈ ഒരു ആർഗ്യുമെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എയ്ത്തിസ്റ്റുകൾ ജനറലി വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്ത്തിസ്റ്റുകൾ ഇമ്മോറൽ ആണെന്നാണ് നമ്മൾ പറയുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ ആ ഒരു പോയിന്റിനെ ആശിഷ് ബ്രദർ കൃത്യമായിട്ട് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ എയ്ത്തിസ്റ്റുകൾ ഇമ്മോറൽ ആണെന്നല്ല നമ്മൾ പറയുന്നത്, മറിച്ച് എയ്ത്തിസ്റ്റിക് വേൾഡ് വ്യൂവിൽ ഒരു മൊറാലിറ്റി എന്നുള്ളത് ഒബ്ജക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശരി തെറ്റ് ഏത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് അത് കൃത്യമായിട്ട് പറയുന്നത്. തീർച്ചയായും അത് വളരെയധികം ആൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പോയിന്റാണ്. ആക്ച്വലി നമ്മൾ പറയുന്നത് എന്താണ്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ നന്നായിട്ട് ജീവിക്കാൻ പറ്റൂ, അങ്ങനെ രീതിയിലല്ല കാര്യങ്ങൾ നമ്മൾ ആക്ച്വലി സത്യത്തിൽ പറയണത്. മറിച്ച് എന്താണ്, നമുക്കൊരു ആ ഒരു ധാർമ്മികമായ രീതിയിൽ ജീവിക്കണമെങ്കിൽ എന്താണ്, അതിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം വേണം. അതാണ് നമ്മുടെ പോയിന്റ്. അല്ലാണ്ട് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണമെന്നോ അങ്ങനെയല്ല പറയുന്നത്. ദാറ്റ്സ് ദി കേസ്. ഇതിനകത്ത് ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞൊരു പോയിന്റ്, സ്റ്റീവൻ പിങ്കർ ആ ഒരു രീതിയിലുള്ള സൈക്കോളജിസ്റ്റ് എല്ലാം പറയുന്ന സംഭവമുണ്ട്. ഇപ്പോൾ ദൈവം ഇല്ല എങ്കിൽ എവല്യൂഷൻ വഴി കിട്ടിയിരിക്കുന്ന ഈ ഒരു മൊറാലിറ്റി, എവല്യൂഷൻ വേറൊരു രീതിയിലാണ് വന്നിരുന്നത് എങ്കിൽ, എവല്യൂഷന്റെ ആശിഷ് ബ്രോ അവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്, എവല്യൂഷൻ ട്രൂത്തിലേക്കല്ല സർവൈവലിലോട്ടാണ് എവല്യൂഷൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. സർവൈവലാണ് എവല്യൂഷന്റെ ഒരു സംഭവം. സോ എവല്യൂഷൻ വേറൊരു രീതിയിലാണ്. എവല്യൂഷൻ ഈ പ്രോസസ്സ് മൊത്തം റീവയർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന മൊറാലിറ്റി വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മൊറാലിറ്റി ആയിരിക്കാം. മനസ്സിലായല്ലോ? സോ മൊറാലിറ്റി ആണെങ്കിലും വേറെ ഏതൊരു ഹ്യൂമൻ ബിഹേവിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ടാവാം എന്നുള്ള രീതിയിൽ ആ ഒരു പോയിന്റ് കൂടെ സ്റ്റീവൻ പിങ്കർ ക്രിസ്ത്യനോ തീയിസ്റ്റ് ഒന്നല്ല, പുള്ളി ഹെയ്ത്തിയിസ്റ്റ് ആണ്. സ്റ്റീവൻ പിങ്കറിന്റെ ഒരു പോയിന്റ് ആണ്, അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണക്കാക്കുന്ന പല ഈവിളായിട്ടുള്ള കാര്യങ്ങളും, ഇപ്പൊ ഉദാഹരണത്തിന് റേപ്പ്, മർഡർ, അതുപോലുള്ള കാര്യങ്ങൾ എന്താണ്, ഇപ്പൊ നമ്മുടെ എവല്യൂഷനിലെ നേരെ തിരിച്ച് വേറെ രീതിയിൽ ഇവോൾവ് ചെയ്ത് വന്നിരുന്നെങ്കിൽ അതെല്ലാം ശരിയാകുമായിരുന്ന ഒരു രീതിയിൽ ഇവോൾവ് ചെയ്ത് വരാറുണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നോ അത് ശരിയാകുന്ന രീതിയിൽ? ഇല്ല. തീർച്ചയായും നമുക്ക് അറിയാം അതിലെന്തോ ഒരു അപാകതയുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ ഇതിന് ശേഷം ആശിഷ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആശിഷ് ക്രിസ്ത്യാനിറ്റിക്കുള്ള കേസ് മുമ്പിലോട്ട് വെക്കുന്നുണ്ട്. ക്രിസ്ത്യൻ മോറൽ വാല്യൂസിനുള്ള സൊസൈറ്റീസ് ആണ് ബെറ്റർ എന്ന് പറയുന്നുണ്ട്. പിന്നെ എയ്ത്തിയിസ്റ്റിക് വാല്യൂസ് ഉള്ള സൊസൈറ്റീസ് അല്ല ബെറ്റർ, എയ്ത്തിയിസ്റ്റിക് വാല്യൂസ് അല്ല ബെറ്റർ ഫോർ ദ സൊസൈറ്റീസ് എന്നും പറയുന്നുണ്ട്. നമുക്ക് അതിലോട്ട് കടക്കാനുള്ള സമയം ഇപ്പം നമുക്ക് തീരെയില്ല. നമുക്ക് ഒരു വളരെയധികം പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറെ സീരിയസ് ആയിട്ടും തമാശ ലെങ്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെ. സോ നമുക്ക് ഇതിനു ശേഷം നേരെ അനൂപ് ഐസക് അദ്ദേഹത്തിന്റെ ഒരു പോർഷനിലോട്ട് നമുക്ക് കിടക്കാം. സർവജ്ഞനാണ്, ഒരിക്കലും മാറാത്ത ഈശ്വരൻ ഒരു മാറുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമോ? അദ്ദേഹത്തിന് മാറുന്ന ധാർമ്മികത ഉണ്ടാവുമോ? അദ്ദേഹം നിങ്ങളെ പഠിപ്പിക്കുന്ന ധാർമ്മികത മാറുന്നതാണോ? അല്ല. അതായത് ഒരു ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട ധാർമ്മികത ഒരിക്കലും മാറുന്നതല്ല. പക്ഷെ നമ്മുടെ ധാർമ്മികത, ഇന്നത്തെ മനുഷ്യന്റെ ധാർമ്മികത മാറിക്കൊണ്ടിരിക്കുന്നതാണ്, മാറി മാറി വന്നതാണ്. അതൊരിക്കലും ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ആ അർത്ഥത്തിൽ ധാർമ്മികത എന്നത് നിരീശ്വരത്വത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്. ഇതാണ് എൻ്റെ ഒന്നാം വാദം. സോ അനൂപ് ഐസക് അദ്ദേഹത്തിന്റെ ഫസ്റ്റത്തെ ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്, ഇപ്പോഴുള്ള സൊസൈറ്റി ഫോളോ ചെയ്യുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ധാർമ്മികതയാണ്. സോ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ധാർമ്മികത ഒരിക്കലും മാറാത്ത ഗോഡിൽ ഗ്രൗണ്ട് ചെയ്യേണ്ട പറ്റത്തില്ല. സോ അതുകൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ധാർമ്മികത മാറിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ട്, ഗോഡിൽ ഗ്രൗണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതുകൊണ്ട് അത് നിരീശ്വരവാദമാണ് ധാർമ്മികതയുടെ ഗ്രൗണ്ടിങ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു ജമ്പ് എനിക്ക് മനസ്സിലായില്ല, ആ കൺക്ലൂഷൻ.
അതാണ് ഞാൻ തീർച്ചയായും ചിന്തിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ രണ്ട് ഹൈപ്പോത്തിസ് ഉണ്ടെന്ന് ഇരിക്കട്ടെ, എ ആൻഡ് ബി. അപ്പൊ നമ്മൾ പറയാണ് ഓക്കെ എ തെറ്റാണ്, എ ശരിയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എനെ തള്ളിക്കളയാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ അതിന്റെ അർത്ഥം ഓട്ടോമാറ്റിക്കലി ബി ട്രൂ ആവണമെന്നല്ല. നമ്മൾ ബീനെ ജസ്റ്റിഫൈ ചെയ്യണം, എന്തുകൊണ്ടത് ശരിയാകും അതെ എന്നുള്ള കാര്യം നമ്മൾ മുന്നോട്ട് വെക്കണം. അദ്ദേഹം അത് പറയാൻ നേരിട്ട് എന്താണ്, ഇതുകൊണ്ട് നിരീശ്വരവാദത്തിനാണ് ധാർമ്മികത വരുന്നത്. എന്ത് തരത്തിലുള്ളതാണല്ലേ, അതെ അല്ല ഇവിടെ സിൻഡ്രോം. അതെ ഒരുതരം നോൺ സെക്യുലർ ഫാലസിയാണ്. അപ്പോൾ പ്രിമസസിൽ നിന്ന് കൺക്ലൂഷൻ ഫോളോ ആവുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന മൊറാലിറ്റി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ട്രസ്റ്റബിൾ അല്ലല്ലോ, ഒരു രീതിയിലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല മൊറാലിറ്റി മനുഷ്യരുടെയാണ് മാറുന്നതെന്ന് പറയാൻ പറ്റും. ഓക്കെ, ദൈവം മാറുന്നില്ല, ഓക്കെ ഫൈൻ, ബട്ട് മൊറാലിറ്റി തീർച്ചയായും. മനുഷ്യർക്ക് മാത്രമേ മാറുന്നുള്ളൂ എന്നൊരു പൊസിഷൻ അദ്ദേഹം കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അന്നേരം അതൊന്നും കൺസിഡർ ചെയ്യാതെ ദൈവം മാറുന്നു, അതുകൊണ്ട് ദൈവം മാറുന്നില്ല, പക്ഷേ മൊറാലിറ്റി മാറുന്നുണ്ട്, അപ്പോൾ മൊറാലിറ്റി തിയസത്തിന്റെ അല്ല മറിച്ച് നിരീശ്വരവാദത്തിന്റെയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ഇതുവരെ മനസ്സിലാവുന്നില്ല. അങ്ങനെ അതെ അത് ഒരു ഗോഡിന്റെ എക്സിസ്റ്റൻസിന്റെ കേസിലും കാണുന്ന ഒരു സംഭവമാണ് അല്ലേ. അതെ 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 അത് ഈ രണ്ട് സൈഡിലേക്കും ആർഗ്യുമെന്റ്സ് വെക്കണം, പക്ഷെ ആർഗ്യുമെന്റ്സ് വെക്കാതെ തന്നെ അവര് അവരുടെ ഒരു സൈഡ് അവർക്ക് ആർഗ്യുമെന്റ്സ് മുമ്പിലോട്ട് വെക്കണം എന്നുള്ള കേസ് അവർ മറന്നേ പോകുന്ന ഒരു രീതിയിലുണ്ട്. അതെ ഈ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദ എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്നൊക്കെ ചിലർ പറയുന്ന പോലെ. യെസ്. സോ നെക്സ്റ്റ് നമ്മൾ അനൂപ് ഐസക് അദ്ദേഹത്തിന്റെ തന്നെ ഒരു കുറച്ച് മൊമെന്റ്സ് ഉണ്ട്, പിന്നെ ആശിഷിന്റെയും മൊമെന്റ്സ് ഉണ്ട്. അനൂപ് ഐസക് അദ്ദേഹത്തിന്റെ ഒരു പോർഷനിലേക്ക് കിടക്കാം. ഇതിൽ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ അനൂപ് ഐസക് അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ കേൾക്കുന്നു, ആ ഐഡിയക്ക് എന്താണ് റെസ്പോൺസ് എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനൂപ് ഐസക് പറയുന്നത് നിൽ, അതെ നിങ്ങൾ ഇടപെടണ്ട, അതിലോട്ട് കിടക്കാം, നമുക്ക് കിടക്കാം. ഇനി ധാർമ്മികത എന്നത് ക്രിസ്തുമതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണോ എന്നുള്ളതാണ്. ധാർമ്മികത എന്നത് ഇന്നത്തെ നമ്മുടെ ധാർമ്മികതയാണ് പറയുന്നത്. ഈ ധാർമ്മികത ക്രിസ്തു മതവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞത് ആരാണെന്ന് അറിയാവോ? ക്രിസ്തുവാണ്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം വായിച്ചു നോക്കുക. ഇതിൽ മുഴുവൻ പറയുന്നത് ലോകാവസാനത്തെ പറ്റിയുള്ള കാര്യമാണ്. 24-33 വരെ കഴിഞ്ഞിട്ട് 34 ഒരു കാര്യം പറയുന്നുണ്ട്. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതെല്ലാം സംഭവിക്കുന്നവരെ ഈ തലമുറ കടന്നു പോവുകയില്ല. എന്താണ്? ലോകാവസാനം സംഭവിക്കുന്നവരെ ക്രിസ്തുവിന്റെ തലമുറ കടന്നു പോവുകയില്ല. എന്താ അത്? അതിന്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവിന്റെ തലമുറയിൽ അവസാനിക്കുന്നതാണ് ലോകം, ക്രിസ്തുവിന്റെ ലോകം, ബൈബിളിലെ ലോകം. ആ ലോകം അവിടെ അവസാനിച്ചു. ലോകം അവസാനിച്ചു കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള ധാർമ്മികത ബൈബിളിൻ്റെ അകത്ത് നോക്കിയിട്ട് കാര്യമില്ല. ബൈബിള് ആ ക്രിസ്തുവിന്റെ തലമുറയിൽ അവസാനിച്ച ലോകത്തിന് വേണ്ടിയാണ് ക്രിസ്തുമതം മുഴുവൻ. അത് ക്രിസ്തു അല്ല. പിന്നെ ക്രിസ്തുവിനെ നിങ്ങൾ റിപ്പീറ്റ്, ക്രിസ്തുവിനെ നിങ്ങൾ തള്ളുവാണെങ്കിൽ ഞാൻ ഈ പരിപാടിക്കില്ല, ഞാനും തള്ളുന്നു, നമ്മൾ ഒന്നിച്ച. പക്ഷെ ക്രിസ്തുവിനെ നിങ്ങൾ പറയുകയാണെങ്കിൽ ക്രിസ്തു മതത്തിന്റെ ധാർമ്മികത അവസാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം ഫസ്റ്റത്തെ ഒരു വാക്യം വായിച്ചിട്ട് മത്തായി 24-34 അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രീതിയിൽ അത് ഇന്റർപ്രിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളതിന് റെസ്പോൺസ് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ പ്ലസ്റ്റിൻ ബ്രോ? ഇല്ല, തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ അദ്ദേഹം തന്നെ അതിന് റെസ്പോൺസ് തരുന്നുണ്ട് കൃത്യമായിട്ട്. അദ്ദേഹം തന്നെ സോ നമുക്ക് തുടർന്ന് മുമ്പിലേക്ക് കേൾക്കാം. ക്രിസ്തുമതത്തിലേക്ക് ആ ബൈബിൾ ഇത് ഒരു കാര്യം ഒരു സ്ഥലത്ത് പറയുന്നതല്ല, ഇത് പല സ്ഥലത്ത് ആവർത്തിച്ച് പറയുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം മുതൽ വായിച്ചു നോക്കുക. ആകാശവും ഭൂമിയും ഉള്ള കാലത്തോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറില്ല എന്നുള്ളതാണ്. അതായത് പുതിയ നിയമമോ പഴയ നിയമമോ നിങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ല. ആകാശം ഭൂമി ഉണ്ടെങ്കിൽ നിങ്ങൾ മുകളിലോട്ട് നോക്കുക, ആകാശമുണ്ട്, താഴെ ഭൂമിയുണ്ട്. ഇനി നിയമത്തിൽ നിന്ന്, അതായത് ബൈബിള് പുതിയ നിയമം പഴയ നിയമം നിങ്ങൾ മാറ്റിയെടുക്കണ്ട. ഏതെങ്കിലും കത്തോലിക്ക മിഷണറീസ് അത് ചെയ്ത് കാണും, ഹോസ്പിറ്റലിൽ വെച്ച് കാണും, അതൊക്കെ വേറെ വിഷയങ്ങളാണ്. അതെന്താണെന്ന് ഞാൻ ഇനി പറയാം. അപ്പോൾ ബൈബിൾ മാറ്റാൻ പറ്റില്ല, നിയമം മാറ്റാൻ പറ്റില്ല. ക്രിസ്തുമതത്തിന്റെ ധാർമ്മികത ഒരിക്കലും മാറാത്തതാണ്. ഇനി മത്തായിയുടെ സുവിശേഷം തന്നെ 24-35 നോക്കിക്കോ. ആകാശം ഭൂമിയും കടന്നു പോകും, ഇനി അത് പോയാൽ അതില്ലേ പോലും എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. ക്രിസ്തുവിന്റെ ധാർമ്മികത ഒരു കാലത്തും പോകത്തില്ല. നീ അതൊരിക്കലും മാറുന്ന സാധനമല്ല. ഇനി വെളിപാട് ബൈബിൾ അവസാനിപ്പിക്കുകയാണ്. ക്രിസ്തുവിന്റെ കാലത്ത് പ്രാവശ്യം ലോകം അവസാനിച്ചല്ലായിരുന്നു. ഒരു മിനിറ്റിൽ തന്നെ അടുത്തടുത്ത 2 വാക്യങ്ങൾ വെച്ചിട്ട് രണ്ട് കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. ഈ 34-ാമത്തെ വാക്യം വെച്ചിട്ട് പുള്ളി പറഞ്ഞു എന്താണ്, ക്രിസ്തുവിന്റെ ധാർമ്മികത അവിടെ തീർന്നു. തൊട്ടടുത്ത വാക്യം അതേ മിനിറ്റിൽ നിന്നുകൊണ്ട് പുള്ളി പറഞ്ഞു ക്രിസ്തുമതത്തിന്റെ ധാർമ്മികത ഒരു രീതിയിലും മാറത്തില്ല. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. വേണമെങ്കിൽ നിരീശ്വരവാദികൾക്ക് പറയാം എന്താണ്, അതൊരു ബൈബിളിലെ കോൺട്രഡിക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ
അത് ആക്ച്വലി അദ്ദേഹത്തിന്റെ ഇന്റർപ്രിട്ടേഷന്റെ പ്രശ്നമാണ്. യെസ് യെസ് യെസ്. അദ്ദേഹം ഫസ്റ്റ് ഓഫ് ഓൾ വാക്യത്തെ റോങ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നു. അതെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടൊരു പോയിന്റ് മുമ്പിലോട്ട് വെക്കുന്നു. എന്നിട്ട് ആ പോയിന്റ് സംസാരിച്ച് തീർന്നില്ല, അടുത്തൊരു കോട്ട് ചെയ്യുന്നു. അടുത്തൊരു വേഴ്സ് കോട്ട് ചെയ്തതിന് ശേഷം അതെ അത് നേരെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട്. അദ്ദേഹം തന്നെ റെഫ്യൂട്ട് ചെയ്യുന്നു. അതെ, ഇറ്റ്സ് ഒരു കൈൻഡ് ഓഫ് ഒരു സെൽഫ് കോൺട്രഡിക്ഷൻ. സെൽഫ് കോൺട്രഡിക്ഷൻ നമ്മളുടെ ഇടയിൽ നടക്കാറുണ്ട്. പക്ഷെ എങ്കിൽ തന്നെ ഒരല്പം ഒരു ടൈം ഗ്യാപ്പ് കൊടുക്കാറുണ്ട്. അതെ അതെ ചിലപ്പോൾ ഇന്നൊരു കാര്യം പറയും, ചിലപ്പോൾ നമ്മൾ നാളെ ആയിരിക്കാം ചിലപ്പോൾ അതിനെ മനസ്സിലാക്കാതെ പോകുന്നത്. പക്ഷെ ഇത്രയും വളരെ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഗ്യാപ്പിൽ തന്നെ എത്തി. ഈ ഒരു കേസ് തന്നെയാണ് നമ്മൾ കേരളത്തിലെ നിരീശ്വരവാദികളുടെ വീഡിയോസിലും കാണുന്നത്. ഇപ്പോൾ ഈ രവിചന്ദ്രൻ ആയിക്കോട്ടെ, ഇപ്പോൾ ഇവൻ ദോ മൈത്രേൻ ആയിക്കോട്ടെ, അതെ അവരൊരു കാര്യം പറയുന്നു, പിന്നെ അടുത്ത അതിന്റെ 2ാമത്തെ മിനിറ്റിലോ 3ാമത്തെ മിനിറ്റിലോ അവർ പറഞ്ഞതിന് അവര് തന്നെ അവർ റെഫ്യൂട്ട് തന്നെ ചെയ്യും. റെഫ്യൂട്ട് ചെയ്യുന്നു. യാ ബ്രസൻ ബ്രോ. അത് തന്നെ ഇപ്പോ എന്താ പറയാ, ഇപ്പൊ നമ്മൾ കണ്ട ആ ഒരു വീഡിയോ തന്നെ അതേ മിനിറ്റിലാണ്, 32ാമത്തെ മിനിറ്റ് കഴിയുന്നതിന് മുമ്പേ 2 പോയിന്റ് അതെ പറഞ്ഞു അതെ വെക്കുന്നത്. ഈ 2 പോയിന്റും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്റ്റിംഗ് ആണ്. അത് അതെ ഇത് അതെ അതെ അപ്പൊ അത് ഈ രണ്ട് വാക്യങ്ങളും തൊട്ടടുത്ത വാക്യങ്ങളാണെന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ഈ അതെ 2 അതെ. വാക്യങ്ങളും വായിച്ചപ്പോഴും അദ്ദേഹത്തിന് ഈ 2 ഇന്റർപ്രിട്ടേഷൻ കിട്ടിയത്, 2ലും കോൺട്രഡിക്ഷൻ അദ്ദേഹത്തിന് തോന്നിയില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റിൽ 2 ഭാഗത്തേക്കുള്ള കേസ് അദ്ദേഹം പ്രസന്റ് ചെയ്യാതെ അദ്ദേഹം ചെയ്യുന്നത് ബൈബിൾ ഇന്ന കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്, സോ ഇതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ബൈബിളിന്റെ ധാർമ്മികത ഇതാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അത് ചെറിയ പിക്കിംഗ് ആണ്, അത് അദ്ദേഹത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ്. പലവിധമായിട്ടുള്ള ലോജിക്കൽ തലത്തിലുള്ള മിസ്റ്റേക്സ് ഉണ്ട്. സോ അതെല്ലാം ഒന്ന് കൺസീഡ് ചെയ്ത് കൊടുത്താൽ തന്നെയും നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് ഒന്ന് കേട്ട് നോക്കാം. റേപ്പ്, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. റേപ്പിനെ പറ്റി എന്താണ് നമ്മുടെ ധാർമ്മികത? ഒരു റേപ്പ് ചെയ്യപ്പെട്ട, ഒരു നിഷ്കളങ്കയായ റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടീനെ ഒരാൾ കല്യാണം കഴിക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്നാ? എന്തായാലും നമ്മുടെ സമൂഹത്തിന്റെ ധാർമ്മികത അതല്ല. കാരണം തൻ്റേതല്ലായ തെറ്റിനാൽ ഒരു കുട്ടി റേപ്പ് ചെയ്യപ്പെടുകയാണ്. ആ കുട്ടീനെ ഈ ഈ ഈ റേപ്പ് ചെയ്തവൻ തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവൻ ക്രിമിനലാണ്. ഒരു ക്രിമിനലിനെ റേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അവൻ ആയുഷ്കാലം മുഴുവൻ അവനോട് ജീവിക്കേണ്ടി വരും. എന്താണ്? നിങ്ങൾ വചനം നോക്കൂ. നിയമാവർത്തന പുസ്തകം 22 അധ്യായം 28, 29 തിരുവചനങ്ങൾ. ഒരുവൻ വിവാഹവാഗ്ദാനം നൽകിയിട്ടില്ലാത്ത ഒരു കന്യകയെ കാണുകയും അവളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്താൽ ആ യുവതിയുടെ പിതാവിന് 50 ഷെക്കൽ കൊടുക്കുകയും അവളെ ഭാര്യയാക്കുകയും വേണം. എന്തോരം ഭീകരാന്ന് ആലോചിച്ച് നോക്കുക. സോ പ്ലസ് ബ്രോ, യാ അനൂപ് ഐസക് അദ്ദേഹം ഇവിടെ എന്തോ പറയുന്നത്, അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് എന്താ? അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്യൂട്രോണമി 22ാം അധ്യായത്തിൽ 28ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ബലാത്കാരം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പുരുഷൻ ആ സ്ത്രീയെ വിവാഹം കഴിക്കണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഫോഴ്സിബിളി എന്താ പറയാ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ സ്ത്രീ ആ പുരുഷനെ കല്യാണം കഴിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ബൈബിളിന്റെ മൊറാലിറ്റി എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ആർഗ്യുമെന്റ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കോളേഴ്സ് ഇതിനെ പറ്റി ഒരുപാട് പഠിക്കുമ്പോൾ, ഉദാഹരണത്തിന് പോൾ കോപ്പൻ പോലെയുള്ള തിയോളജിയൻസ്, അവരൊക്കെ ഇതിനെ കൃത്യമായിട്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അവിടെ യൂസ് ചെയ്യുന്ന ഹീബ്രു വേർഡ് എന്ന് പറയുന്നത് ഹസാക്ക് എന്ന് പറയുന്ന ഒരു വേർഡാണ്. അപ്പൊ ആ വേർഡ് ഒരു ഫോഴ്സിബിൾ ആക്ടിനെ അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഒരു സെഡക്ഷനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ആ വ്യക്തി ആ ഒരു പെൺകുട്ടിയെ ടെംപ്റ്റ് ചെയ്ത ശേഷം രണ്ടുപേരും മ്യൂച്വൽ കൺസെന്റിൽ ഏർപ്പെടുന്ന ഒരാക്ട്, ആ ആക്ടിനാണ് എന്ത് ചെയ്യേണ്ടി വരുന്നത്, ആ പുരുഷൻ ബ്രൈറ്റ് പ്രൈസ് കൊടുത്ത് ആ സ്ത്രീയെ വിവാഹം കഴിക്കേണ്ട അവസ്ഥ വരുന്നത്. സോ ഫോഴ്സിബിൾ ആയിട്ടുള്ള ആക്ടിന് എന്താണ് അതിന് കൃത്യം മുകളിലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്. 25ാം വാക്യത്തിൽ ഫോഴ്സിബിൾ ആയിട്ടുള്ള ആക്ടിന് എന്താണ് റിസൾട്ട് എന്നുള്ളത് പറയുന്നുണ്ട്. ജോഷുവ പറയും. തീർച്ചയായും നമ്മളൊരു ടെക്സ്റ്റ് വായിക്കുമ്പോഴത്തേക്കും അതിന്റെ ഒരു കണ്ടക്സ്റ്റിൽ വായിക്കണം. അതാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. നമ്മളെന്താണ് ഇപ്പൊ ഈ ഒരു ടെക്സ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഒരു ബിബ്ലിക്കൽ ഒരു കണ്ടക്സ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3400ഓളം വർഷങ്ങൾ അത്രയും പഴക്കമെങ്കിലും പറഞ്ഞത് സ്കോളർലി പല കാര്യങ്ങളായിട്ട് വരുന്നതാണ്. എന്ത് തന്നെയായാലും അത്രയും പഴക്കമുള്ള ഒരു ടെക്സ്റ്റ് ആണ്, ഒരു ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ കണ്ടക്സ്റ്റിൽ എഴുതിയ ഒരു ടെക്സ്റ്റ് ആണ്. സോ
നമ്മളത് വായിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒരു കണ്ടക്സ്റ്റിൽ വായിക്കണം. അതാണ് നമ്മളൊക്കെ ചെയ്യാൻ വേണ്ടി ഏറ്റവും ചാരിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ഒരു ടെക്സ്റ്റിനോട് നീതി പുലർത്തുക. ഐ മീൻ അതെ, ഏതൊരു ലിറ്ററേച്ചർ ആണെങ്കിൽ തന്നെയും അതിന് അതിൻ്റെതായ ജോൺറ ഉണ്ട്. തീർച്ചയായും. യെസ്. സോ ഇവിടെ പറഞ്ഞു വെക്കുന്നത്, അദ്ദേഹം പറയുന്നത് ഇത് റേപ്പിനെയാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. സോ ദി വിക്ടിം ഷുഡ് മാരി ദി റേപ്പിസ്റ്റ് എന്നുള്ളതാണ് അതെ, പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ബ്ലസ്റ്റിൻ പറഞ്ഞ പോലെ സ്കോളേഴ്സ് പറയുന്നു ഇതൊരു കൈൻഡ് ഓഫ് ഒരു മ്യൂച്വൽ കൺസെന്റോടെ നടക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആക്ട് ബിഫോർ മാരേജ്. അതെ, പക്ഷെ ആ ഒരു സംഭവം ഇനിയിപ്പോ ആ ഒരു സംഭവം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ന് പറയുന്നു. ഇനിയിപ്പോ ലെറ്റ്സ് സേ ഇതിപ്പോ റേപ്പ് ആണെങ്കിൽ തന്നെയും അവിടെ പറയുന്നത് അതിന്റെ തൊട്ട് മുകളിലുള്ള റേപ്പിനുള്ള സംഭവം തൊട്ട് മുകളിൽ പറയുന്നത്, അതിലോട്ട് വരാം. പക്ഷെ ഇവിടെ ഇപ്പോ റേപ്പ് എന്നുള്ള സംഭവമാണ് ഇവിടെ കൺസീഡ് ചെയ്താൽ പോലും പറയുന്ന പോയിന്റ് ഇത് ആ മാനിനോടാ പറയുന്നത്, അത് വുമൺ ആ വിക്ടിമിനോടല്ല പറയുന്നത്, ഇത് ആ മാനിനോടാ പറയുന്നത്. കാരണം ആ ഒരു സമയത്തെ ഒരു കൾച്ചറൽ അനുസരിച്ച് ഈ ഒരു രീതിയിൽ ആ ഒരു വുമൺ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു പിന്നെ ആ ഒരു വുമന്റെ ഫ്യൂച്ചർ ഇല്ലാതെ ആയിപ്പോയി. അതെ, അല്ലേ? അങ്ങനത്തെ ആ ഒരു ഫ്യൂച്ചർ ഇല്ലാതെ ആയി പോയത് കൊണ്ടും സോ നോ വൺ വിൽ കം ടു മാരി ദാറ്റ് പേഴ്സൺ അഗെയിൻ. സോ അതുകൊണ്ട് ആ വുമനെ അവോയ്ഡ് ചെയ്യരുത്, മാരി ചെയ്യണം എന്ന് മാനിനോടാ പറയുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഇത് റേപ്പാണ് എന്നുള്ളത് നമുക്ക് കൺസിഡർ ചെയ്ത് കൊടുത്താൽ പോലും അവിടെ സ്ത്രീയെ ഫോഴ്സ് ചെയ്യുന്നില്ല. അല്ല, സ്ത്രീയെ ഫോഴ്സ് ചെയ്യുന്നില്ല. സ്ത്രീക്ക് വേണമെങ്കിൽ അത് ഉപേക്ഷിക്കാം, അവോയ്ഡ് ചെയ്യാം, ഒരു സംഭവം അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും ഒരു ബ്രൈറ്റ് പ്രൈസ് കൊടുക്കണം എന്നുള്ളത് ആ മാനിനോടാണ് പറയുന്നത്. തീർച്ചയായും. ആൻഡ് ദാറ്റ്സ് അതൊരു നിർബന്ധമാണ് പറയുന്നത്. പക്ഷെ സ്ത്രീക്ക് വേണമെങ്കിൽ അതിനെ നിരാകരിക്കാന്നുള്ള പോയിന്റ് അവിടെ ഉണ്ട്. തീർച്ചയായും. അത് സ്ത്രീയോടല്ല പറയുന്നത്, മാനോടാണ് പറയുന്നത്. അതിന് തൊട്ട് മുകളിൽ തന്നെ റേപ്പ് നടന്നാൽ റേപ്പിനുള്ള കേസ് എന്താണെന്ന് പറയുന്നുണ്ട്. വാട്ട്സ് ഇറ്റ്? അതിന്റെ തൊട്ട് മുകളിലുള്ള വാക്യം, നമ്മുടെ 25-ാമത്തെ വാക്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റേപ്പിന്റെ ഒരു കാര്യം പറയുന്നത്, ഒരു പുരുഷനൊരു സ്ത്രീയെ കണ്ട് ബലാത്കാരേണ അവളുടെ ക്ഷയിച്ചാൽ എന്താണ്, ആ പുരുഷനെ കൊന്നുകളയണം, അല്ലെങ്കിൽ ആ പുരുഷൻ മരണശിക്ഷ അനുഭവിക്കണം എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ആ റേപ്പിന്റെ കാര്യത്തിൽ പറയുന്നത്. ആ സ്ത്രീയെ പറ്റി അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ എന്താണ്, സ്ത്രീ തെറ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് അവളോടൊന്നും ചെയ്യരുത്, അവളെ വെറുതെ വിടണം. അതാണ് അവിടെ വരുന്ന കാര്യം എന്ന് പറയുന്നത്. സോ നമ്മള് പറയുന്നത് ആ ടെക്സ്റ്റ് അതിന്റെ ഒരു കണ്ടക്സ്റ്റിൽ വായിച്ചു പോവുക. സോ നമുക്ക് അതിന്റെ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം എന്താണെന്ന് മനസ്സിലായാൽ മാത്രമാണ് നമുക്ക്, ലൈക്ക് പണ്ടൊരാൾ പറഞ്ഞൊരു എക്സാമ്പിൾ പോലെ ഓർമ്മ വരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പൊ നമ്മുടെ പത്രങ്ങളിലൊക്കെ രാഷ്ട്രീയ കാര്യങ്ങളെ പറ്റിയൊക്കെ വാർത്ത വരും. അപ്പൊ നമ്മള് ഒരു ഇലക്ഷന്റെ സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത വരാണെന്നിരിക്കട്ടെ, കേരളത്തിൽ താമര വിരിഞ്ഞില്ല എന്നൊരു വാർത്ത വരാണെങ്കിൽ നമുക്കറിയാം താമര എന്നുള്ളത് BJP ഉദ്ദേശിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടാണ്. സോ നമുക്കതിന്റെ കണ്ടക്സ്റ്റ് അറിയാം. സോ ആ കണ്ടക്സ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേരളത്തിൽ താമര വിരിഞ്ഞില്ലാവും, BJP തോറ്റു എന്നൊരു ഇംപ്ലിക്കേഷൻ അത് വരുന്ന നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒരു 12,000 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കൂട്ടം പുരാവസ്തു ഗവേഷകർ വന്നിട്ട് ഇത് കണ്ടെടുക്കുകയാണെന്ന് എനിക്കാണെങ്കിൽ അവർക്ക് അതിന്റെ കണ്ടക്സ്റ്റ് അറിയാൻ പാടില്ല. സോ അവർ വായിച്ചു നോക്കുമ്പോഴത്തേക്കും കേരളത്തിൽ താമര വിരിഞ്ഞില്ല. സോ അവരെന്തായിരിക്കും ചിന്തിക്കുക, ഒരാകെ ചിലപ്പോൾ കുളത്തിൽ വിരിയുന്ന താമരയെ പറ്റി ചിന്തിക്കായിരിക്കും. സോ അങ്ങനത്തെ രീതിയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. സോ നമുക്കതിന്റെ കണ്ടക്സ്റ്റ് അറിയാം. ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പഴയ ടെക്സ്റ്റിനെ അതിന്റെ രീതിയിൽ കാണുമ്പോൾ അത് എഴുതിയ ഓഡിയൻസിന് അതിന്റെ കണ്ടക്സ്റ്റ് അറിയാമായിരുന്നു, എന്ത് സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ എന്ത് രീതിയിലാണെന്നുള്ള അതിന്റെ കണ്ടക്സ്റ്റ് അറിയാമായിരുന്നു. സോ നമ്മള് നമ്മുടെ മോഡേൺ ഐസി കൂടെ കാണുന്നതിനേക്കാൾ ഉപരി അവരുടെ കണ്ടക്സ്റ്റിൽ അവരെങ്ങനെയായിരിക്കും വീക്ഷിച്ചിരിക്കുക, ആ ഒരു കാര്യം നമ്മളവിടെ പരിഗണിക്കേണ്ടതുണ്ട്. മാത്രമല്ല നമ്മൾ ഈ ടെക്സ്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഇത് മാത്രം ചെറിയിപ്പിക്കായിട്ട് എടുക്കാതെ ആ ടെക്സ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഇതിലേക്കും വരേണ്ടതിന്റെ ഒരു ആവശ്യം തീർച്ചയായിട്ടും അവിടെ വരുന്നുണ്ട്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നീതിപൂർവമായ ഒരു കാര്യമാണത്. തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ. പിന്നെ മാത്രമല്ല ആർഗ്യൂ ചെയ്യാം, പക്ഷെ ആർഗ്യൂ ചെയ്യുമ്പോൾ ആ ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുള്ള ഒരു ബാക്കപ്പ് വെക്കണം. ആൻഡ് അനൂപൈസക് അദ്ദേഹം ഹീസ് നോട്ട് എൻ എക്സ്പെർട്ട്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അദ്ദേഹം ഒരു എക്സ്പെർട്ട് ആണെന്ന് തോന്നുന്നില്ല. പക്ഷെ എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ഓൾഡ് ടെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയാൻ പറ്റില്ല എന്നല്ല പറയുന്നത്, അദ്ദേഹത്തിന് പറയാം. തീർച്ചയായും. പക്ഷെ അദ്ദേഹത്തിന്റെ വ്യൂസ് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യൂസ് ഹോൾഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി തലത്തിൽ അല്ലെങ്കിൽ അക്കാഡമിഷ്യൻസിന് അദ്ദേഹം കോട്ട് ചെയ്യണം. പക്ഷെ ആ ഒരു രീതിയിലുള്ള ഒരു അറ്റംപ്റ്റ് ഒന്നും ഇവിടെ കാണുന്നില്ല. അദ്ദേഹത്തിന്റെ രീതിയിൽ അത് വായിക്കുന്നു, അദ്ദേഹത്തിന്റെ രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്യുന്നു, അതിന് മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. പക്ഷെ എങ്കിൽ തന്നെയും
നമ്മൾ അതിനൊരു ഒരു റെസ്പോൺസ് ചെയ്തതാണ്. സോ അത് വളരെ ക്ലിയർ ആണ്. അത് റേപ്പിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. ഇനിയിപ്പോൾ റേപ്പ് ആണെങ്കിൽ തന്നെയും പറയുന്നത് മാനോടാണ് പറയുന്നത്. ആ സ്ത്രീക്ക് ആ ഒരു മാരേജ് നിരാകരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെങ്കിൽ തന്നെ ബ്രൈഡ് പ്രൈസ് കൊടുക്കണം എന്നുള്ളത് അത് അവിടെ ഒരു ലോ ആണ്. സോ ആ ഒരു കേസ് നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകാം അല്ലേ? അടുത്ത അനൂപേശക്ക് അദ്ദേഹത്തിന്റെ അടുത്തൊരു പോയിന്റ്. പിന്നെ കുഴപ്പമില്ലാത്ത കുറച്ച് ധാർമ്മികത, കൊട്ടിഘോഷിക്കപ്പെടുന്ന കുറച്ച് ധാർമ്മികതകളുണ്ട്. അതായത് വളരെ തള്ളു ധാർമ്മികത എന്ന് ഞാൻ പറയുന്ന ധാർമ്മികത. അതിലൊരു ധാർമ്മികത ലൂക്ക 6:31. ഇത് തള്ളുതെന്ന് പറയുന്നത് ആൾക്കാർ തള്ളി മറിക്കുന്നുണ്ടോ കേട്ടോ. മറ്റുള്ളവർ നിങ്ങളോട് എപ്രകാരം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്രകാരം നിങ്ങൾ അവരോട് ചെയ്യുക. ഒരു വലിയ പ്രിൻസിപ്പളാണ്. ഞാനിത് പഠിച്ചത് ബൈബിൾ ക്വിസിന് 6ാം ക്ലാസ് തൊട്ട്. ഞാൻ ബൈബിൾ ക്വിസിന് 5 തൊട്ട് പോകുന്നുണ്ട്. 6ാം ക്ലാസ്സിലാണ് ഈ പറഞ്ഞ ലൂക്കായുടെ സുവിശേഷം എനിക്ക് പഠിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ പഠിച്ചു. അപ്പോൾ 6ാം ക്ലാസ്സിൽ എൻ്റെ ആവശ്യം എന്നായിരുന്നു ചോദിച്ചാൽ, എൻ്റെ അപ്പനോട് ഞാൻ സ്ഥിരം പറയും ഒരു സൈക്കിൾ മേടിച്ചു തരണം. അപ്പോൾ അപ്പൻ എന്ത് ചെയ്താൽ സൈക്കിൾ മേടിച്ച് തരികയില്ല. അപ്പോൾ എൻ്റെ ആകെയുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ എങ്ങനെയും കിട്ടണം. അപ്പോൾ എനിക്ക് അന്ന് സത്യമായിട്ട് ഞാനൊരു നല്ലതെന്നാണ് ഞാൻ പറയുന്നില്ല, വിശ്വാസിയായിരുന്നു, ആത്മാർത്ഥമായിട്ട് വിശ്വാസിയായിരുന്നു, കള്ളനല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വചനത്തിൽ നിന്ന് മറുപടി കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ പഠിച്ച വചനം ഞാൻ ചോദിച്ചു. മറ്റുള്ളവർ അപ്പൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു, നീ അത് അപ്പനോട് ചെയ്യുക. അപ്പൻ ഒരു സൈക്കിൾ മേടിച്ചു കൊടുക്കാനാണ് വചനം പറയുന്നത്. മേടിച്ചു കൊടുക്കണ വല്ല കാര്യമുണ്ടോ? ഇതാ പറഞ്ഞേ, യാതൊരു പ്രാധാന്യമില്ലാത്ത ഇത്. ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ ചിലപ്പോൾ പല കാര്യങ്ങളും ശരിയായിരിക്കും. ഇത് ജനറലൈസ് ചെയ്യുമ്പോൾ പറ്റുന്ന പ്രശ്നമാണ്. ഒരു വീണ്ടും വിജയമല്ലാതെ തള്ളുകയാണ് ഇത്. മറ്റുള്ളവർ ഇത് അപ്പന് സൈക്കിളാണ് മേടിച്ചു കൊടുക്കണ്ടേ. മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു അതാണ് ചെയ്യേണ്ടത്. അപ്പൻ എന്താ ആഗ്രഹിക്കുന്നത്? ഞാൻ പൈലേക്ക് പഠിക്കണം, മാർക്ക് മേടിക്കണം, അപ്പം പറയുന്നത് കേൾക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് ചിലപ്പോൾ കിട്ടിയേക്കും. അല്ലാതെ അപ്പന് സൈക്കിൾ വേണ്ടി എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ബ്ലസ്റ്റൻ അച്ഛന് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സങ്കടകരമായൊരു അതിന് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും മറുപടി പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അന്ന് അദ്ദേഹത്തിന് 6ാം ക്ലാസ് ബുദ്ധിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് കണ്ടാൽ മതി. പ്രത്യേകിച്ച് നമ്മളായിട്ട് തന്നെ അതിനെ മറുപടി പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വാദങ്ങൾക്കുള്ള മറുപടി അദ്ദേഹം തന്നെ ഓരോ തവണ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു 6 വയസ്സുകാരന്റെ ബുദ്ധി നമ്മൾ അങ്ങനെ അക്യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഇന്റർപ്രിട്ടേഷൻസ് എല്ലാം പോകുന്നത്. അതെ, അദ്ദേഹം അങ്ങനെ ഒരു രീതിയിലാണത് കാണുന്നത്. അദ്ദേഹം ഒരു തമാശയുടെ രീതിയിലാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചതെങ്കിലും അത് അദ്ദേഹം ഉദ്ദേശിച്ച പോയിന്റിലേക്ക് അത് വരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് കുറെ തള്ളുധാർമ്മികത എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. പക്ഷെ നമുക്കറിയാം, നമുക്ക് ആ ടെക്സ്റ്റ് വായിക്കുമ്പോൾ, ഒരു സാധാരണ ആൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് നമ്മളെന്താണ്, നമുക്ക് ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കും മറ്റുള്ളവർ നമ്മൾ ബഹുമാനിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾ സ്നേഹിക്കണം, നമ്മൾ ആഗ്രഹിക്കും. സോ എന്താണ് കർത്താവോട് പറയുന്നതാണ്, മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തെന്ന് ആഗ്രഹിക്കുന്നോ നിങ്ങൾ അവർക്കും ചെയ്തു കൊടുക്കുക. സോ നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു സെൻസിലാണ് കർത്താവോട് പറയുന്നത്. അദ്ദേഹം പക്ഷെ അത് സൈക്കിൾ മേടിച്ചു തരുന്ന കാര്യത്തിന്, അപ്പൻ സൈക്കിൾ മേടിച്ചു തരുന്നതിന് അപ്പൻ സൈക്കിൾ മേടിച്ചു കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ അദ്ദേഹം കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോവുകയാണ്. അദ്ദേഹം പ്രായമായി കഴിഞ്ഞൊരു സൈക്കിൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടാവാം അല്ലേ? അതെ, അങ്ങനെ പ്രതീക്ഷിക്കുക. അതുപോലെ നമ്മുടെ പണ്ട് ഒരു തമാശ കഥ പറയുന്ന രീതിയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അയൽപ്പക്കക്കാരുണ്ടായിരുന്നു. അപ്പൊ അതിൽ അയൽപ്പക്കക്കാരൻ എന്താണ് ദേവതേനെ പ്രത്യക്ഷപ്പെട്ട് പ്രാർത്ഥിച്ചു, എനിക്ക് ധാരാളം സ്വത്തും സമ്പത്തൊക്കെ ഉണ്ടാകണം, അങ്ങനത്തെ രീതിയിലെല്ലാം പ്രാർത്ഥിച്ചു. അപ്പൊ ഇതാണ്ട് അസൂയ മൂത്ത മറ്റേ അയൽക്കാരൻ ദേവതേനെ പ്രത്യക്ഷപ്പെട്ട് പ്രാർത്ഥിച്ചു, എന്താണ് അവനുള്ളതിന്റെ ഇരട്ടിയൊക്കെ എനിക്ക് കാണുന്ന രീതിയിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭം എത്തി. അപ്പൊ അപ്പുറത്താള് പ്രാർത്ഥിച്ചു, എനിക്ക് 1 പവൻ സ്വർണം വേണമെന്ന് പ്രാർത്ഥിച്ചു. ഇപ്പുറത്താൾ പ്രാർത്ഥിച്ചു, എന്നാ എനിക്ക് 2 പവൻ സ്വർണം കിട്ടട്ടെ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് 2 പവൻ സ്വർണം കിട്ടി. അപ്പൊ അപ്പുറത്താൾ എന്ത് പറയുന്നത് അതിന്റെ ഇരട്ടി ഇപ്പുറത്താൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതുകൊണ്ട് സഹികെട്ട അയൽക്കാരൻ പ്രാർത്ഥിച്ചു, അങ്ങനെയാണ് എന്റെ ഒരു കണ്ണടിച്ചു പോട്ടെ. അപ്പൊ എന്താണ് മറ്റവന് 2 കണ്ണടിച്ചു പോയി. അപ്പൊ അങ്ങനത്തെ രീതിയിലേക്ക് ഇതൊക്കെ നമുക്ക് തമാശയായിട്ട് പറയാന്നുള്ളൂ. പക്ഷെ എന്താണ് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും അതിന്റെ ധാർമ്മിക തലത്തിലേക്ക് വരുമ്പോ എന്താണ് നാം മറ്റുള്ളവരെ സ്നേഹിക്കണം. ആ ഒരു പ്രിൻസിപ്പിളാണ് ജീസസ് ക്രൈസ്റ്റ് അൾട്ടിമേറ്റ് ആയിട്ട് മുന്നിലോട്ട് വെക്കുന്നത്. അതിലേക്കാണ് നമ്മൾ കാര്യം. ആ ഒരു പാസേജിൽ അപ്പൊ അത് നമുക്ക് തള്ളുന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ ഒരു കാര്യമാണ്. അത് അക്സെപ്റ്റബിൾ ആയ പ്രിൻസിപ്പിൾ. അത് ചുമ്മാ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതേ പാസേജിൽ തന്നെയാണെന്ന് തോന്നുന്നു ജീസസ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെയും സ്നേഹിക്കണം എന്നുള്ളത് പറയുന്നത്. അതെ അതെ, നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ അതൊന്നും കണ്ടില്ല. ബട്ട് ഇങ്ങനെ ഒരു ഏത് രീതിയിൽ വളച്ചൊടിച്ച് ആർഗ്യുമെന്റ് പറയാമോ, അങ്ങനെ ഒരു വാക്യം കണ്ടപ്പോൾ അതിനെ എടുത്ത് വളച്ചൊടിച്ച് ആർഗ്യൂ ചെയ്തു എന്നുള്ളതാണ്. ചെറിയ പിക്കിംഗ് എന്നുള്ളത് മാത്രമാണ്, അതല്ലാതെ ഒരു ഗുഡ് ലെവൽ ഒരു ആർഗ്യുമെന്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ആർഗ്യുമെന്റ് നോക്കുമ്പോൾ അത് ആ ഒരു ആർഗ്യുമെന്റ് എന്തെങ്കിലും ലോജിക്കൽ ഫാലസീസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത്. ലോജിക്കൽ ഫാലസീസ് ഉണ്ടെങ്കിൽ
ദെൻ ആർഗ്യുമെന്റ് അഡ്രസ് ചെയ്യേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. ആ ലോജിക്കൽ ഫാലസി ചൂണ്ടിക്കാണിച്ചാൽ മാത്രം മതി. ആ ഒരു രീതിയിലാണ് ഡിബേറ്റ് പോകുന്നത്. ഡിബേറ്റിന്റെ രീതി അത് മാത്രമല്ല. മാത്രമല്ല ഒരു 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 ഇപ്പോൾ ഒരു വൺ ഓൺ കോൺവെർസേഷനിലാണെങ്കിൽ ആണ്. പക്ഷെ എങ്കിൽ തന്നെ ഇപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നത് ഒരു ചെറിയ പിക്കിംഗ് മാത്രമാണ്. പല ഭാഗങ്ങളിൽ നിന്നും എടുത്തിട്ട് അതിനെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഇന്റർപ്രിറ്റ് ചെയ്യുക, അദ്ദേഹത്തിന്റെ രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റംപ്റ്റ്. ഇറ്റ്സ് ജസ്റ്റ് വളരെ ഫീബിൾ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ്. അത് ആ ഒരു ഫീബിൾ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് നമ്മളിവിടെ കണ്ടത്. നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോവാം അല്ലേ? അതെ. ന്യായാധിപന്മാരുടെ പുസ്തകം 11 അധ്യായം നിങ്ങൾ വായിക്കണം. ജെഫ്ത എന്ന് പറഞ്ഞൊരു മനുഷ്യൻ യുദ്ധം ജയിക്കാൻ വേണ്ടി ദൈവത്തിന് നേരുകയാണ്. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന ആദ്യത്തെ ആളെ അങ്ങേക്ക് ബലി തരാം. വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന സ്വന്തം മകളെയാണ്. മകളെ പിടിച്ച് കൊല്ലുവാണ്. മകളോട് ആദ്യം പറഞ്ഞു നിന്നെ കൊല്ലാൻ പോവാം. മകൻ ഓക്കെ. മകൾ പറഞ്ഞു ഓക്കെ, സ്വർഗ്ഗം കിട്ടാൻ പോവല്ലേ. അപ്പോൾ ഓക്കെ പറഞ്ഞു. പക്ഷേ 40 ദിവസം അവൾക്ക് കന്യാകത്തെ പറ്റി വിലപിപ്പിക്കാൻ ഒരു സമയം കൊടുത്തു. അതിനുശേഷം കൊന്നു കളഞ്ഞു. ഒന്ന് ആലോചിച്ചു. അത് മൊത്തം ന്യായാധിപന്മാരുടെ പുസ്തകം 11 അധ്യായം 29 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കൃത്യം കിട്ടും. ഓക്കെ, പ്ലസ്റ്റൻ ബ്രോ, ഇവിടെ നമ്മുടെ അനുപേക്ഷക് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് ഇവിടെ എന്താണ്? അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജെഫ്ത എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ ജെഫ്തയുടെ മകളെ സാക്രിഫൈസ് ചെയ്തു, അത് തെറ്റാണ്, ഇമ്മോറലാണ് എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ നമ്മുടെ ആശിഷ് ബ്രദർ അത് കൃത്യമായിട്ട് അതിനെ റെഫ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ശരിക്കും ജെഫ്ത എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹത്തിന്റെ മകളെ സാക്രിഫൈസ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഐഡിയ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് കിട്ടുന്നില്ല. അത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് 2 വ്യൂ ഉണ്ട്. ഒന്ന് സാക്രിഫൈസ് ചെയ്യുന്നുമുണ്ട്, അതേസമയം സാക്രിഫൈസ് ചെയ്യുന്നില്ല എന്നുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ ജെഫ്ത അദ്ദേഹത്തിന്റെ മകളെ സാക്രിഫൈസ് ചെയ്യുന്നില്ല എന്ന് ആശിഷ് ബ്രദർ കൃത്യമായിട്ട് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ഇനി സപ്പോസ് അവിടെ സാക്രിഫൈസ് ആണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും അത് ജെഫ്തയുടെ ആക്ഷനാണ്, അത് ജെഫ്തയാണ് ചെയ്യുന്നത്. ഓൾഡ് ടെസ്റ്റമെന്റിൽ കൃത്യമായിട്ട് ഹ്യൂമൻ സാക്രിഫൈസ് പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ അവിടെ അത് ജെഫ്ത ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജെഫ്ത തെറ്റാണ് ചെയ്തത് എന്ന് വരും. ഓൾഡ് ടെസ്റ്റമെന്റിലെ പല കാര്യങ്ങളും അങ്ങനെ എന്താ പറയുക പറഞ്ഞു പോകുന്നുണ്ട്, ഇങ്ങനെ ഡിസ്ക്രിപ്റ്റീവായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതിനർത്ഥം അത് പ്രിസ്ക്രിപ്റ്റീവ് ആണെന്നല്ല, അതായത് അതാണ് നമ്മളും ചെയ്യേണ്ടത് എന്നതിനർത്ഥമില്ല. അത് കൃത്യമായിട്ട് ആശിഷ് ബ്രോ ഒരു ഡിബേറ്റിന്റെ ഒരു മൊമെന്റിൽ പറയുന്നുണ്ട്. അതായത് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നില്ല, ഇങ്ങനെ ആ സംഭവം നടന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതാണ് അവിടെ നടക്കുന്നത്. തീർച്ചയായും നമ്മൾ ആ ഒരു കണ്ടക്സ്റ്റ് നോക്കുമ്പോഴത്തേക്കും പഴയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ പ്രവാചകന്മാർ അവരുടെ വൈകാരികമായ തലത്തിൽ നിന്നിട്ട് പല ആക്ഷൻസും കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ദൈവത്തിന്റെ പ്രശ്നമാണെന്ന് പറയുന്നത് അവിടെ പ്രോബ്ലമാറ്റിക് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ പ്രവാചകന്മാരും അത്ര പെർഫെക്റ്റ് ആണെന്ന് അല്ലെങ്കിൽ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് അങ്ങനത്തെ രീതിയിലൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കും, പേഴ്സണൽ ആയിട്ടുള്ള ബയസും ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ബൈബിൾ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പൊ പല കാര്യത്തിലാണെങ്കിലും ഇപ്പൊ ഉദാഹരണത്തിന് ഡേവിഡ് കിങ്ങിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ തന്നെയും തന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോഴേക്കും ദൈവം നേരിട്ട് ചൂണ്ടിക്കാണിച്ചു, അത് ചെയ്ത് തെറ്റാണെന്ന രീതിയിൽ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ ദൈവം അവിടെ ആരുടെ മുഖപക്ഷം ഒന്നും പിടിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. സോ ബൈബിള് തുറന്ന് കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ദൈവത്തിനെ പഴി ചേരുന്ന ന്യായമായിട്ട് സംഭവമല്ല. ബ്ലസ്സിംഗ് ബ്രോ പറഞ്ഞ പോലെ അതൊരു ഡിസ്ക്രിപ്ഷൻ ആണ്. അങ്ങനെ സംഭവിച്ചു എന്ന് എഴുതിയിരിക്കുന്നു, അതിന്റെ അർത്ഥം നമ്മളത് പ്രിസ്ക്രൈബ് ചെയ്തിരുന്നു, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനത്തെ രീതിയിലല്ല. ബൈബിള് ഹ്യൂമൻ സാക്രിഫൈസ് അങ്ങനെ കാര്യങ്ങൾക്ക് എതിരാണ്. ആക്ച്വലി ഒരു റിപ്പോർട്ടിംഗ് ആണ് അവിടെ നടക്കുന്നത്. ആൻഡ് ഇപ്പോൾ 2 വ്യൂസ് ആൻഡ് ഹ്യൂമൻ സാക്രിഫൈസ് നടന്നു എന്നുള്ളൊരു ഐഡിയ അതിൽ നിന്ന് കിട്ടുന്നില്ല. ടെക്സ്റ്റ് വായിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ ആർഗ്യുമെന്റ് കൺസീഡ് ചെയ്താലും അത് ഗോഡിന് അതിന്റെ ബ്ലെയിം വരുന്നില്ല. കാരണം അത് ഫുൾ ഓഫ് ഗോഡ് ഹ്യൂമൻ സാക്രിഫൈസ് അവിടെ എന്താ റിക്വയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവിടെ വേണമെന്ന് പറയുന്നില്ല. ഇത് ഫുൾ ജെഫ്തന്റെ ഒരു ഡിസിഷൻ ആണ്. സോ ജെഫ്ത ഈസ് എ ഹ്യൂമൻ, ഫാലിബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ആണ്. പിന്നെ മാത്രമല്ല ജോഷോ പറഞ്ഞ പോലെ ഇപ്പോൾ മോശന്റെ കേസിലെടുത്ത് നോക്കിയാൽ ജെഫ്ത ഈസ് നോട്ട് എ പ്രോഫറ്റ്, പക്ഷേ എങ്കിൽ തന്നെയും ഇപ്പോൾ പ്രവാചകന്മാരുടെ കേസിലെടുത്താണെങ്കിൽ തന്നെയും ഗോഡിന്റെ റെവലേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അവരുടെ കയ്യിലൂടെ അത് പുറത്തോട്ട് വരുന്നതുകൊണ്ട് ഒരു ഹ്യൂമൻ എലമെന്റും കൂടെ അത് അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ മോശന്റെ കേസിലാണെങ്കിൽ തന്നെ മോശ പാറയിൽ അടിക്കുന്നുണ്ട് വടിയുണ്ട്. ദൈവം വേറൊരു രീതിയിലാണ് പറയുന്നത്, പക്ഷെ മോശയുടെ ആക്ഷൻ ഒരു ഡിഫറെന്റ് രീതിയിലായി പോകും. സോ ഈ ഒരു ജെഫ്തന്റെ കേസിൽ നിന്ന് അവിടെ മെയിൻ പോയിന്റ് അവിടെ ഹ്യൂമൻ സാക്രിഫൈസ് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ എന്തെങ്കിലും കണ്ടം ചെയ്തിരിക്കുന്ന സംഭവം തന്നെയാണ്. അത് ഹ്യൂമൻ സാക്രിഫൈസ് ഓൾഡ് ടെസ്റ്റ്മെന്റ് എൻഡോസ് ചെയ്യുന്നില്ല. എൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് ഹ്യൂമൻ സാക്രിഫൈസ് ആണ് അവിടെ ചെയ്തതെന്നുള്ളൊരു അർത്ഥം കിട്ടുന്നതുമില്ല. പല
ആൾക്കാരും പല സ്കോളേഴ്സും ആ ഒരു ലെവലുള്ള തോട്ടും ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ തന്നെ അങ്ങനെ ചെയ്താലും അത് ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ മൊറാലിറ്റി അതല്ല. അതെ. ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ മൊറാലിറ്റി ആ ഒരു രീതിയിലാകുന്നില്ല. സോ ഇതൊരു വളരെ കൈൻഡ് ഓഫ് എൻഡോഴ്സ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞാല് തെറ്റായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷനാണ്. റീഡിങ് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ടെക്സ്റ്റിൽ നിന്ന് വേണം എന്നുള്ള ഒരു അസംഷൻ, ഒരു ആഗ്രഹം വെച്ച് ആ ടെക്സ്റ്റ് വായിക്കുന്ന മുൻവിധിയോടെ കാണുന്നവർക്ക് മാത്രമാണ് അങ്ങനെ എഴുതി കിട്ടുക. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് ചെറിയ പിക്കിങ്ങിലെ ഒരു എക്സാമ്പിൾ മാത്രമേ. ചെറിയ പിക്കിങ് ഇപ്പോൾ പല പ്രാവശ്യമായി പറയുന്നത്. പക്ഷെ അത് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഗുഡ് ലെവൽ ആർഗ്യുമെന്റ് ഒന്നും വെക്കുന്നത്. ഇതെല്ലാം വളരെ ഫീബിൾ ആയിട്ടുള്ള ചൈൽഡിഷ് ആർഗ്യുമെന്റ്സ് ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു പോയിന്റിലോട്ട് പോവാം. ഓക്കെ, ഈ തെറ്റ് നമ്മുടെ ഇന്നത്തെ ധാർമ്മികത എന്താ? നമ്മുടെ ധാർമ്മികത തെറ്റിന്റെ കാരണം തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ധാർമ്മികത എങ്ങനെയാ വന്നേ? കാലാകാലത്തോളം ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്ക്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഒരു ഡയറക്റ്റ് ധാർമ്മികതയില്ല, ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്ക് വന്നത് കാരണം ഇത് നന്നായിക്കൊണ്ടിരിക്കുകയാണത് ഇന്നത്തെ. ഒരു മോറൽ പ്രോഗ്രസ് എന്നുള്ള ടേം യൂസ് ചെയ്യുന്നില്ലെങ്കിലും അദ്ദേഹം മോറൽ പ്രോഗ്രസ് എന്നുള്ള സംഭവത്തിലാണ് പറയുന്നത്. ഗിവൺ ദ ഫിലോസഫി ഓഫ് എയ്ത്തിസ്റ്റിക് വേൾഡ് വ്യൂ, മോറൽ പ്രോഗ്രസ് എന്നുള്ളൊരു ഐഡിയ എയ്ത്തിസം വിറ്റാവുമല്ലോ? ഇല്ല, തീർച്ചയായും ഇല്ല. അതാണ് അവിടെ ഏറ്റവും രസകരമായിട്ട് വരുന്നൊരു കാര്യം. അദ്ദേഹം പറയുന്നതാണ് നമ്മൾ ശരിയിൽ നിന്ന് കൂടുതൽ ശരികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷെ എന്താണ് ശരി എന്നുള്ളൊരു കാര്യം അവിടെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് നമുക്കൊരു അനാലോജി പോലെ പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ആപ്പിളിന്റെ എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ഇങ്ങനെ പറയാം, ഒരിക്കലും ഒരു നല്ല ആപ്പിൾ കഴിച്ചിട്ടില്ലാത്ത ആൾക്ക് ഒരിക്കലും ഒരു ചീത്ത ആപ്പിൾ നല്ല ആപ്പിൾ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പറ്റില്ല. ഇതിപ്പോ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ചിന്തിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരാളൊരു ചീഞ്ഞ ആപ്പിൾ കഴിച്ചു. അപ്പൊ ഇന്ന് അദ്ദേഹം കുറച്ചും കൂടെ ഒരു നല്ല ആപ്പിൾ കഴിച്ചു. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇന്നലെ കഴിച്ചിരുന്ന ആപ്പിളിനേക്കാളും നല്ലതായിരുന്നു ഇന്നത്തെ ആപ്പിൾ. അദ്ദേഹം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓൾറെഡി നല്ല ആപ്പിളിനെ പറ്റി ഐഡിയ ഉണ്ട്. സോ അതിലാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ നമ്മൾ ഇന്നലത്തെ ശരികളിൽ നിന്ന് കൂടുതൽ ശരികളിലേക്ക് വന്നു. അപ്പോൾ എന്താണ് ശരി, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ അളക്കുന്നത്, അത് അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹം പ്രീസപ്പോസ് ചെയ്യുകയാണ്, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് അദ്ദേഹം ഓൾറെഡി പ്രീസപ്പോസ് ചെയ്യുകയാണ്. അദ്ദേഹം അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ കൂടിയും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, വസ്തുനിഷ്ഠപരമായ ധാർമ്മിക മൂല്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം ചിന്തിക്കുന്നത് എന്താണ്, അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് ചിന്തിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ പുരോഗമിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ലോജിക്കൽ മിസ്സാണ് അവിടെ നടക്കുന്നത്. കാരണം ഒരു പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ എന്തിലോട്ടാണ് നിങ്ങൾ പ്രോഗ്രസ് ആവുന്നത്? എയ്ത്തീസത്തിൽ ആ പ്രോഗ്രസ് ആവുന്ന ആ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളതാണ്. മാത്രമല്ല ഞങ്ങൾ ഒരു അനോളജി കൂടെ പറയണത്, ഇത് അത്ര റിജിഡായിട്ട് എടുക്കണ്ട. ഫോർ എൻ എക്സാമ്പിൾ, ഇപ്പൊ ഞാനും ജോഷിയും ഒരു എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്ക് 92 മാർക്സും ജോഷുവയ്ക്ക് 98 മാർക്സും കിട്ടി. സോ ടോട്ടൽ മാർക്സ് 100 ആണ് എന്നുള്ള ഒരു ലെവലാണെങ്കിൽ മാത്രമേ എന്നെക്കാളും കൂടുതൽ മാർക്സ് ജോഷുവയ്ക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അവിടെ ഒരു അത്ര റിജിഡായിട്ട് എടുക്കണ്ട. പക്ഷേ എങ്കിൽ തന്നെയും ഒരു സ്റ്റാൻഡേർഡ് 100 എന്നുള്ള സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു കാൽക്കുലേഷൻ, ആ ഒരു അസംഷനിലേക്ക് എത്താനായിട്ട് പറ്റത്തില്ല. എന്നെക്കാളും കൂടുതൽ മാർക്സ് ജോഷുവയ്ക്ക് കിട്ടി എന്നുള്ളൊരു അസംഷനിലേക്ക് എത്താനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒരു പ്രോഗ്രസ് എന്ന് ആ ഒരു ടേം യൂസ് ചെയ്യണമെങ്കിൽ യു ഹാവ് എങ്ങോട്ടാണ് പ്രോഗ്രസ് ആവുന്നത്, നിങ്ങൾ ഏതൊരു സ്റ്റാൻഡേർഡിലോട്ടാണ് പ്രോഗ്രസ് ആവുന്നത്, എന്ത് ബേസിസിലാണ് നിങ്ങൾ പ്രോഗ്രസ് ആവുന്നത് എന്നുള്ളൊരു റേറ്റ് അവിടെ പറയുന്നുണ്ട്. പ്ലസ് ബ്രോ, അവിടെ 3 കാര്യമൊന്നും പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് തെറ്റിന്റെ കാരണത്തെ ഇല്ലാതാക്കുക, 2 ശരിയിൽ നിന്ന് വീണ്ടും ശരിയിലേക്ക്, 3 അന്നത്തെ ധാർമ്മികതയുടെ മുകളിലാണ് നമ്മളുടെ ഇന്നത്തെ ധാർമ്മികത എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ എല്ലാം റിലേറ്റീവ് ആണ്. ഒബ്ജക്റ്റീവായിട്ട് മോറൽ ട്രൂത്തുകളൊന്നും ഇല്ലാന്ന് പറയുമ്പോഴും അവിടെ ഒബ്ജക്റ്റീവ് മോറൽസ് ഉണ്ട് എന്നൊരു അസംഷൻ അദ്ദേഹം തന്നെ അവിടെ വെക്കുക. അതൊരു സെൽഫ് കോൺട്രഡിക്ഷൻ ആണ്. അങ്ങനെ ഒരു വേൾഡിൽ എല്ലാം റിലേറ്റീവ് ആണ്, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് നല്ലത് ഏത് ചീത്തത് എന്ന് ഒരു രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇതിപ്പോ പ്രോഗ്രസ് എന്നും പറയാൻ സാധിക്കില്ല, റിഗ്രസ് ആണെന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. തന്നെ അദ്ദേഹത്തിന് ഒരു രീതിയിലും ഇന്നത്തെ ധാർമ്മികതയെക്കാളും മുകളിലാണെന്ന് പറയാൻ സാധിക്കില്ല, മുകളിലാണെന്നോ താഴെയാണെന്നോ പറയാൻ സാധിക്കില്ല. എല്ലാം മാറിക്കൊണ്ടിരിക്കുമെന്ന് പറയുമ്പോഴും മാറാത്ത എന്തോ ഒന്നിൽ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റിൽ ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അസംഷനാണ്
അദ്ദേഹം വീണ്ടും വീണ്ടും ആർഗ്യൂ ചെയ്യുന്നത്. എനിക്ക് ഒരു മൊമെന്റ് കൂടെ ഓർമ്മ വരുന്നത്, നമ്മൾ വില്യം ലെൻ ക്രൈഗ്, ജോർഡൻ പീറ്റേഴ്സൺ, റിബേക്ക ഗോൾഡ്സ്റ്റൈൻ, അവരുടെ മീനിങ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഗോൾഡ്സ്റ്റൈൻ ഷീസ് ആൻ എയ്ത്തിസ്റ്റ്. സോ ഗോൾഡ്സ്റ്റൈൻ ഈ ഒരു കൈൻഡ് ഓഫ് സെയിം ഡയലോഗ് പറയുന്നത്, ദാറ്റ്സ് ഹൗ വി മേക്ക് മോറൽ പ്രോഗ്രസ്. സോ കാണികളെല്ലാം കൈകൊട്ടുന്നുണ്ട്, സോ കൈകൊട്ടി കഴിയട്ടെ എന്ന് വെയിറ്റ് ചെയ്തതിനു ശേഷം ക്രൈഗ് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്, ഹൗ ക്യാൻ യു യൂസ് ദ ടേം മോറൽ പ്രോഗ്രസ്, ആ സ്റ്റാൻഡേർഡ് എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്. സോ ആ ഒരു സെയിം കൈൻഡ് ഓഫ് ഒരു ഐഡിയ ആണ് ഇവിടെയും അനുവൈസൊക്കെ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് സ്റ്റാൻഡേർഡ് ചൂണ്ടിക്കാണിക്കാനായിട്ടില്ല. മുകളിലോട്ടോ താഴോട്ടോ എന്ന് പറഞ്ഞെങ്കിൽ, താഴോട്ട് എന്ന് പറഞ്ഞെങ്കിൽ തന്നെ യു ഹാവ് ഒരു ബേസിസ്. ഇന്നത് കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ താഴോട്ട് പോകുന്നത്. ഒരു മെട്രിക് അവിടെ എയ്ത്തീസത്തിന് ഉണ്ടായിട്ടില്ല. സോ ഗിവൻ ദ ഫിലോസഫി ഓഫ് എയ്ത്തീസം, മോറൽ പ്രോഗ്രസ് എന്നുള്ളൊരു സംഭവം അവിടെ, ആ ഒരു ഫിലോസഫി അവിടെ സിങ്ക് ആവുന്നില്ല, അവിടെ ഫിറ്റ് ആവുന്നില്ല എയ്ത്തീസത്തിൽ. അതാണ് അതിന്റെ ഒരു റെലവൻസ് എന്ന് പറയുന്നത്. കാരണം പ്ലസ്റ്റിംബർ പറഞ്ഞാൽ നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ട് റിഗ്രസ് ആയിക്കൂടാ? മോറൽ പ്രോഗ്രസിന് പകരം എന്തുകൊണ്ട് മോറൽ റിഗ്രസ് ആയിക്കൂടാ? എന്ത് വെച്ച് പറയും? അതാണ് അനാളജിയിലും ബെറ്റർ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ 100 മാർക്കിൽ 40 മാർക്ക് കിട്ടിയ ആൾക്ക് അറിയാൻ പറ്റും, എനിക്ക് ഇത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100 മാർക്ക് അച്ചീവ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്രത്തോളം പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എത്താമെന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ട്. നമുക്കൊരു സ്റ്റാൻഡ് വേണം അതിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ ആശിഷ് ബ്രോയുടെ ഫസ്റ്റ് റിബട്ടലിൽ ഒരു പോയിന്റാണ് അഡ്രസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇത്ര നേരം അനുപേസൊക്കെ അദ്ദേഹത്തിൻ്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഇപ്പോൾ ആശിഷ് ബ്രോയുടെ റിബട്ടൽ, ഫസ്റ്റ് റിബട്ടലിലെ ഒരു മെയിൻ എലമെന്റ് അത് നമുക്ക് നോക്കാം. ബാക്കിയുള്ള അനുപേസൊക്കെ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെന്റ്സ് എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ കൊണ്ടുവന്ന ഐഡിയാസിനെല്ലാം ആശിഷ് ബ്രോ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് നമുക്ക് കേട്ടോ ആശിഷ് ബ്രോ പറയുന്നത്. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് ഒരു ഡൗട്ട് പറ്റും, ദൈവം പല കാര്യങ്ങളും കൽപ്പിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇമോഷന്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഇമോഷണലി അത് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഞാൻ അത് തെളിയിച്ച് കാണിക്കാം. ഇൻഡിവിജ്വൽ മൊറാലിറ്റി അല്ല സൊസൈറ്റിയുടെ മൊറാലിറ്റി. ഞാൻ ഒരാളെ കൊല്ലുന്നത് തെറ്റാണ്, പക്ഷെ ഒരു പട്ടാളക്കാരൻ മറ്റൊരാളെ കൊല്ലുന്നത് തെറ്റാണോ? അല്ല. ഞാൻ ഒരാളെ കൊല്ലുന്നത് തെറ്റാണ്, പക്ഷെ ഒരു ജഡ്ജി ഒരാളെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിക്കുന്നത് തെറ്റാണോ? അല്ല. കാരണം ജഡ്ജി ഈസ് റിപ്രസെന്റിങ് ഫോർ ദാറ്റ് സൊസൈറ്റി, അല്ലേ? ഇനിയും ദൈവം ആരാണ്? ദൈവമാണ് പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിച്ചത്. ഓക്കെ, ദൈവമാണ് പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിച്ചതെങ്കിൽ ആ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിലും അധികാരം ആർക്കുണ്ട്? ദൈവത്തിനുണ്ട്. ഇത് ലോജിക്കാണ്. ഞാൻ നിരീശ്വരവാദികൾ ഇമോഷണലി പ്ലേ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ചിലപ്പോൾ നിരീശ്വരവാദികൾക്ക് പ്രശ്നം ഉണ്ടാവും. പക്ഷെ ലോജിക്കലി നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഷേക്സ്പിയറിന് റോമിയോയും ജൂലിയറ്റിനെ കൊല്ലുന്നതുകൊണ്ട് തെറ്റാണോ? അല്ല. കാരണം ഷേക്സ്പിയർ ആണ് ഓത്തർ. അതുകൊണ്ട് ദൈവം ആണ് പ്രപഞ്ചം ഉണ്ടാക്കിയെന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, വിശ്വസിക്കേണ്ട, കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലോജിക്കലി പെർഫെക്റ്റ് ആണ്. ദൈവം കൊന്നെങ്കിൽ പെർഫെക്റ്റ് ആണ്. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ലോജിക്കലി. ഇമോഷണലി ചിലപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും. കാരണം നിരീശ്വര സോ വളരെ ലോജിക്കലി റിജിഡ് ആയിട്ടുള്ള ഒരു അനാലജിയാണ് പറയുന്നത്. ഇഫ് ഗോഡ് ഇസ് ദ സുപ്രീം ക്രിയേറ്റർ, ദെൻ ഗോഡിന്റെ സോവറിറ്റി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ജോഷു എന്തോ അതിനുള്ള ഒരു അത് അവിടെ പറയുന്ന കാര്യം വളരെ ശരിയായുള്ള ഒരു കാര്യമാണ്. പിന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം വളരെ റെലവെന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇന്റലക്ച്വൽ സൈഡും ഇമോഷൻ സൈഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ വൈകാരികമായിട്ട് ഇടപെടുന്ന ആൾക്കാരാണ്. കാരണം നമ്മൾ വി ആർ ഇമോഷണൽ ബീയിങ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക്, ഇപ്പോൾ സഫറിങ്ങിന്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ തലത്തിലേക്ക് എത്തുമ്പോൾ നാം തീർച്ചയായിട്ടും നമ്മുടെ വികാരങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ ആ പ്രശ്നങ്ങൾ ഇടപെടുന്നത്. പക്ഷെ ഇവിടെ കാര്യങ്ങൾ കുറച്ചും കൂടി ഇന്റലക്ച്വലും ലോജിക്കലുമായുള്ള സംഭവമാണ്. ഇത്തരം സ്ഥലത്ത് നമ്മൾ വൈകാരികമായിട്ട് ഇടപെടാൻ പോയി കഴിഞ്ഞാൽ അവിടെ അത്ര ശരിയായി എന്ന് വരില്ല. നമ്മുടെ ലോജിക്കലി വേർതിരിച്ച് കാണേണ്ട സന്ദർഭങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ കാണണം. ആശുബ്രോ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഫാക്ട്സ് ഡസൻ കെയർ അബൌട്ട് അവർ ഇമോഷൻസ്. അതൊരല്പം ക്രൂലായുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും അതെ, അതാണ് അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പ്രശ്നമല്ല, അതായത് നമ്മൾ ഇമോഷൻസിന് കെയർ ചെയ്യേണ്ടതെന്നല്ല, തീർച്ചയായും നമ്മൾ കെയർ ചെയ്യണം. പക്ഷെ ഇത്തരം ഒരു സന്ദർഭത്തിൽ എന്താണ് ആ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ അത് വരുന്നത് ലോജിക്കൽ ലെവലിലാണ്. ആൻഡ് ലോജിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോഡ് ജസ്റ്റിഫൈഡ് ആണ്, ഗോഡിന്റെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഗോഡ് ഈസ് സോവറൻ, ഗോഡ് ഫോർസീസ് എവരിതിങ്. ഗോഡിന് എല്ലാ കാര്യങ്ങളും അറിയാം, ഗോഡിന് എല്ലാത്തിന്റെ എൻഡും അറിയാം. സോ ദൈവത്തിന്റെ ആക്ഷൻസ് അവിടെ ജസ്റ്റിഫൈഡ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ കൃത്യമായിട്ട് അവിടെ ഒരു എന്താ പറയാ ആർമി ഓഫീസറിന്റെയും ഒരു കോർട്ടിലെ ജഡ്ജിന്റെയും ഒരു അനാലജി വെച്ചിട്ട് പറയുന്നുണ്ട്. അവിടെ സൊസൈറ്റിയിൽ തന്നെ ഇങ്ങനെ ഒരു ഹയറാർക്കി ഉണ്ടെന്ന് പറയുന്നുണ്ട്.
സൊസൈറ്റിയിൽ നമ്മളൊരു ക്രിമിനൽ ആയിട്ടുള്ള ഒരാൾ മർഡർ ചെയ്യുന്നതും കോർട്ടിൽ ഒരു ജഡ്ജ് ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതും രണ്ടും ഒരേ ലെവലിൽ നമ്മൾ കാണുന്നില്ല. അങ്ങനെ ഒരു ഹയറാർക്കിയിൽ നമ്മൾ അപ്പോൾ അവിടെ ഒരു ഹയറാർക്കി ഉണ്ട്. അതുകൊണ്ട് അതേപോലെ തന്നെ നമ്മൾ ഒരു ക്രിമിനലിനെയും അല്ലെങ്കിൽ ഒരു അൺജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു മർഡറിനെ ദൈവം ഒരാളുടെ ലൈഫിനെ എടുക്കുന്നതും രണ്ടും ഒരേ ലെവലിൽ കാണേണ്ടതില്ല എന്ന് അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ കൃത്യമായിട്ട് പറയുന്നത് ദൈവമാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചതെങ്കിൽ, മനുഷ്യരെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചതെങ്കിൽ അവിടെ ദൈവത്തിന് സോവറൈൻ ആയിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ട് അവിടെ ജീവൻ എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ദൈവത്തിന്റെ ഭാഗത്ത് വേണ്ട രീതിയിലുള്ള ലോജിക്കലി ഒരു പ്രോബ്ലവും ഇല്ല, ദൈവം ജസ്റ്റിഫൈഡ് ആണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ റെസ്പോണ്ട് ചെയ്യാം, അതും തെറ്റാണെന്ന് വേണേൽ റെസ്പോണ്ട് ചെയ്യാം. പക്ഷെ അവർക്ക് അത് തെറ്റാണെന്ന് പറയാനുള്ള യാതൊരു മോറൽ സ്റ്റാൻഡും ഇല്ല എന്നുള്ളതാണ്, മോറൽ സ്റ്റാൻഡ് ഇല്ല എന്നുള്ളതാണ്. എനിക്ക് ഫ്രാങ്ക് ടൂറൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു അനോളജി എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗോഡ് ഈസ് ദ ക്രിയേറ്റർ ഓഫ് ലൈഫ് ആൻഡ് ഹീസ് ദ സസ്റ്റൈനർ ഓഫ് ലൈഫ്. അപ്പോൾ ഗോഡ് ഈസ് സുപ്രീം. അങ്ങനെയെങ്കിൽ ഒരു മ്യൂസിക് ബാൻഡ് ഒരു മ്യൂസിക് പീസ്, ഒരു ഓർക്കസ്ട്ര പ്ലേ ചെയ്യുന്ന സമയത്ത് ദേ ആർ ദി ക്രിയേറ്റർ ഓഫ് ദാറ്റ് പീസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ദേ ആർ ദ സസ്റ്റൈനർ ഓഫ് ദാറ്റ് പീസ്. ആ ഒരു സമയത്ത് അവർ പ്ലേ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ആ ഒരു മ്യൂസിക് സസ്റ്റൈനിങ് അവിടെ നിന്ന് കഴിഞ്ഞു. അതേപോലെ തന്നെ ഗോഡ് ഇസ് ദി ക്രിയേറ്റർ ഓഫ് ലൈഫ് ആൻഡ് ഈ ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യുന്നതും ദൈവമാണ്. സോ ആ ഒരു രീതിയിലും ഒരു സുപ്രീം അതോറിറ്റി ദൈവത്തിനുണ്ട്. ദൈവത്തിന് ആവശ്യമുള്ള സമയത്ത് വേണമെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് അത് നോൺ ഇസ് ബോൺ ആസ് ഇപ്പോൾ വളരെ 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 കോമൺ ആയിട്ടുള്ളൊരു ആർഗ്യുമെൻ്റ് ഒരു ഐഡിയ ഉണ്ട്. ഈ കളിമണ്ണ് കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്ന കുശവനോട് ചോദിക്കുക, വൈ ഡിഡ് യു ക്രിയേറ്റ് മീ ഇൻ ദിസ് വേ. ഇഷ്ടമുള്ള അത് സുപ്രീം അതോറിറ്റി കുശവന്റെ കയ്യിലിരിക്കുന്നത്, ആ ഒരു പോട്ട് മേക്കറുടെ കയ്യിലിരിക്കുന്നത്. ആൻഡ് സോ കൺസിഡറിങ് ദാറ്റ് സോ അതാ പറഞ്ഞത്, ദിസ് ഈസ് പ്യോർലി ലോജിക്കലാണ് ഈ ഒരു അനോളജി വർക്ക് ചെയ്യുന്നത്. തീർച്ചയായും. സോ given the idea, given the premise that God is the supreme creator and God has the supreme authority over everything എന്ന് പറഞ്ഞാൽ, then ഇന്ന് നാളെ മറ്റന്നാൾ ഒരു കാരണത്താൽ ഞാൻ മരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു 80 വർഷം കഴിഞ്ഞ് ഞാൻ മരിക്കുന്നതോ അല്ലെങ്കിൽ ഈ ലോകത്ത് മരണങ്ങൾ നടക്കുമ്പോൾ മരണങ്ങളെല്ലാം ചെയ്യുന്നത് ഗോഡാണെന്നല്ല പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഏത് രീതിയിലുള്ള മരണങ്ങളാണെങ്കിൽ തന്നെയും ഗോഡ് ലൈഫ് തിരിച്ച് എടുക്കുമ്പോൾ, ദൈവം തന്ന ലൈഫ് ദൈവം തിരിച്ചെടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഹ്യൂമൻ ലെവലിൽ ഒരു മേർഡർ എന്നുള്ള സംഭവം ഗോഡിൻ്റെ സംഭവം അപ്ലൈ ആകുന്നില്ല. അതൊരു വളരെ ബ്ലസ്റ്റിൻ ബ്രോ പറഞ്ഞ രീതിയിൽ തന്നെ പല രീതിയിലുള്ള അനാലജീസ് ഉണ്ട്, പല രീതിയിലുള്ള ലെവൽസ് ഓഫ് ഒരു മോറൽ ഹൈറാർക്കീസ് ഉണ്ട്. സോ യെസ്, ആ ഒരു ആൻഡ് ദിസ് ഈസ് ലോജിക്കൽ വളരെ റിജിഡാണ് ഈ ഒരു അനാലജി. അതാണ് ആശിഷ് ബ്രോ അവിടെ പറയുന്നത്. ആൻഡ് പെട്ടെന്നൊരു അതിനുശേഷം അനൂപൈസക്ക് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മനുഷ്യർക്ക് പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷെ മനുഷ്യർക്ക് പ്രശ്നം ഓൺ വാട്ട് സ്റ്റാൻഡേർഡ്. അതെ, അവിടെയാണ് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് വേർതിരിക്കുന്നത്. അതെ, മനുഷ്യർക്ക് പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ ദാറ്റ്സ് പ്യൂർലി ആൻ ഇമോഷണൽ ക്വസ്റ്റ്യൻ, അല്ല ഇമോഷണൽ ആൻസർ അല്ലേ. സോ അഗൈൻ നമ്മൾ അനൂപൈസക്ക് അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ് ആണ്, അദ്ദേഹത്തിന്റെ റിബട്ടലിലെ ഒരു പോയിന്റ് കേൾക്കുന്നത്. ഓക്കെ, അടുത്തത് സ്ലൈവറി 4ാം സെഞ്ചുറിയിലെ സഭാപിതാവ് ഗ്രിഗറി കണ്ടം ചെയ്തു. അതുപോലെ അബോളിഷൻ ഓഫ് സ്ലൈവറി വിശ്വാസികളുടെ ശ്രമം കൊണ്ട് നടന്നു. നല്ല കാര്യം, അതിനെ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. അവിടെ യോജിക്കുകയാണ്. എന്താണ് അവർ ബൈബിളിനെ നിരസിക്കുക ചെയ്തേ? അദ്ദേഹം പറയുന്നത് സ്ലേവറിക്കെതിരെ വർക്ക് ചെയ്തവരല്ല, സ്ലേവറിക്കെതിരെ ക്രിസ്ത്യൻസ് ആയിട്ട് പറഞ്ഞവരല്ല, they were not practicing Christianity. So സ്ലേവറിനെ കുറിച്ച് വാട്ട് ഈസ് ദ ഐഡിയ ഇൻ ബൈബിൾ മുൻപോട്ട് വെക്കുന്ന സ്ലേവറിൻ്റെ അതിനെക്കുറിച്ച് മൊത്തത്തിൽ ബൈബിളിൻ്റെ ഐഡിയ എന്താ? എൻഡോസ് ചെയ്യുന്നുണ്ടോ, കണ്ടം ചെയ്യുന്നുണ്ടോ? ബൈബിളിന്റെ ഒരു ചരിത്രത്തിൽ നോക്കുമ്പോൾ ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്കും ഈ സ്ലേവറിയുടെ കാര്യം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ സൊസൈറ്റീസിൽ നിന്നാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നാണ് സ്ലേവറിക്ക് എതിരായിട്ടുള്ള ആശയം മുമ്പിലോട്ട് വരുന്നത്. അപ്പൊ അദ്ദേഹം ആഷ്ബ്രോയൊക്കെ പറയുന്നത് ഗ്രിഗറി ഓഫ് നിസ്സ താൻ പറഞ്ഞൊരിതാണ്, അതായത്
ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു, ഇമേജ് ഓഫ് ഗോഡിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ദൈവത്തിന്റെ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട മറ്റൊരു മനുഷ്യനെ ഞാൻ അടിമയാക്കി വെക്കുന്നത് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ആൻഡ് ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ടൈം സ്ലേവറി കോൾ ഔട്ട് ചെയ്തത് ഗ്രിഗറി ഓഫ് നിസ്സ ആണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ആൻഡ് ഇത് വളരെ നിർണായകമായ ഒരു സംഭവമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വരെ ചരിത്രത്തിൽ ആരും അത്ര ഒരു ആക്ട് അല്ലെങ്കിൽ അത്ര ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല. സ്ലേവറി ഏൻഷ്യൻ ടൈംസിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിരുന്നു. അപ്പോൾ ഒരു ഹിസ്റ്റോറിയൻ അതിനെ പറ്റി പറയുന്നതാണ്, ഇപ്പൊ സ്ലേവറി എന്തുകൊണ്ട് തെറ്റാണെന്ന് ചോദിക്കുന്നത് വെള്ളം എന്താണ് നനഞ്ഞിരിക്കുന്നത്, വൈ വാട്ടർ ഇസ് വെറ്റ് എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യമായിട്ടാണ് പണ്ടത്തെ കാലത്ത് ആൾക്കാർക്ക് തോന്നിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചോദ്യം ചോദിക്കാൻ നമ്മൾ എന്തൊരു മണ്ടൻ ചോദ്യം. ഇതേ രീതിയിലാണ് അവർ സ്ലേവറിനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ സ്ലേവറി എല്ലാ സൊസൈറ്റിയിലും പ്രാക്ടീസ് ചെയ്തായിരുന്നു. പല സ്ലേവ്സിന്റെ റിവോൾട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും സ്ലേവറി അബോളിഷ് ചെയ്യണം അങ്ങനത്തെ രീതിയിലൊന്നും ആരും പറഞ്ഞില്ല. ഇവന്റെ ഗ്രീക്ക് ഫിലോസഫർ ഉണ്ടായിരുന്നു, അദ്ദേഹം സ്ലേവ് ആയിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം മാറി വന്നപ്പോഴത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്തു, സ്ലേവ്സിന് കുറച്ചുകൂടെ കൂടുതൽ ഉന്നമനം കൊടുക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സ്ലേവറി അബോളിഷ് ചെയ്യണം അങ്ങനത്തെ രീതിയിലൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ടൈം ഈ ഐഡിയ പുറത്തേക്ക് വരുന്ന ഒരു ക്രിസ്ത്യൻ കണ്ടെക്സ്റ്റിൽ നിന്നാണ്. ആൻഡ് അതിനെ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ബിബ്ലിക്കൽ ടെക്സ്റ്റ് ആണ്. ക്രിയേറ്റഡ് ഇൻ ദി ഇമേജ് ഓഫ് ഗോഡ്. അതെ, ആ ഒരു ടെക്സ്റ്റിൽ നിന്നാണ് ആ ആശയം മുമ്പിലോട്ട് വരുന്നത്. പിന്നെ അതിനെപ്പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈബിൾ എന്ന് പറയുമ്പോൾ ഏൻഷ്യൻ ടെക്സ്റ്റ് ആണ്. പിന്നെ അത് അന്നത്തെ കൾച്ചേഴ്സ് സ്ലേവറി പ്രാക്ടീസ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ബൈബിള് എഴുതപ്പെട്ടത്. സോ അതിൽ സ്ലേവറിയുടെ പരാമർശങ്ങളുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം ബൈബിൾ സ്ട്രിക്ട്ലി സ്ലേവർ എൻഡോഴ്സ് ചെയ്യുന്നു അങ്ങനത്തെ ഒരു പോയിന്റിലേക്കല്ല വരുന്നത്. നമ്മൾ ഈ ഡിബേറ്റിനോട് നീതി പുലർത്തുകയാണെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നിട്ടാണ് ഇങ്ങനെ ആശയം മുന്നോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ നിരീശ്വരവാദത്തിന് അങ്ങനെ പറയാനായിട്ട് പ്രത്യേകിച്ച് പോയിന്റ്സ് ഒന്നുമില്ല. ബ്രോ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് പോലെ, ജെ.കെ. പറഞ്ഞ ഒരു പോയിന്റ് പോലെ എന്താണ്, ഇഫ് വി ആർ നോട്ട് ക്രിയേറ്റഡ് ഈക്വലി വി ആർ ഇവോൾവ് അൺഈക്വലി എന്നൊരു പോയിന്റാണ് വരുന്നത്. നാം എല്ലാവരും തുല്യരായിട്ടല്ല സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ നമ്മളെല്ലാവരും എന്താണ് അതുല്യരായിട്ടാണ് പരിണമിക്കപ്പെട്ടു വന്നത്. നമ്മളെങ്ങനെ പറയും മറ്റൊരാള് പരിണാമത്തിലൂടെ വന്നു, അയാള് എന്ത് രീതിയിലാണ് തുല്യനാണ് നമ്മൾ എന്തൊരർത്ഥത്തിൽ പറയും. ഒരു ഐഡിയ വരുന്ന ക്രിസ്ത്യൻ സൊസൈറ്റിയിൽ നിന്നാണ്. ഞാൻ ബ്ലസ്സിംഗ് ബ്രോ അതിനെ പറ്റി പറയുന്നത്. ഇതിപ്പോ ഹിസ്റ്റോറിയൻസിന്റെ ഇതിലേക്ക് നോക്കാനാണെങ്കിൽ തന്നെ എല്ലാ ഹിസ്റ്റോറിയൻസും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോ ക്രിസ്ത്യൻ സൊസൈറ്റീസിൽ നിന്നാണ് ഈ ഒരു സ്ലേവറിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. പല സ്റ്റോയിക് ഫിലോസഫേഴ്സ് സ്ലേവ്സിനെ കുറച്ചുകൂടെ മാന്യമായിട്ട് അല്ലെങ്കിൽ കൈൻഡായിട്ട് അവരോട് ഇടപെടണം എന്നൊരു ഐഡിയ അവർ പറഞ്ഞിരുന്നുവെങ്കിലും ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം സ്ലേവറി എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തെറ്റാണെന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ നിന്നാണ്. ഇതിപ്പോൾ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ബൈബിൾ സ്ലേവറിയെ എൻഡോഴ്സ് ചെയ്യുന്നതെന്ന് പറയുന്നത് അതേ ബൈബിൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ക്രിസ്ത്യൻസ് സ്ലേവറി റോങ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ സ്ലേവറി അത്രത്തോളം കൾച്ചറലി ടൈഡാണ് അന്നത്തെ കാലത്ത്. അന്നത്തെ കൾച്ചറിൽ വളരെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചറിൽ സ്ലേവറി പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ്ലി റോങ് ആണ് എന്ന് ഒരാൾ പറയണമെങ്കിൽ അത് ഒട്ടും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ അത് ക്രിസ്ത്യൻ സൊസൈറ്റീസിൽ നിന്ന് വന്നു എന്നുള്ളത് സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതും ബിബ്ലിക്കൽ വാല്യൂസ് ബേസ് ചെയ്തിട്ട് അവരാരും ബൈബിളിൽ ഉപേക്ഷിച്ചിട്ടില്ല, മറിച്ച് ബൈബിൾ വീണ്ടും എംബ്രേസ് ചെയ്തു എന്നുള്ളതാണ് അവർ ഓരോന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ഹിസ്റ്റോറിയൻ ആയിരിക്കുന്ന ഗ്ലെൻ സൺഷൈൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അന്നത്തെ ക്രിസ്ത്യൻസ് അവർ വില കൊടുത്ത് സ്ലേവ്സിനെ വാങ്ങിയ ശേഷം അവരെ വിട്ടയച്ചത്. അങ്ങനെ സ്ലേവ്സിനെ ഫ്രീ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിരുന്നു, സ്ലേവ്സിനെ വാങ്ങിയിരുന്നു എന്നുള്ള രീതിയിൽ ഗ്ലെൻ സൺഷൈൻ പറയുന്നുണ്ട്. പിന്നെ സ്ലേവറി എന്നുള്ളത് നമ്മൾ ഈ മോഡേൺ സെൻസിലുള്ള സ്ലേവറി എന്നുള്ള സംഭവമല്ല. ആ ഒരു സംഭവം സ്ലേവറി അവിടെ ഒരു അത് കൃത്യമായ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. പിന്നെ അനൂപേസ് അദ്ദേഹം ഇവിടെ പറയുന്ന പോലെ സ്ലേവ്സിനെ അടിക്കണം ആ ഒരു രീതിയിലല്ല പറയുന്നത്. ഒരു റിഫോർമേറ്റീവ് ആയിട്ടുള്ള റെഗുലേഷൻസ് ആണ് അവിടെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ സ്ലേവറിനെ കൃത്യമായിട്ട് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കണ്ടം ചെയ്ത് നാളെ തൊട്ട് സ്ലേവറി നിർത്തണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു സമയത്ത് സ്ലേവ്സ് അവർക്ക് ദേവർ നോട്ട് പെയ്ഡ്. അവര് പൈസ ഒന്നും കൊടുക്കാതെ വളരെ കൃത്യമായിട്ട് നമ്മൾ മൃഗങ്ങളെ യൂസ് ചെയ്യുന്ന പോലെയാണ് ഇപ്പോഴത്തെ സ്ലേവറി. പക്ഷെ ആ സമയത്ത് ആ രീതിയിലല്ല. ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ദേവർ പെയ്ഡ്, അവർക്ക് അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. സ്ലേവറി ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കുറേ ഫാമിലീസ് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനെയും അവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആ ഒരു നമ്മളിതിവിടെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, ദീസ് ആർ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ്. ഇങ്ങനെയാണ് ശരിക്കും അവിടെ ആക്ച്വലി നടന്നിരിക്കുന്നത്. സോ
ഓൾഡ് ടെസ്റ്റ്മെന്റിലാണെങ്കിലും സ്ലേവറി മെൻഷൻ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം വരുന്നത് അവിടെ ഒരു റിഫോർമേറ്റീവ് ആയിട്ടുള്ള റെഗുലേഷൻസാണ് വരുന്നത്. നിങ്ങളവരെ സഹോദരനെ പോലെ കാണണം എന്നുള്ള രീതിയിലുള്ള വാക്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്ന ലെവിറ്റിക്കസ് ആ വേഴ്സസ് എല്ലാം എടുത്ത് വായിച്ചാൽ മതി. അദ്ദേഹം അടിക്കണം എന്നൊക്കെ അതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഒരു വേഴ്സ് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ബൈബിളിന്റെ ഒരു സ്ലേവറിയെ കുറിച്ചുള്ള ഒരു ഐഡിയ തന്നെ വളരെ കൃത്യമാണ്, കണ്ടം ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല മോഡേൺ മൂവ്മെന്റായി വന്നിട്ടുള്ള അബോർഷനിസം അതിന്റെ വക്താക്കളെല്ലാം ക്രിസ്ത്യൻസ് ആയിരുന്നു. അവർ ക്രിസ്ത്യൻ മോറൽ പ്രിൻസിപ്പിൾസ് ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. ആൻഡ് ക്രിസ്ത്യൻ തിയറീസ് ആണ് ഈ ഒരു മെയ്ഡ് ഇൻ ദി ഇമേജ് ഓഫ് ഗോഡ്, ഓൾ മെൻ ആർ ഈക്വൽ ബിഫോർ ഗോഡ് ഇൻ ദി ഐസ് ഓഫ് ഗോഡ് എന്നുള്ള ഐഡിയാസ് എല്ലാമാണ് സ്ലേവറിനെ അബോളിഷ് ചെയ്യാനായിട്ടുള്ള ക്രക്സ് ആയിട്ട് നിന്നിരിക്കുന്ന പോയിന്റ്സ്. ആൻഡ് ഏത്തീസത്തിന്റെ ഭാഗത്തു നിന്ന് ചോദിച്ചാൽ എന്തൊരു സ്റ്റാൻഡേർഡാണ്. ഹൗ ക്യാൻ യു സീ ദി അതർ പേഴ്സൺ ആസ് ഈക്വൽ? ഐ മീൻ ദിസ് ഈസ് ഒരു ഇമോഷണൽ തലത്തിൽ നിന്നുള്ള ചോദ്യമല്ല, പ്യൂർലി ലോജിക്കൽ തലത്തിലുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് ദി ബേസിസ്? ഹൗ ക്യാൻ യു സേ ദി അതർ പേഴ്സൺ ഈസ് സെയിം ആസ് യോർസ് എന്നുള്ളൊരു സംഭവം. വേറൊരു കാര്യം ഓക്കെ ഫൈൻ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓൾഡ് ടെസ്റ്റമെന്റിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ബുക്ക് ഓഫ് എക്സോഡസ് ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഈജിപ്തിൽ സ്ലേവറി കിടന്നവരെയാണ് രക്ഷിക്കേണ്ടി വരുന്നത്. സോ അങ്ങനെ ഒരു ഇതുള്ളപ്പോൾ ബൈബിൾ സ്ലേവറി പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റോങ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? അതായത് എക്സഡസിന്റെ പുസ്തകം, ബുക്ക് ഓഫ് എക്സഡസ്, അതിൽ ആക്ച്വലി ദൈവം ഇസ്രായേലിനെ സ്ലേവറിയിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വരുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ, അങ്ങനെ അത്രയും വലിയൊരു സംഭവം ഉള്ളപ്പോൾ ബൈബിള് സ്ലേവറി പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഇല്ലോജിക്കലാണ്. ഇത് ഒരു ടെക്സ്റ്റ് വായിക്കേണ്ട മിനിമം, ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ പാലിക്കേണ്ട മിനിമം ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ, വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ഇതിനെല്ലാം ഇരുന്ന ഒരു റെസ്പോൺസ്, ഒരല്പം ക്രെഡിബിൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണെങ്കിൽ നമുക്കും ഒരു വെയിറ്റ് ഉണ്ടോ ഒരു റെസ്പോൺസ് കൊടുക്കാനായിട്ട്. പക്ഷെ ദീസ് ആർ വെരി സില്ലി, ഒരു കെയർലെസ് ആയിട്ടുള്ള. നമുക്ക് അടുത്തൊരു പോയിന്റ് ഉണ്ട്. അടുത്തത് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ. അദ്ദേഹം പറഞ്ഞു എന്താണ്, ഹോസ്പിറ്റൽസ് ഉണ്ടാക്കി, എഡ്യൂക്കേഷൻ സൊസൈറ്റി ഉണ്ടാക്കി, ശാസ്ത്രം പഠിപ്പിച്ചു. വളരെ നല്ല കാര്യമാണ്. തെളിവുകൾ അധിഷ്ഠിതമായ ശാസ്ത്രം നിങ്ങൾ പഠിപ്പിക്കണം. അങ്ങനെ ആകുമ്പോഴേക്കും നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യത്തെയും അവിടുത്തെ നീതി, അവിടുത്തെ രാജ്യം അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും എന്നുള്ള വചനം ആദ്യം അടിയോടെ എടുത്ത് മാറ്റി, ക്രിസ്തുവിൻ്റെ വചനം എടുത്ത് മാറ്റി, എന്നിട്ട് തെളിവ് അന്വേഷിച്ചും ശാസ്ത്രം അന്വേഷിച്ചും പോവുകയാണ് ചെയ്തത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-14 വാക്യം വായിക്കും. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊക്കെ ബൈബിളിനെ ഉപേക്ഷിച്ചിട്ട് ഉള്ള ഒരു ഇതാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ കർത്താവിൻ്റെ, അതായത് നിങ്ങൾ എൻ്റെ രാജ്യവും നീതി ആദ്യം അന്വേഷിക്കുമെന്ന് പറയുന്നതിന് അങ്ങനെ ഒരു വാക്യത്തെ അവിടെ വളർത്തിയെടുത്ത് സ്ട്രോമാൻ ചെയ്തിട്ടാണ് അദ്ദേഹം ആ ഒരു ആർഗ്യുമെന്റ് പ്രസന്റ് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു വാക്യത്തിന് അങ്ങനെ ഒരു അർത്ഥമില്ല, ബാക്കിയെല്ലാം ഉപേക്ഷിക്കണമെന്നുള്ളൊരു അർത്ഥമില്ല. മറിച്ച് ദൈവത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഒരു അർത്ഥം വരുന്നത്. ഇതിപ്പോൾ ഹിസ്റ്ററിയിലേക്ക് നോക്കാനാണെങ്കിൽ തന്നെ ഇപ്പോൾ റോട്ട്നി സ്റ്റാർക്ക്, ആൽവിൻ ജെ ഷ്മിറ്റ് പോലെയുള്ള സോഷ്യോളജിസ്റ്റുകൾ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് അന്ന് റോമൻ സൊസൈറ്റിയിൽ വലിയ വലിയ രോഗങ്ങൾ പിടിപ്പെടുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അന്നുണ്ടായിരുന്ന ആൾക്കാരായിക്കോട്ടെ, അവരൊക്കെ ആക്ച്വലി അസുഖം ബാധിച്ചവരെ ശുശ്രൂഷിക്കാൻ അവർക്ക് ഭയമായിരുന്നു. കാരണം ആ ഒരു രോഗം പിടിപെട്ട് മരിക്കുമോ എന്നുള്ള പേടി കാരണം അസുഖം ബാധിച്ച ആൾക്കാരുടെ അടുത്തേക്ക് അവർ ചെല്ലുക പോലും ഇല്ലായിരുന്നു. പക്ഷേ ഓരോ മനുഷ്യനെയും എന്താ പറയുക, ട്രീറ്റ് ചെയ്യുന്നത് ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു ഡ്യൂട്ടി ആണെന്ന് കണ്ടിട്ട് ക്രിസ്ത്യൻസ് ആണ് അന്ന് മനുഷ്യരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കാര്യം ഇവർ പറയുന്നുണ്ട്. ഹിസ്റ്റോറിയൻസ് ആയിട്ടുള്ള ആൽവിൻ ജെ ഷ്മിറ്റ്, റോട്ട്നി സ്റ്റാർക്ക് അവരുടെ പുസ്തകങ്ങളൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അതെ, അതാണ് അവിടെ ഒരു ഇതായിട്ട് വരുന്നത്. പിന്നെ അദ്ദേഹം സയൻസിന്റെ ഉള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ ആക്ച്വലി ക്രിസ്ത്യൻ ഡോക്ടറിൻസിൽ നിന്നാണ് ലോകത്തെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ തന്നെ മിഡിയുള്ള ആൾക്കാർക്ക് കൂടുതലും വന്നുകൊണ്ടിരുന്ന ഒരു കാര്യം ഹിസ്റ്റോറിയൻസ് നോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഹിസ്റ്റോറിയൻ പീറ്റർ ഹാരിസിന്റെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്,
ദ ഫാൾ ഓഫ് മാൻ ആൻഡ് ദ ഫൗണ്ടേഷൻസ് ഓഫ് സയൻസ്. ആ ബുക്കിന്റെ പേര് തന്നെ ഇതാണ്, മനുഷ്യന്റെ വീഴ്ചയും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനങ്ങളും. അതാണ് അദ്ദേഹത്തിന്റെ ടൈറ്റിൽ, ആ ബുക്കിന്റെ ടൈറ്റിൽ തന്നെ. അഥവാ ആ മനുഷ്യൻ വീണുപോയി, ഏതൻ തോട്ടത്തിലായിരുന്ന മനുഷ്യൻ വീണുപോയി എന്നുള്ള ആ ബിബ്ലിക്കൽ ഡോക്ടറിൽ നിന്ന് ബേസ് ചെയ്തിട്ടാണ് മോഡേൺ സയൻസിന്റെ ഫൗണ്ടേഷൻസ് വരുന്നത് എന്നുള്ള രീതിയിലാണ് ഹിസ്റ്റോറിയൻസ് പറയാറുണ്ട് അങ്ങനെ പൊതുവെ. ആൻഡ് പണ്ടത്തെ ആളുകൾ എക്സ്പെക്ട് ചെയ്തു നേച്ചറിൽ എന്താണ് ദൈവത്തെ കാണുവാൻ കഴിയുന്നവർ എക്സ്പെക്ട് ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവം ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഐഡിയ അവർക്കുണ്ടായിരുന്നു. ആൻഡ് ദൈവം ഇന്റലക്ച്വൽ ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ നേച്ചർ, ബുദ്ധിമാനായ സൃഷ്ടാവ് ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ സൃഷ്ടി ദൈവത്തിന്റെ എന്താണ് ആ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഇന്റലക്ച്വൽ ആസ്പെക്ട്സിനെ വെളിപ്പെടുത്തുന്ന ഒരു തോട്ട് അവർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, അവര് പ്രകൃതിനെ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിച്ചു. പിന്നെ നമ്മൾ ഹിസ്റ്ററിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എന്താണ്, അവർ എക്സ്പെരിമെന്റൽ അഥവാ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കടക്കാനുള്ള കാരണം ഇത്തരത്തിലുള്ള ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് ആയിരുന്നു. സോ അവര് ബൈബിളിനെ മാറ്റി വെച്ചിട്ട് പഠിച്ചു എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ ആക്ച്വലി. കാരണം അത് ബൈബിളിൽ നിന്നുള്ള പോയിന്റ്സ് ഉൾക്കൊണ്ടിട്ടാണ് അവർ ആക്ച്വലി അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തുന്നത്. അവർക്ക് താല്പര്യമായിരുന്നു ദൈവം എങ്ങനെ ലോകത്തെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ഇതിന്റെ പിന്നെ ഒരു ക്രിയേറ്റർ ഉണ്ടെങ്കിൽ എന്താണ്, ഈ ലോകത്തെ പറ്റിയുള്ള പഠനം ക്രിയേറ്ററിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കും എന്നുള്ളൊരു നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ തന്നെ പണ്ടത്തെ ആൾക്കാർ കണ്ടെത്തി ഞാൻ ലോ എന്ന പേരിലാണ്, ഉദാഹരണത്തിന് ലോ ഓഫ് ഗ്രാവിറ്റി. സോ അവർ ചിന്തിച്ചു there is a lawgiver. ഒരു ലോ ഗിവർ ഉള്ളത് കൊണ്ടാണ് ഒരു ലോ ഓഫ് ഗ്രാവിറ്റി, അങ്ങനെ ലോസ്, നാച്ചുറൽ ലോസിന് പേരിടാനുള്ള കാരണം. സോ ഒരു വെസ്റ്റ് ബിൽഡ് ആയിട്ടിരിക്കുന്ന ഈ ഒരു വെസ്റ്റിൽ വന്നിരിക്കുന്ന ക്യാപിറ്റലിസം സോഷ്യോളജിസ്റ്റ് അവർ ചോദിക്കുന്നുണ്ട്, വൈ ദിസ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ ദി അതർ പാർട്സ് ഓഫ് ദി വേൾഡ്. എന്തുകൊണ്ട് വേറെ ഈസ്റ്റേൺ റീജൻസിൽ എന്തുകൊണ്ട് ക്യാപിറ്റലിസം വന്നില്ല? കാരണം ഈസ്റ്റേൺ റീജൻസിലുണ്ടായിരുന്ന ഫിലോസഫീസ് ക്യാപിറ്റലിസം ബിൽഡ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള ഫിലോസഫീസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മാർട്ടിൻ ലൂതർ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആയിരുന്നവർ സോ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആയിരുന്നവർ US-ലേക്ക് നോർത്ത് അമേരിക്കയ്ക്ക് കുടിയേറിയവരെല്ലാം അവർക്കൊരു കാൽവിനിസ്റ്റിക് പ്രിൻസിപ്പിൾസ് എല്ലാം ഉണ്ടായിരുന്നു, പ്രൊട്ടസ്റ്റന്റ് എത്തിക് ഉണ്ടായിരുന്നു. സോ അവരുടെ തിയോളജിയുടെ ബേസിൽ നിന്നും കൂടിയാണ് അവിടെ വന്നിരിക്കുന്നത് അവരുടെ ഡെവലപ്മെന്റ്സ്, പല രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് എല്ലാം വന്നിരിക്കുന്നത്. സോ ആ ഒരു പ്രിൻസിപ്പിൾസ് ഈ ഒരു ഈസ്റ്റേൺ റിലീജിയൻസിലുള്ള അല്ലെങ്കിൽ ഈസ്റ്റേൺ സൈഡിലുള്ള ഫിലോസഫീസിലെ ആ ഡെവലപ്മെന്റ്സിന് ആവശ്യമായിരുന്ന പ്രിൻസിപ്പിൾസ് ഇവിടെ ആബ്സെന്റ് ആയിരുന്നു എന്നുള്ള സംഭവം. സോ ദിസ് പ്യൂർലി കംസ് ഫ്രം ഒരു ബിബ്ലിക്കൽ ബേസിസ്. ഇപ്പൊ സയൻസിന്റെ കേസിലാണെങ്കിൽ നമ്മൾ പ്യൂർലി ബിബ്ലിക്കൽ ഡോക്ട്രിൻസ് അല്ലെങ്കിൽ ബിബ്ലിക്കൽ തോട്ട്സ് ആണ് മോഡേൺ സയൻസിന്റെ ബേസിസ് വെച്ചിരിക്കുന്നത്. പ്യൂർലി ബിബ്ലിക്കൽ തോട്ടാണെന്നല്ല പറയുന്നത്, പക്ഷെ എങ്കിൽ തന്നെയും ഇറ്റ് വാസ് എ മോഡേൺ സയൻസ് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായും ബിബ്ലിക്കൽ ഡോക്ട്രിൻസ് പല സ്ഥലം ഇപ്പോൾ ബ്രോ പറഞ്ഞ ഒരു ഇൻവോക്ക് ചെയ്ത ഒരു പുസ്തകം. സോ ദിസ് ഈസ് പ്യൂർലി നെഗ്ലക്റ്റിംഗ് ദി ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ്. തീർച്ചയായും ഇപ്പൊ നോഹ ജെഫ്രോൺ എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജനറേഷൻസ് ഓഫ് ഹിസ്റ്റോറിയൻസ് ആൻഡ് സോഷ്യോളജിസ്റ്റ് ഒബ്സർവ് ദിസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇപ്പൊ നമ്മള് ഇന്ന് ഒരു സുപ്രഭാതം വന്നിട്ട് പറയുകയല്ല ക്രിസ്ത്യാനിറ്റി ഇത് കോൺട്രിബ്യൂട്ട് ചെയ്ത്, അങ്ങനെയല്ല പറയുന്നത്. മറിച്ച് ജനറേഷൻസ് ആയിട്ടുള്ള ഹിസ്റ്റോറിയൻസും ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ ഇത് ഹിസ്റ്റോറിയൻസിനായിട്ട് അറിയപ്പെടുന്ന ഒരു ഫാക്ട് ആണ്. നമ്മളിവിടെ പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയാണ് സയൻസിനെ പൊക്കിക്കൊണ്ടുവന്നത്, അങ്ങനത്തെ രീതിയിലല്ല പറയുന്നത്. പക്ഷെ ക്രിസ്ത്യാനിറ്റി ഇറ്റ്സ് വെരി സിഗ്നിഫിക്കൻറ്റ്, വളരെയധികം പ്രാധാന്യം വഹിക്കുന്നതാണ്. ചില നിരീശ്വരവാദികളൊക്കെ പറയാറുണ്ട് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ മറ്റു റിലീജിയൻസ് എന്താണ് ശാസ്ത്രത്തെ കുറെ തടുത്തു, അങ്ങനത്തെ രീതിയിലൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് ശാസ്ത്രം കുറെ പുറകിലേക്ക് പോയി ഡാർക്ക് ഏജസ് എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മളൊരു ഹിസ്റ്റോറിയന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എന്താണ് അവർ കാര്യം ചിരിച്ചിട്ടല്ലാണ് ആക്ഷൻ ചെയ്യുന്നത്. ക്രിസ്ത്യാനിറ്റി വാസ് ക്രൂഷ്യൽ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് സയൻസ്. അത് എല്ലാ ഹിസ്റ്റോറിയൻസ് അംഗീകരിക്കാൻ ഇതൊരു ഡിബേറ്റ് ടോപ്പിക് പോലും അല്ല ആക്ച്വലി. ഇറ്റ്സ് എ വെൽ എസ്റ്റാബ്ലിഷ് ഫാക്ട് ഇൻ ഹിസ്റ്റോറിസിറ്റി. അല്ലാതെ ഏത്തിയസ്റ്റിക് ആയിട്ട് ഹിസ്റ്റോറിയൻസ് ആണെങ്കിൽ പോലും ഇനി അല്ല. ഇപ്പോൾ ഏത്തിയസ്റ്റിക് ഏത്തിയസ്റ്റിക് പേഴ്സൺസ് ഇവിടെ ഇന്ത്യയിലുള്ള ഏത്തിയസ്റ്റിക് സ്പോക്സ് പേഴ്സൺസ് ആണ് പലരും. ഇപ്പോൾ കമലഹാസൻ പോലും അദ്ദേഹം പറയുന്നുണ്ട് സയൻസിന്റെ കേസും പിന്നെ മെഡിക്കേഷൻസിന്റെ കേസും ഇന്ത്യയിലെ മിഷണറീസ് വന്ന് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ട്. സോ ഈ മിഷണറീസ് ചെയ്തതെല്ലാം ബിബ്ലിക്കൽ തോട്ടിന് ഓപ്പോസിറ്റായി ചെയ്തതെന്ന് പറയുന്നത് അത് അതിനൊന്നും മറുപടി പറയാനില്ല. സോ നമുക്ക് ഇതിപ്പോ നമുക്ക് ഈ ഒരു കാര്യത്തില് സയൻസിന്റെ കാര്യത്തിൽ നമുക്ക്
ക്രിസ്ത്യൻ ഹിസ്റ്റോറിയൻസിനെ തന്നെ കോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇഷ്ടം പോലെ ഒരു അതെ കിട്ടും. ഇതിപ്പോ ഡേവിഡ് സി ലിംബർഗ് ആയിക്കോട്ടെ, റൊണാൾഡോ നമ്പേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരുപാട് യെസ് 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 ഹിസ്റ്റോറിയൻസ് ഉണ്ട്. ഇവരൊക്കെ കൃത്യമായിട്ട് ക്രിസ്ത്യാനിറ്റി സയൻസുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുക ഹിസ്റ്റോറിക്കലി, അതെല്ലാം കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തൊരു പോർഷനിലേക്ക് പോകാം, അദ്ദേഹത്തിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട്. എന്താണ് രോഗം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. രോഗം വന്നാൽ എന്താ ചെയ്യണേ? നിങ്ങൾ പോയി സഭയിലെ ശ്രേഷ്ഠന്മാരെ കാണുക, അവര് കൈവച്ച് അവരെ തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുക. അപ്പൊ നിങ്ങളുടെ പാപം പോകുമ്പോൾ രോഗം പോകും. ഇതാണ് യാക്കോബ് ശ്ലീഹ ലേഖനം 5:14 വാക്യം പറയുന്നത്. ഇതാണ് ചെയ്യേണ്ടത്. ഇതിന് വരെ ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചെങ്കിൽ അവിടെ നിങ്ങൾ നിങ്ങളുടെ വചനം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ എത്തീസ്റ്റിലേക്കാണ് വന്നത്. എത്തീസ്റ്റ് ആയിട്ടുള്ള മാർഗ്ഗങ്ങളാണ്, അതായത് നിങ്ങൾ എത്തീസ്റ്റ് ആകണമെന്ന് ഞാൻ പറയുന്നില്ല. എത്തീസ്റ്റ് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ, സയൻസിന്റെ മാർഗ്ഗങ്ങളാണ്, ദൈവം ഇല്ലാത്തതിന്റെ മാർഗ്ഗങ്ങളാണ് നിങ്ങൾ സ്വീകരിച്ചത്. അതൊന്നും ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നു. അങ്ങനെ സ്വീകരിച്ചെങ്കിൽ നിങ്ങൾ വലിയൊരു കാര്യമാണ് ചെയ്തത്. പിന്നെ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ സയൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്തീസമാണ് ഫോളോ ചെയ്യുന്നത്. എത്തീസത്തിന്റെ മാർഗമാണ് സയൻസ്. ആൻഡ് നമുക്കിപ്പോൾ രോഗം വന്നാൽ എന്ത് ചെയ്യണമെന്നും ബൈബിൾ എന്താണ് പറയുന്നതെന്നും അദ്ദേഹം പറയുന്നു. അതിനോട് എന്താ റെസ്പോൺസ്? എന്താ ഇത് തീർച്ചയായും പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ജസ്റ്റ് ഫോളോയിങ് എ മോഡേൺ മെത്ത്, അഥവാ സയൻസും റിലീജിയനും ഓപ്പോസൈറ്റ്സ് എന്നുള്ള ഒരു ടൈപ്പ് മോഡേൺ മെത്താണ് അദ്ദേഹം വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അഥവാ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ദൈവവിശ്വാസം തള്ളുന്നു, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു, അങ്ങനത്തെ ഒരു ആശയമാണ് അദ്ദേഹം മുന്നിലോട്ട് വയ്ക്കുന്നത്. ബൈബിൾ അങ്ങനെ ഒരു സംഭവം പറയുന്നില്ല. ബൈബിൾ അങ്ങനെ ഒരു സംഭവം പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. ആൻഡ് എൻഡ്രോസ് ചെയ്യുന്ന അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്നില്ല. ആൻഡ് ഈവൻ ഇഫ് ഏറ്റവും വലിയ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം ലൂക്ക് ആരായിരുന്നു? അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. ഹി വാസ് എ ഫിസിഷ്യൻ ആക്ച്വലി. ആൻഡ് നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ നമ്മുടെ ഓൾഡ് ടെസ്റ്റമെന്റിലേക്ക്, അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഓൾഡ് ടെസ്റ്റമെന്റിലേക്ക് പോകണമെങ്കിൽ തന്നെയും അവിടെ നമുക്ക് പാസ് കാണാൻ പറ്റും. ദൈവം തന്നെ പറയുന്നു, എന്താണ്, നീ നിന്റെ കൂട്ടുകാരനായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് അവന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നീ അവനെ ചികിത്സിപ്പിക്കണം എന്നുള്ള രീതിയിൽ പറയുന്നു. ദൈവത്തിന് സൗഖ്യമാക്കാനായിട്ടാണോ? അല്ല. നമ്മുടെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആൻഡ് കുറച്ച് കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു. സോ നമ്മൾ ചികിത്സിപ്പിക്കുന്നു. അതൊക്കെ ഒരു സോഷ്യൽ ലൈഫിന്റെ ഭാഗമാണ്. അപ്പൊ അതൊന്നും ബൈബിൾ എതിർക്കുന്നില്ല. അതൊരു റെലവെന്റ് അല്ലാത്ത പോയിന്റ് ആണ്. സോ ബൈബിളിൽ ഇല്ലാത്ത ഒരു കാര്യത്തെ നമ്മൾ അതിലേക്ക് റീഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇറ്റ്സ് നോട്ട് ചാരിറ്റബിൾ ആക്ച്വലി. വൺ മോർ തിങ്, യേശു പറയുന്ന പല ഉപമകളിലും ഈ ഒരു സംഭവം കൂടെ ഉണ്ട്. ഇപ്പോൾ ശമാരിറ്റിന്റെ തീർച്ചയായും ഒരു ഉപമ എടുത്ത് നോക്കുകയാണെങ്കിൽ സത്രത്തിൽ പോയി മെഡിസിൻസ് വെച്ച് കെട്ടി പരിചരിക്കുന്ന ഒരു സീൻ അവിടെ യേശു എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ല? സോ മെഡിക്കേഷൻസ് അല്ലെങ്കിൽ സയൻസ് ഒരു എന്തെങ്കിലും ഒരു ഹെൽത്തിനൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് അഗൈൻസ്റ്റ് ഫെയ്ത്ത്. ക്രിസ്ത്യാനിറ്റി അത് മുമ്പിലോട്ട് വെക്കുന്നില്ല. അത് ഇറ്റ്സ് ലൈക്ക് യു സെഡ് ജസ്റ്റ് എ മോഡേൺ മെത്ത്. പിന്നെ സയൻസ് വേഴ്സസ് ഫെയ്ത്ത് എന്നുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള ഇറലവന്റും ഒരു ബേസിസ് ഇല്ലാത്ത ഒരു ഐഡിയ കൂടെ അദ്ദേഹം ഇവിടെ ഒന്ന് പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. സോ ബ്ലസ്ഡ് ബ്രോ. അദ്ദേഹം ഇവിടെ പറയുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഫെയ്ത്ത് ഓർ മെഡിസിൻ. ഒന്നുകിൽ നിങ്ങൾ ഫെയ്ത്ത് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മെഡിസിൻ ആക്സെപ്റ്റ് ചെയ്യുക. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോവില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് പക്ഷേ യാക്കോബിന്റെ ലേഖനത്തിൽ അങ്ങനെ ഒരു ഇംപ്ലിക്കേഷൻ അവിടെ ഇല്ല. ഉദാഹരണത്തിന് അതേ ലേഖനത്തിൽ 2-ാം അധ്യായം 15-ാം വാക്യം നോക്കാനാണെങ്കിൽ, സഹോദരനോ സഹോദരിയോ നഗ്നരും അന്നന്നത്തെ ആഹാരമില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി ഈ കാര്യവും ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് കിട്ടാതിരുന്നാൽ ഉപകാരം എന്ത് എന്നാണ് ചോദിക്കുന്നത്. യാക്കോബ് ആ ഒരു ഫെയ്ത്ത് എടുക്കുന്നത്, ഫെയ്ത്ത് മാത്രമേ പാടുള്ളൂ എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു എങ്കിലും യാക്കോബിന് ഇങ്ങനെ പറയാമായിരുന്നു, അങ്ങനെയുള്ള ആൾക്കാരോട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വസ്ത്രവും ഭക്ഷണവും ആരും എന്നോട് ദൈവം തന്നോട് നിങ്ങൾ പോക്കോ എന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ യാക്കോബ് അങ്ങനെ ഐഡിയ അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നില്ല. തീർച്ചയായും നമ്മളിപ്പോ ബൈബിളില് പ്രവാചക പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ തന്നെ അവിടെ ദൈവം പറയുന്നുണ്ട്, വ്യാജ പ്രവാചകന്മാർ എന്റെ ജനത്തിന്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. അത് ഈവൻ ദോ ഇറ്റ്സ് പ്രൊഫറ്റിക് ലെവലാണെങ്കിലും അവിടെ എന്താണ് ഒരു മെഡിക്കൽ ഇംപ്ലിക്കേഷൻ ആണ് ആക്ച്വലി അവിടെ വരുന്നത്. അവർ എന്റെ ജനത്തിന്റെ മുറിവ് പഴുപ്പ് ഞെക്കിക്കളഞ്ഞ് മുറിവ് വെച്ച് കെട്ടുന്നില്ല. സോ ബൈബിൾ ഇസ് നോട്ട് അഗൈൻസ്റ്റ് മെഡിസിൻസ് ആക്ച്വലി. അത് ജസ്റ്റ് ഒരു ഇർലവന്റ് പോയിന്റ് ആണ്. അത് യാതൊരു ബേസും ഇല്ലാത്തൊരു പോയിന്റ് ആണ്. അതൊരു ന്യൂ ഏജിസ്റ്റ് മിത്താണ് ആക്ച്വലി. എനിക്ക് ഇപ്പൊ ഒരു ഓർമ്മ വരുന്നത്,
ലോറൻസ് ക്രൗസും ഇൻസ്പയറിംഗ് ഫിലോസഫിയുടെ സ്പീക്കർ മൈക്കിൾ ജോൺസും അവർ തമ്മിൽ ഈ ഒരു ഡിബേറ്റ് നടന്നിരുന്നു. സോ ലോറൻസ് ക്രൗസ് പറഞ്ഞു വരുന്നുണ്ട് ഏൻഷ്യൻ ഫിലോസഫേഴ്സ് അവരെല്ലാം സയൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവർ സെക്യുലറിസ്റ്റ് ആയിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു വരുന്നുണ്ട്. സോ ആ ഒരു രീതിയിൽ ഇപ്പോൾ സയൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതൊരു ഏത്തിയിസ്റ്റ് പ്രാക്ടീസ് ആണെന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ബോഗസ്. ദാറ്റ്സ് ഓൾ. സോ നമുക്ക് നെക്സ്റ്റ് ഒരു മൊമെന്റിലേക്ക് കടത്തുവാം. പ്രാർത്ഥിച്ചാൽ പോരെ. ഇനി അടുത്തത് നമ്മൾ സ്റ്റഡീസ് തന്നെ ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ സ്റ്റഡീസ് ഒക്കെ നോക്കി എന്താണ് നിരീശ്വരവരാണ് കൂടുതൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. അതൊന്നും അങ്ങനെ നമ്മൾ ആ കാര്യം അത് ഓരോരുത്തരും നടത്തുന്നതിൻ്റെ ബയസൊക്കെ അനുസരിച്ചിരിക്കും. അതിൻ്റെ സാമ്പിളൊക്കെ നോക്കണം. അത് വിശദീകരിച്ച് ഇപ്പം നോക്കാനുള്ളൊരു സമയമില്ല. എന്നാലും പറഞ്ഞാൽ അടുത്തത് ബൈബിളും അദ്ദേഹം അടുത്ത പോയിന്റിലേക്ക് കടക്കാനുള്ള തിടുക്കത്തിലാണ്. ആ തിടുക്കത്തിൽ ഒരു പോയിന്റ് അങ്ങ് പറഞ്ഞു പോകുന്നു. പക്ഷെ ആ പോയിന്റ് പറയുന്നതിന് അദ്ദേഹം പറഞ്ഞ പേപ്പേഴ്സ് അദ്ദേഹത്തിന് കോട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്, പക്ഷെ കോട്ട് ചെയ്യുന്നില്ല. പിന്നെ പറയുന്നുണ്ട് കോട്ട് ചെയ്യുന്ന പേപ്പേഴ്സ് എല്ലാം ബയസ്ഡ് ആണ്, എല്ലാ സ്റ്റഡീസും ബയസ്ഡ് ആ ഒരു ലെവലിലാണ് അതിന്റെ റിസൾട്ടുകൾ വരുന്നതെന്ന് പറയുന്നു. ഒരു അക്കാഡമിക്കൽ പ്രൊസീജിയറിനെ ഒരു ഡിമിനിഷ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടോക്ക്. വാട്ട് ഡു യു തിങ്ക് ഓഫ് ഇറ്റ്? കാര്യം അദ്ദേഹം സ്റ്റഡീസ് ഒന്നും പറയുന്നില്ല. കുറെ സ്റ്റഡീസ് ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ ദർ ഇസ് നോ റെഫറൻസ് അറ്റ് ഓൾ. പറയുന്നു ഇങ്ങനെ കുറെ സ്റ്റഡീസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹം അടുത്ത പോയിന്റിലേക്ക് ചാടി കിടക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറിച്ചവിടെ ഇതൊന്നും പറയുന്നില്ല, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അങ്ങനെ ശ്രമിക്കുന്നൊന്നുമില്ല. അദ്ദേഹം പെട്ടെന്ന് ആ തിടുക്കത്തിലാണ് കാര്യം, അദ്ദേഹം തിടുക്കത്തിലാണ് ആക്ച്വലി അവിടെ വരുന്നത്. പ്ലസ് ചിന്തിക്കുന്നതിനെ പറ്റി അദ്ദേഹം പറഞ്ഞ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് റിസർച്ചിലേക്ക് ഒന്ന് നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ് കാണുന്നത്. സോ ഞാനിവിടെ ഒരു സ്റ്റഡി കോട്ട് ചെയ്യാം. സയൻസ് ഡയറക്ടറിൽ നിന്നുള്ളതാണ്. അവിടെ ഈ ഒരു സ്റ്റഡി കിട്ടും. സ്റ്റഡിയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് വൈ ആർ റിലീജിയസ് പീപ്പിൾ ഹാപ്പി, ദ എഫക്ട് ഓഫ് ദ സോഷ്യൽ നോം ഓഫ് റിലീജിയോസിറ്റി അക്രോസ് കൺട്രീസ്, ഓൾഗ സ്റ്റാവ്രോവ. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ദ റിസൾട്ട്സ് ഓഫ് എ മൾട്ടി ലെവൽ റിഗ്രഷൻ അനാലിസിസ് സജസ്റ്റ് that religious individuals are on average happier and more satisfied with life than non-religious individuals. അതായത് റിലീജിയസ് ആയിട്ടുള്ളവർ നോൺ റിലീജിയസ് ആയിട്ടുള്ളവരെക്കാളും കൂടുതൽ ഹാപ്പിയർ ആണ്, അവരവരുടെ ലൈഫിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് റിസർച്ചസ് പറയുന്നത്. പിയർ റിവ്യൂഡ് ആയിട്ടുള്ള അനാലിസിസ് എല്ലാം പറയുന്നത്. എല്ലാ സ്റ്റഡി അങ്ങനെയാണോ പറയുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ബട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പോയിന്റ് സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു സ്റ്റഡി സൈറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് നമ്മൾ കുറച്ച് റിസർച്ച് നടത്തിയപ്പോൾ കിട്ടിയത് ഇങ്ങനെയാണ്. ഇതിന്റെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ തന്നെയും ഈ ഒരു ഐഡിയോളജി വെച്ചിട്ട് എങ്ങനെ ഹാപ്പി ആയിരിക്കുന്ന ഒരു ചോദ്യം അവിടെ ആക്ച്വലി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഒരൊറ്റ പോയിന്റ് അതിന് മുമ്പ് എയ്ത്തീസത്തിന്റെ ഇംപ്ലിക്കേഷൻസ് അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹം ആ ഒരു പോയിന്റ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. വാട്ട് ഈസ് ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് എയ്ത്തീസം, അതിന്റെ ഒരു റിപ്പർക്കഷൻസ്, അതിന്റെ ഇംപ്ലിക്കേഷൻസ്. ഇപ്പോൾ എയ്ത്തിസ്റ്റിക് ഫിലോസഫി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് ഒരു ലോജിക്കൽ തലത്തിൽ നിന്ന് ഒന്ന് ചിന്തിച്ച് ഒരു ഐഡിയ കിട്ടാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം ആ ഒരു പോയിന്റ് പറഞ്ഞത്. യു കണ്ടിന്യൂ ചെയ്യാം. ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിയസ്റ്റിൽ എന്താണ് മരണത്തോടെ എല്ലാം തീരുന്നു. സോ മനുഷ്യർക്ക് പ്രത്യേകിച്ചൊന്നും ഹോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോ എങ്ങനെ ജീവിച്ചാലും എങ്ങനെ ജീവിച്ചില്ലെങ്കിലും ഇറ്റ് ഡസന്റ് മാറ്റർ. അറ്റ് ദെൻ വി ഡൈ. അത് പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല, നമ്മൾ എങ്ങനെ ജീവിച്ചാലും ഡസന്റ് മാറ്റർ. സോ ഒരു പ്രതീക്ഷയില്ലാത്ത ജീവിതം, നമ്മൾ റാൻഡംലി ഇവിടെ വന്നു, നമ്മൾ റാൻഡംസിലേക്ക് പോകുന്നു, ആൻഡ് ആഫ്റ്റർ ഓൾ വി ഡൈ. സോ ഒരു പ്രതീക്ഷയില്ലാത്തൊരു ജീവിതമാണ്. അപ്പൊ നമ്മള് ഏരിയസ് ഐഡിയോളജി നോക്കി നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. അതായത് എക്സിസ്റ്റൻഷ്യലിസം, അബ്സർഡിസം, നിഹിലിസം എന്ന് പറഞ്ഞ ഒരുപാട് കാണാൻ പറ്റും. ആ നീറ്റ്ഷെ പോലുള്ള അനേകം തത്വചിന്തകരൊക്കെ ഇതിനെപ്പറ്റി അനേകം പ്രതിപാദിച്ചിട്ടുള്ളവരാണ്. സോ ഏതിയസ്റ്റിന് അതിനൊന്ന് എസ്കേപ്പ് ചെയ്യണം, ഇങ്ങനെ ഒരു ഹോപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏതിയസ്റ്റിന് പറ്റുന്നില്ല. ആഷ് ബ്രോ പിന്നെയും തന്റെ കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ് ആകുമ്പോഴത്തേക്ക് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, ദർ ഇസ് നോ ഹോപ്പ് ഇൻ ഏതിയസം. ബട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഈവൻ നിങ്ങൾ ആഫ്റ്റർ ലൈഫിന്റെ കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ വരുന്നില്ല എങ്കിലും, അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലേക്ക് വരുന്നില്ലെങ്കിലും, ആ ഒരു തീസ്റ്റിക് ലെവലിൽ നോക്കുമ്പോഴാണ് ദർ ഇസ് ഹോപ്പ് ഫോർ മാൻ. ഇപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ക്രിസ്ത്യാനിറ്റി മുമ്പിലോട്ട് വയ്ക്കുന്നതിനാൽ അത് തന്നെയല്ല നമുക്ക് വേണ്ടത്. നമുക്കൊരു ഹോപ്പ് ഉണ്ട്, ദർ ഇസ് എ ഹോപ്പ് ഫോർ us. നമുക്ക് ജീവിക്കുന്നതിന്റെ പ്രതീക്ഷയുണ്ട്, നമ്മുടെ ജീവിതത്തിനൊരു അൾട്ടിമേറ്റ്ലി ഒരു വാല്യൂ, അതങ്ങനത്തെ ഒരു മൂല്യം എല്ലാം കടന്നു വരുന്നതിന് ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ഏത് നമുക്ക് എന്ത് വാല്യൂ ആണ് കൊടുക്കാൻ പറ്റുന്നത്, എന്ത് മൂല്യമാണ് ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്നത്? കൃത്യമായിട്ട് എയ്ത്തിസ്റ്റിക് ഐഡിയോളജീസ് മനസ്സിലാക്കിയവരും അതിനെ ഫോളോ ചെയ്തവരെല്ലാം പറയുന്നുണ്ട് ദർ ഇസ് നോ മീനിങ് ഫോർ ലൈഫ്. ആന്ത്രപ്പോളജിസ്റ്റ് ആയിരിക്കുന്ന ഇസ്ലാമിസ്റ്റ് ലോറൻ ഐസ്ലി അദ്ദേഹം പറയുന്നുണ്ട് മാൻ ഈസ് ദി കോസ്മിക് ഓർഫൻ.
ഇഫ് ദർ ഇസ് നോ ഗോഡ് ദെൻ മാൻ ഇസ് ദി കോസ്മിക് ഓർഫൻ. മാത്രമല്ല സ്റ്റീവൻ സി മേയർ അദ്ദേഹം പറയുന്ന ഒരു സംഭവമാണ്, ദിസ് യൂണിവേഴ്സ്, ഈ കോസ്മിക് സംഭവം ഇറ്റ്സ് ലൈക്ക് എ ജയന്റ് വീൽ. നിങ്ങൾ അതിലേക്ക് കയറുന്നു ആൻഡ് നോ വൺ ഇസ് ഗെറ്റിംഗ് ഔട്ട് എലൈവ് ഫ്രം ദാറ്റ് ജയന്റ് വീൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏണസ്റ്റ് ഹെമിംഗ്വേ, അവരെല്ലാം ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ പുസ്തകമെല്ലാം ഉണ്ട്, കിഴവനും കടലും, ദി ഓൾഡ് മാൻ ആൻഡ് ദി സീ, വളരെ പ്രോമിനന്റ് ഫേമസ് ആയിട്ടുള്ള പുസ്തകം. പക്ഷെ അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയായിരുന്നു? ഹി കമ്മിറ്റഡ് സൂസൈഡ്. ഹി വാസ് എ ടിപ്പിക്കൽ ഏത്തിയിസ്റ്റ്. അദ്ദേഹത്തിന് ഏത്തിയിസം കൃത്യമായി മനസ്സിലാക്കിയവർക്ക് ഏത്തിയിസ്റ്റിന്റെ ഇംപ്ലിക്കേഷൻസ് അറിയുമായിരുന്നു. അവർ കൃത്യമായി ഹോൾഡ് ചെയ്തിരുന്ന വ്യൂ ദർ ഇസ് നോ മീനിങ് ഫോർ ലൈഫ് ഇഫ് ദർ ഇസ് നോ ഗോഡ് എന്നുള്ളതാണ്. ആൻഡ് മാത്രമല്ല ബ്ലസ്റ്റിൻ പറഞ്ഞ പോലെ റിവ്യൂസും പിയർ വിത്ത് പേപ്പേഴ്സ് എല്ലാം അത് വളരെ ഇദ്ദേഹം പറഞ്ഞതിന് വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ക്ലെയിമാണ് മുമ്പിലോട്ട് വെക്കുന്നത്. പിന്നെ സങ്കടകര കാര്യം വെച്ചാൽ ഇത് പലർക്കും മനസ്സിലാവുന്നില്ല. ഇപ്പൊ നമ്മൾ കാണുന്ന ഏതിയസ്റ്റുകളാണ് സ്വയം അഭിമാനിച്ചു നടക്കുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ നമ്മൾ പലരുടെ ഇൻസ്റ്റാഗ്രാം ബയോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അവരിങ്ങനെ പ്രൗഡ്ലി ഇങ്ങനെ എഴുതി വെക്കും, സ്റ്റാർ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്. പക്ഷെ അവർക്കത് മനസ്സിലാകുന്നില്ല, അതിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ജസ്റ്റ് ഡസന്റ് ഹാവ് എ മീനിങ്. അത് ഏതിയസ്റ്റുകൾ കുറച്ചുകൂടെ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ആണ്. പക്ഷെ നമ്മൾ ചുറ്റും കാണുന്ന ഏതിയസ്റ്റുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഏതിയസ്റ്റിന്റെ പ്രമുഖ വാക്താക്കളായിരിക്കുന്ന ആളുകൾ പോലും അതൊന്നും ചിന്തിക്കുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളെ എന്താണ് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ്, ആ ഒരു ഇതിന് ഉത്തരം നൽകാൻ ഏതിയസം ഇസ് വെരി സ്ട്രഗിളിംഗ്. ഒരു ലൈൻ ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് റൈറ്ററുടെ പേര് ഞാൻ മറന്നു. പക്ഷെ ഇഫ് ദർ ഇസ് നോ ഗോഡ് വി ആർ ഓൾ ബാഗ് ഓഫ് സെൽസ് വിത്ത് എൻ എക്സ്പയറി ഡേറ്റ്. Bag of cells with an expiry date. How can you look at a child? How can you look at a child and given the philosophy of atheism, how can you accept the thought that that is a bag of cells with an expiry date? That's all. നിങ്ങൾക്ക് അതിനെ വളരെ കൗണ്ടർ ചെയ്യുന്ന ഒരു ഐഡിയോളജിയാണ് അവിടെ കാണുന്നത് ഇൻ ക്രിസ്ത്യൻ തോട്ട്. മെയ്ഡ് ഇൻ ദി ഇമേജ് ഓഫ് ഗോഡ്. എവറി പേഴ്സൺ ഈസ് മെയ്ഡ് ഇൻ ദി ഇമേജ് ഓഫ് ഗോഡ്. ഒരല്പം സോ ദാറ്റ്സ് ദ ഡിസ്റ്റിങ്ഷൻ. ആൻഡ് ഗിവൺ ദ ഫിലോസഫി ഓഫ് ഏത്തിയിസം, it's not a happy thought. That's not at all a happy thought. നമ്മൾ പറയുന്ന ഇവിടെ നിരീശ്വരർക്ക് ഹാപ്പി ആയിരിക്കുന്നില്ല എന്നല്ല, പക്ഷെ നമ്മൾ എന്താണ് ഈ ഒരു ഐഡിയോളജി വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താണ് അവിടെ ഹാപ്പി ആയിട്ടിരിക്കാനുള്ള ബേസിസ് നിരീശ്വരവാദത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അവിടെയും ക്രിസ്ത്യാനിറ്റി തന്നെയാണ് മുൻപിട്ട് നിൽക്കുന്നത്. അതിന് നമ്മൾ ചുമ്മാ പറയുന്നില്ല നമ്മൾ ക്രിസ്ത്യൻസ് ആയതുകൊണ്ടോ, എല്ലാവർക്കും അവരുടെ ബയാസസ് ഉണ്ടാവും, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് പറയുന്നില്ല. ജസ്റ്റ് ആ ഒരു ഐഡിയോളജി നമ്മൾ അൺബയസ്ഡ് ഒരു പോയിന്റ് നോക്കിയാൽ തന്നെ എന്താണ് ബേസ് ഇൻ ദാറ്റ്. അവിടെ ക്രിസ്ത്യാനിറ്റി തന്നെയാണ് തീയിസ്റ്റിക് ആയിട്ടൊരു വേൾഡ് വ്യൂ ആണ് മുന്നോട്ട് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റി അതിൽ കൂടുതലായിട്ടൊരു ഇംപ്ലിക്കേഷൻ കാണിക്കുന്നു, കൂടുതലൊരു റോൾ അവിടെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം പരക്കം പാഞ്ഞ് പറഞ്ഞു പോകുന്ന ഒരു ചെറിയ സെന്റൻസ് ആണ്, പക്ഷെ ചെറിയ സെന്റൻസിന്റെ മീനിങ് എത്രയുണ്ട്. ആൻഡ് ഹി ഈസ് നോട്ട് അവെയർ ഓഫ് ഇറ്റ്. ആൻഡ് മോസ്റ്റ് ഇപ്പോൾ നമ്മൾ കാണുന്ന നമ്മളോട് ഡെയിലി സംസാരിക്കുന്ന എത്തിയിസ്റ്റിക് ഫ്രണ്ട്സ് ആണെങ്കിലും അവർ ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് അറിയാതെയാണ് അവർ വളരെ പ്രൗഡായിട്ട് ബ്ലഡി എത്തിയിസ്റ്റ് എന്നുള്ള ലൈനെല്ലാം. എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല, ഈ പറഞ്ഞ പോലെ ആ ഒരു പോയിന്റിനോട് ഞാൻ കംപ്ലീറ്റ്ലി അഗ്രി ചെയ്യും. ഈ പറഞ്ഞ പോലെ ജസ്റ്റ് നമ്മൾ ലൈഫിൽ ഒരു ഏത്തിസ്റ്റ് ആണെന്നുണ്ട്, ഒരു ഏത്തിസ്റ്റ് ഫിലോസഫിയിൽ ദർ ഇസ് നോ മീനിങ് ഫോർ ലൈഫ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു സ്റ്റാറിന് ഒരു പൊടിയുടെ വാല്യൂ മാത്രമേ ഉള്ളൂ നമുക്ക്. ഒരു ഇൻഹെറന്റ് ഹ്യൂമൻ വാല്യൂവോ ഇൻട്രൻസിക് വാല്യൂവോ നമുക്ക് ലൈഫിൽ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ എന്താണ് ഒരു ഏത്തിസ്റ്റ് ഫിലോസഫിയിൽ ഒരു രീതിയിലുള്ള മോറൽ വേർത്തും മനുഷ്യനില്ല. സോ അത് പറയുമ്പോൾ പലപ്പോഴും ഏത്തിസ്റ്റുകാർക്ക് മനസ്സിലാവാറില്ല. ഇത് സഭപ്രസംഗി എക്ലസിയാസ്റ്റിസ് അതിനകത്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സഭപ്രസംഗി മുമ്പിലോട്ട് വെക്കുന്ന സൂര്യന് കീഴെ എന്നുള്ളൊരു ഐഡിയ മുമ്പിലോട്ട് വെക്കുന്നത്. ഗോഡ് പിക്ചറിലോട്ട് വന്നിട്ടില്ല. അതിനുശേഷം അതിന് അവസാനത്തോടാണ് ഗോഡ് പിക്ചറിലോട്ട് വരുന്നത്. പക്ഷെ ഫസ്റ്റ് ഒരു ദൈവമില്ലാത്തൊരു ലോകത്തെ പിക്ചറൈസ് ചെയ്യുന്നു. ആ പിക്ചറൈസ് ചെയ്യുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അതിന് 2-3 അധ്യായങ്ങൾ ഏതൊരു അധ്യായത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ മൃഗത്തിന് തുല്യമാണ്. അവനൊരു മൃഗം മരിക്കുന്നത് മനുഷ്യനും മരിച്ചു പോകും, അത്രേ ഉള്ളൂ. പക്ഷെ ദ ഹോപ്പ് ഈസ് ദാറ്റ് അറ്റ് ലാസ്റ്റ് ഗോഡ് കംസ് ടു ദ പിക്ചർ. അവിടെ ഒരു അച്ഛൻ മകനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദൈവം പിക്ചറിലോട്ട് വരുമ്പോൾ ഉള്ള ലോകം എങ്ങനെയാണെന്നുള്ള ഐഡിയ പറഞ്ഞു. സോ ദർ ഇസ് എ ക്ലിയർ കട്ട് ഡിസ്റ്റിങ്ഷൻ. സോ വർഷങ്ങൾക്ക് മുമ്പേ ഏത്തിയസ്റ്റിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് ബൈബിൾ മുമ്പിലോട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ദാറ്റ്സ് vanity of vanities. All is vanity.
സോ നമ്മുടെ തുടർന്നുള്ള ഒരു അനാലിസിസിന് ബ്ലസ്റ്റിനില്ല. ബ്ലസ്റ്റിന് എക്സാംസ് നടക്കുന്ന ദിവസത്താണ് റെക്കോർഡിംഗ് വെച്ചത്. സോ ഇത് ഏറ്റവും കംപ്ലീറ്റിംഗ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് എത്തി. പക്ഷേ ആശിഷ് പറഞ്ഞ ഒരു പോയിന്റ്, ആശിഷിന്റെ ഒരു ആർഗ്യുമെന്റ് ആയിരുന്നു എയ്ത്തീസത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു ആർഗ്യുമെന്റ് ആശിഷ് ഉന്നയിച്ചിരുന്നു. പല സ്ഥലങ്ങളിലും അത് വീണ്ടും റെപ്പറ്റേറ്റീവ് ആയിട്ട് ആശിഷ് പറഞ്ഞിരുന്നു. ആ ഒരു പോയിന്റ് നമുക്ക് കേൾക്കാം. ഇതിന് ശേഷം നമ്മളൊരു ഫസ്റ്റ് റിബട്ടൽ വരെയാണ് കേട്ടത്. പിന്നെ അതിനുശേഷം അവര് ഉന്നയിച്ചുകൊണ്ടിരുന്ന പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും റെപ്പറ്റേറ്റീവ് ആയിട്ട് പോകുമായിരുന്നല്ലോ. അതെ, വീണ്ടും അത് ആവർത്തിച്ച് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ കയറി വരും, പിന്നീട് അങ്ങനെ. പിന്നെ അനൂപ് ഐസക് അദ്ദേഹത്തിന്റെ ഒരു ശൈലി എന്തായിരുന്നു? അദ്ദേഹം ഏതൊരു രീതിയിലാണ് അദ്ദേഹം കുറെ ആർഗ്യുമെന്റ്സ് മുമ്പിലോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശൈലി എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ആ വാദം നമ്മളവിടെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് ഗിഷ് ഗാലോപ്പ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ടാക്ടിക്സ് ആണ് അദ്ദേഹം മുമ്പിലോട്ട് വെച്ചത്. ഗിഷ് ഗാലോപ്പ് പറയുന്ന ഇത്രേ ഉള്ളൂ, അപ്പോൾ നിങ്ങളുടെ എതിരാളിക്ക് മുകളിലേക്ക് ഓവർവെൽമിലി ആർഗ്യുമെന്റ്സ് ഇട്ട് കൊടുക്കുക. അഥവാ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സമയത്തിനുള്ള അദ്ദേഹത്തിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ധാരാളം ആർഗ്യുമെന്റ്സ്, അത് ആ ടോപ്പിക്കായിട്ട് റെലവെന്റ് ആവണമെന്ന് പോലും ഇല്ല, ചുമ്മാ ചറപറ എന്ന് ആർഗ്യുമെന്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ എതിരാളി ഓരോന്നും പെറുക്കിയെടുത്ത് അതിന് റിയാക്ട് ചെയ്യട്ടെ, അങ്ങനത്തെ ഒരു തരത്തിലാണ് ഗിഷ്നാലോക്ക് പറയുന്നത്. സോ അനൂപ് ഐസക് അദ്ദേഹം ആ ഒരു ഡിബേറ്റിന്റെ ഒരു പോയിന്റിലേക്ക് വരാതെ അദ്ദേഹം ബൈബിളിലെ കുറെ സംഭവങ്ങൾ എടുത്തിട്ട് ആ ഓരോ പോയിന്റ് റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ബൈബിളിലെ കുറെ സാഹചര്യങ്ങൾ അവരുടെ ഡിസ്ക്രിപ്ഷൻസ് ആയുള്ള സംഭവങ്ങൾ എടുത്തിട്ട് അതെല്ലാം കൂടെ ആശിഷ് ബ്രോയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിന് ഓരോന്നിനും റെസ്പോണ്ട് ചെയ്യണം. അങ്ങനത്തെ നമ്മുടെ ക്രോസ് ഫയർ സെഷനിലേക്ക് നോക്കുമ്പോൾ അതാണ് കാണുന്നത്. അദ്ദേഹം ആ ഒരു ബേസിൽ നിൽക്കാതെ ഇന്ന വചനത്തെ താങ്കൾ എങ്ങനെ വ്യാഖ്യാനിക്കും, ഇന്ന ഇതിലേക്ക് താങ്കൾ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്, അങ്ങനത്തെ ഒരു ടാക്ടിക്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. സോ അതവിടെ റെലവന്റ് ടോപ്പിക്കിലേക്ക് വരുന്നില്ല. ടോപ്പിക്കിലേക്ക് വരാതെ ഒരു ഗിഷാലോപ്പിംഗ് അറ്റാക്കാണ് അവിടെ ആക്ച്വലി നടത്തുന്നത്. സോ അതൊരത്ര നല്ല ടാക്ടിക്സ് അല്ല അവിടെ. ഈ ഒരു തെറ്റായ രീതിയിൽ പല വേഴ്സസും, പലതല്ല എല്ലാ വേഴ്സസും തെറ്റായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അതിന് കൃത്യമായി അതിന് ഉത്തരം പറയേണ്ട ബേർഡൻ ചുമതല നമ്മുടെ തലയിലേക്ക് കൊണ്ട് ചുമത്തുകയാണ്. കുറെ ചെറിയപ്പയ്ക്ക് ചെയ്തിട്ട് നിങ്ങൾ എല്ലാത്തിനും ആൻസർ ചെയ്യണം എന്നുള്ള രീതിയിൽ ആ ഒരു ഡിബേറ്റ് പോയിന്റിലേക്ക് വരുന്നില്ല. ഡിബേറ്റ് പോയിന്റ് അതല്ല ആക്ച്വലി. അദ്ദേഹം എയ്ത്തീസത്തിന് വേണ്ടിയുള്ള ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുന്നില്ല. എയ്ത്തീസത്തിന്റെ മോറൽ വാല്യൂസുള്ള സൊസൈറ്റീസ് ആണ് നല്ലത് എന്നുള്ള ഒരു ആർഗ്യുമെന്റ്സ് വെക്കുന്നില്ല. ഇവൻ ഇഫ് ഇതിനെ അക്യൂസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് എയ്ത്തീസം അതിന് ബദലാകുന്നില്ല. എയ്ത്തീസത്തിന് ബദൽ എയ്ത്തീസം ഈസ് ഗുഡ് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സ് വെച്ച്. സോ നമുക്ക് ലാസ്റ്റ് റിബട്ടലിലാണെന്ന് തോന്നുന്നു ആശിഷിന്റെ ഒരു പോയിന്റ്, ആശിഷ് ആ ഒരു പറഞ്ഞ ഒരു പോയിന്റ് നമുക്കൊന്ന് കേൾക്കാം. റൈറ്റ് നൗ ഇനി ഞാൻ ഒരു കാര്യം കൂടെ ലാസ്റ്റ്, എനിക്ക് 1 മിനിറ്റ് കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ നിരീശ്വരവാദം വളർന്നു വരുന്ന ഒരു സൊസൈറ്റിയും ത്രൈവ് ചെയ്യുന്നില്ല. ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞത് ഫെർട്ടിലിറ്റി റേറ്റ്സ് ഡൗൺ ആവുക. ഞാൻ പറഞ്ഞല്ലോ 5% കൂടുതൽ നിരീശ്വരവാദികൾ ഒരു സംസ്ഥാനത്ത് തുടങ്ങി. അത് കേരളത്തിൽ പോലും. കേരളത്തിലെ ഫെർട്ടിലിറ്റി റേറ്റ് 1.8 ആക്ച്വലി അത് റിപ്ലേസ്മെന്റ് ഫെർട്ടിലിറ്റി റേറ്റിലേക്ക് വരുന്നില്ല. അതായത് ഒരു തലമുറ കഴിഞ്ഞാൽ മറ്റൊരു തലമുറ മാറ്റാനായിട്ടുള്ള ഫെർട്ടിലിറ്റി റേറ്റ് ഇല്ല. അപ്പം നിരീശ്വരവാദം കൂടുമ്പം തന്നെ ആ സൊസൈറ്റി ബാക്ക്വേർഡ് ആണ് പോകുന്നത്. അതായത് ആ സൊസൈറ്റി എക്സിസ്റ്റൻസിൽ നിന്ന് തന്നെ ഇല്ലാതായാണ് പോകുന്നത്. ഇഫ് ഐ മേക്കിംഗ് സെൻസ്. സോ ആശിഷ് പറഞ്ഞ വളരെ ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ആശിഷ് കോട്ട് ചെയ്യുന്നത്. തീർച്ചയായും സോഷ്യോളജിക്കൽ റിസർച്ച് ഫോർ എ ഡൈനാമിക് വേൾഡ് എന്നുള്ളൊരു സേജിന്റെ ഒക്കെ ഒരു പബ്ലിക്കേഷനിലോട്ട് പേപ്പറാണ് ആശിഷ് കോട്ട് ചെയ്തിട്ടുള്ള ആർഗ്യുമെന്റ് ആണ്. ഒരു ടോപ്പിക്കൽ ടൈറ്റിലിന് വളരെ റെലവെന്റ് ആയിട്ടുള്ളൊരു, തീർച്ചയായും അദ്ദേഹം ഒരു ഏരിയസിനെതിരായിട്ടൊരു ആർഗ്യുമെന്റ് ആണ് അത് പ്രസന്റ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് റെലവെന്റ് ആക്ച്വലി. ആൻഡ് വൺ മോർ തിങ്, അദ്ദേഹം പറയുന്ന പോയിന്റ് ഇതാണ്: സെക്യുലറിസം കൂടുതലായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു സൊസൈറ്റി, ആ സൊസൈറ്റിയിലെ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്നു, അതുമൂലം പല നെഗറ്റീവ്സും ആ സൊസൈറ്റിക്ക് ഉണ്ടാകുന്നു എന്നുള്ളൊരു രീതിയിൽ. ബ്ലസ്റ്റിൻ കുറച്ചു മുമ്പ് ഒരു കോട്ട് വായിച്ചിരുന്നു. എയ്ത്തിയിസ്റ്റിക് ഐഡിയോളജീസ് കൂടുതലായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു സൊസൈറ്റീസിൽ വരുന്ന ആൾക്കാർക്കുള്ള മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ആ രീതിയിലുള്ള ഒരു കോട്ട് വായിച്ചിരുന്നു. സോ ഇതൊരു വളരെ ക്രക്സ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. ഈ ഒരു ഡിബേറ്റിൽ തന്നെ എയ്ത്തിയസ്റ്റിനെതിരെ അല്ലെങ്കിൽ എയ്ത്തിയിസ്റ്റിക് ഐഡിയോളജി സസ്റ്റെയിൻ ചെയ്യുന്ന സൊസൈറ്റീസ് എയ്ത്തിയിസ്റ്റിക് ഐഡിയോളജീസ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദി സൊസൈറ്റി എന്ന് അദ്ദേഹം വാദിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ ആർഗ്യുമെന്റ് ആയിരുന്നു. പക്ഷെ ആ ഒരു ലെവലിൽ അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെതിരെ ഒരു ആൻസർ ഒന്നും നമ്മൾ അനുഭവിച്ചത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ല. ഇല്ല, തീർച്ചയായും കാണുന്നില്ല. ആൻഡ് ഇദ്ദേഹം മുമ്പിലോട്ട് വയ്ക്കുന്ന ഈ പോയിന്റ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്.
അതായത് നമ്മളൊരു ഏതിസം അപ്ഹോൾഡ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ ആ പോപ്പുലേഷൻ റീപ്ലേസ് ചെയ്യാനുള്ള ഫെർട്ടിലിറ്റിൻ്റെ ഇത് വളരെ കുറവായിരിക്കും. അതിൻ്റെ നമ്മൾ ചുമ്മാ പറയുന്ന നല്ല സ്റ്റഡീസ് ഉണ്ട്. ഇപ്പോൾ എറിക് കൗഫ്മാനെ പോലുള്ള ആളുകളൊക്കെ, അദ്ദേഹം ഒരു പൊളിറ്റിക്സ് പ്രൊഫസറാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ബുക്ക് ഉണ്ട്, ഷാൾ ദ റിലീജിയസ് ഇൻഹെറിറ്റ് ദ എർത്ത്. അപ്പൊ അതിൽ അദ്ദേഹം ഡെമോഗ്രഫിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. സോ അതിന് റെലവെന്റ് ആയിട്ടുള്ള പോയിന്റാണ്. അപ്പൊ അദ്ദേഹം ഒബ്സർവ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രഡീഷണൽ ആയിട്ടുള്ള റിലീജിയൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാല്യൂസ്, ഇപ്പൊ ക്രിസ്ത്യാനിറ്റി എടുക്കുകയാണെങ്കിൽ എന്താണ്, അവരിങ്ങനെ മാരേജിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ചൈൽഡ് ബർത്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു, അബോർഷനൊക്കെ എതിരെ സംസാരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ നിർബന്ധിപ്പിച്ച് കല്യാണം കഴിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇത് ഫോഴ്സ് ചെയ്യുന്നു അങ്ങനത്തെ രീതിയിലല്ല, പക്ഷെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നു. സോ സ്ത്രീകളും അത് അംഗീകരിക്കുന്നു, ഒരു ഫാമിലി ലൈഫിലേക്ക് പോകുന്ന ഒരു സെറ്റപ്പ് നമുക്ക് കാണാൻ സാധിക്കും ക്രിസ്ത്യാനിറ്റിയിലൊക്കെ. അതുകൊണ്ട് തന്നെ എന്താണ്, അവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് ഒരു കൃത്യമായ ലെവലിൽ പോകുന്നു, അടുത്ത പോപ്പുലേഷൻ വരുന്നു, അങ്ങനത്തെ ഇതിൽ പോകാൻ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇനി ഏതിയസ് അല്ലെങ്കിൽ സെക്യുലർ ആയിട്ടൊരു വേൾഡ് വ്യൂവില് ഇതിനിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രത്യേകിച്ച് ഒരു ബേസ്ഡ് ഒരു ഐഡിയോളജി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ ഏതിയസത്തിന്റെ ഒരു പരിധി കൂടി കഴിഞ്ഞാൽ എന്താണ്, അടുത്ത തലമുറയിലേക്ക് അത് കൈമാറാൻ ചെയ്യാനുള്ള ഒരു ഫെർട്ടിലിറ്റി പോലും കാണുന്നില്ല. സോ ഇവഞ്ചിലി അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതിയസ്റ്റും അല്ലെങ്കിൽ ഏതിസ്റ്റിക്കാളുടെ പീപ്പിൾ കൂടുതലായിട്ട് വരാണെങ്കിൽ തന്നെ അടുത്ത തലമുറ ആകുമ്പോഴത്തേക്ക് എന്താണ്, റിലീജിയസ് പീപ്പിൾ വീണ്ടും ഓവർടേക്ക് ചെയ്യും. കാരണം ഏതിയസ് വേൾഡ് വ്യൂവില് ആ ഒരു ഫെർട്ടിലിറ്റി ഓവർകം ചെയ്യാനുള്ള ഒരു ഇത് കാണുന്നില്ല. സോ റിലീജിയസ് പീപ്പിൾ വീണ്ടും എന്താണ് ഓവർകം ചെയ്യുന്നത് കാണുന്നത്. ആൻഡ് നമ്മളിത് പറയുന്നത് ഇപ്പൊ ക്രിസ്ത്യൻസ് എന്താണ് ഒരുപാട് പെറ്റ് പെരുകുന്നു അങ്ങനത്തെ രീതിയിലല്ല. ആൻഡ് മറ്റു സൊസൈറ്റീസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ക്രിസ്ത്യാനിറ്റി ഇത് സ്റ്റേബിൾ ആണ്. ഇത് കൃത്യമായ ഒരു റേറ്റിലാണ് പോകുന്നത്, അധികവുമല്ല കൂടുതലുമല്ല, കൃത്യമായ ലെവലിലാണ് പോകുന്നത്. സോ സൊസൈറ്റിക്ക് ആവശ്യമുള്ളത് എന്താണോ ആ ഒരു രീതിയിൽ. സോ ഇപ്പൊ എവല്യൂഷണറി ടൈംസിൽ പറയുന്നത് എന്താണ്, നമുക്ക് സർവൈവൽ ആണ് നമ്മുടെ ഒരു എയിം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ തന്നെയും ഏതും സർവൈവ് ചെയ്യില്ല. അങ്ങനത്തെ രീതിയിൽ നമ്മളിത് ചുമ്മാ പറയുന്നതല്ല, ഇതങ്ങനെയാണ് സോഷ്യോളജിസ്റ്റ് ഒബ്സർവ് ചെയ്യുന്ന ഒരു ഫാക്ട് ആണ് ആക്ച്വലി. സോ അത് ആഷിഷ് ബ്രോ അത് ക്രോസ് ഫയറിലോ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ റെലവെന്റ് പോയിന്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സമൂഹത്തെ നമുക്ക് മുമ്പിലോട്ട് കൊണ്ടുപോകുന്ന ഏതിസം എന്താണ് വഹിക്കുന്നത്, ഏതിസം ഡസന്റ് ഹാവ് ആൻ ഐഡിയോളജി ഫോർ ദാറ്റ്. ബട്ട് ക്രിസ്ത്യാനിറ്റി അവിടെ കൃത്യം നിൽക്കുന്നു, അതൊരു കൺസിഡറബിൾ പോയിന്റ് ആണ് ആക്ച്വലി. വൺ മോർ തിങ്, അതില് ഒരു ആൻസർ ആയിട്ട് അനൂപേശക് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആവശ്യമുള്ള സമയത്ത് ഗവൺമെന്റ് ആവശ്യമുള്ള തീരുമാനം എടുക്കുന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആർഗ്യുമെന്റ് മനസ്സിലാവാത്തതുകൊണ്ടാണോ അതിനെ എവേഡ് ചെയ്യാനുള്ള സ്കില്ലാണെന്നാണ്. എവേഡ് ചെയ്യാൻ അവർക്കെല്ലാം വളരെ മുൻപന്തി നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിനെ സ്ട്രോമാൻ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ രീതിയിൽ വളച്ചൊടിച്ച് അതിൻ്റെ ഒരു രീതിയിൽ ഉത്തരം പറയുക. ഒരു ക്രോസ് സെഷനിലേക്കെല്ലാം, ക്രോസ് ഫയറിങ് ആ ഒരു സെഷനിലേക്കെല്ലാം പോകുമ്പോൾ കൃത്യമായി കാണുന്നുണ്ട് ആശിഷിന്റെ ക്വസ്റ്റ്യൻസിനെല്ലാം അത് അദ്ദേഹത്തിന്റെ രീതിയിൽ അത് കൃത്യമായി മനസ്സിലാക്കും. അത് വളരെ ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവും ഇത് ചോദിച്ച ചോദ്യത്തിനല്ല ഉത്തരം പറയുന്നതെന്നുള്ള രീതിയിലുള്ള. പിന്നെ ആക്ച്വലി ഇതിനെപ്പറ്റി അവിടെ ഇരിക്കുന്ന ആളുകളൊന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഇരിക്കുന്ന ആൾക്ക് മാത്രമല്ല, ഇതിപ്പോ കാണുന്നവരാണെങ്കിലും ഈ വാദം കേൾക്കുന്നവരാണെങ്കിലും ഏതിച്ചുകൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അതൊരു പ്രോബ്ലമാറ്റിക് ഒരു കാര്യമാണ്. ഇപ്പൊ അവിടെ ഇരിക്കുന്നവർക്ക് പോലും ആഷിഷ് ബ്രോ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മളവരെ കളിയാക്കാൻ വേണ്ടി പറയുന്നതല്ല, അല്ലെങ്കിൽ ഇപ്പൊ ഇത് കാണുന്ന ഓഡിയൻസ് ആണെങ്കിൽ തന്നെയും നമ്മളവരെ കളിയാക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ നമ്മൾ ചിന്തിക്കണം എങ്ങനെയാണ് ഒരു സൊസൈറ്റി ത്രൈവ് ചെയ്യുന്നത്. അതിൻ്റെ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. കാരണം നമ്മുടെ സൊസൈറ്റി അടുത്ത പ്രാവശ്യം നമ്മൾ ഭാവി, അപ്പൊ കുട്ടികളുടെ ഭാവി, ഇന്നത്തെ തലമുറ നാളത്തെ ഭാവി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇവൺ ദ ഫിലോസഫി ഓഫ് ഏതിയസം, യെസ്, നമ്മളത് എങ്ങനെ പറയും, അങ്ങനെ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമുക്ക് ക്രോസ് സെഷനിലേക്ക് പോകാം അല്ലേ? തീർച്ചയായും. ക്രോസ് സെഷനിൽ ഒരു 2 ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് നോക്കിയിട്ട് ബാക്കി ഒന്ന് റാപ്പ് ചെയ്യാം മൊത്തത്തിൽ. അടുത്ത, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തത് ക്രിസ്ത്യാനികളായിരുന്നല്ലോ. ഹിറ്റ്ലർ, മുസോളിനി, പോൾ പോട്ട്, ബ്രിട്ടീഷ്, അമേരിക്കൻ എന്നീ ക്രിസ്ത്യൻ രാജ്യങ്ങൾ പിന്നെ എന്ത് ധാർമ്മികതയാണ് ക്രിസ്ത്യാനിക്ക് ഉള്ളത് എന്നൊരു ചോദ്യം ഇവിടെ ആക്ച്വലി ഒരു വളരെ കോമൺ ആയിട്ട് കാണുന്ന തെറ്റിദ്ധാരണയാണ്. അത് ഈയിടെ സന്തോഷ് ജോർജ് കൊളകര മുതൽ നമ്മുടെ ടോവിനോ തോമസ് പറയുന്നുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ വാർസ് റിലീജിയന്റെ പേരിലാണ് ആൾക്കാരെ കൊന്നൊടുക്കിയിരിക്കുന്ന റിലീജിയനാണ്. ഹിസ്റ്റോറിക്കൽ ഫാക്ട് വളരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ കാണുന്നത്. അതെ, തീർച്ചയായും. ഇവൻ ഇപ്പൊ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നാഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ, നമ്മുടെ കേരള ദേശീയ പറയുന്നത് കമ്മ്യൂണിസം ഒരു 4ാം മതം പോലെയാണ്, അങ്ങനത്തെ രീതിയിലാണ് അവർ പറയുന്നതെങ്കിൽ തന്നെയും ആഷിഷ് ബ്രോ അടുത്ത റെസ്പോൺസിൽ പറയുന്നുണ്ട് ഇവിടെ എല്ലാം അണ്ടർലൈങ് ആശയം ഏതിയസമായിരുന്നു. ആൻഡ് ദർ ആർ ഇൻസ്റ്റൻസസ്, ഈ കമ്മ്യൂണിസ്റ്റ് റഷ്യയിലുള്ള, സോവിയറ്റ് റഷ്യയിലുള്ള പട്ടാളക്കാർ
അവർ മറ്റുള്ള മനുഷ്യരെ ടോർച്ചർ ചെയ്തപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മരണത്തോട് ഇതെല്ലാം തീരും, അതായത് ഞങ്ങളുടെ ജീവിതം മരണത്തോടെ തീരും, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല, ദാറ്റ്സ് ദ എൻഡ്. സോ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അത് ഞങ്ങളുടെ ക്രൂരത മാക്സിമം കാണിക്കാനുള്ള ഒരു അവസരമാണ്, കാരണം മരണത്തോടെ എല്ലാം തീരുന്നു. അതാണ് ഏതിയസ്റ്റിന്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആശയങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്ത് ക്രൂരത, മാക്സിമം ക്രൂരത നിങ്ങൾ കാണിക്കാം, കാരണം നിങ്ങളുടെ ജീവിതം മരണത്തോടെ തീരുന്നു. അതാണ് ഏതിയസ്റ്റിന്റെ ഒരു പ്രോബ്ലം നമ്മൾ പറയുന്നത്. ഇപ്പോ കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ സഫർ ചെയ്ത അലക്സാണ്ടർ സോൾസനിറ്റ്സൺ, അദ്ദേഹത്തിന്റെ മാൻ ഹാവ് ഫോർഗോട്ടൺ ഗോഡ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് ഉണ്ട്, ടെമ്പിൾട്ടൺ സ്പീച്ച്. ആ സ്പീച്ചിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ ഈ ഒരു രീതിയിൽ അട്രോസിറ്റീസും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഞങ്ങൾ പിതാക്കന്മാരോട് ചോദിക്കും, ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദേഴ്സിനോട് ചോദിക്കും വൈ ദിസ് ഈസ് ഹാപ്പനിങ്. സോ അവർക്ക് പറയാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ മാൻ ഹാവ് ഫോർഗോട്ടൺ ഗോഡ്. അവരുടെ സൊസൈറ്റി ഗോഡ് എന്നുള്ള കോൺസെപ്റ്റ് അവർ മറന്നു കഴിഞ്ഞു. സോ ദാറ്റ്സ് ദി റീസൺ വൈ ദിസ് അട്രോസിറ്റീസ് ആൻഡ് ഓൾ ദീസ് ബ്രൂട്ടാലിറ്റീസ് ആർ ഹാപ്പനിങ് ആ ഒരു സമയത്ത്. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ നാസി ജർമ്മനിയുടെ കേസിലോട്ട് വരുമ്പോഴാണെങ്കിൽ തന്നെയും ജോൺ ഹിക്ക് ഫിലോസഫറാണ്. ജോൺ ഹിക്ക്, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, നീറ്റ്ഷെ ആൻഡ് ദ നാസീസ്. എങ്ങനെയാണ് നീറ്റ്ഷെൻ്റെ ഇഡിയോളജീസ്, എയ്ത്തീസ്റ്റിക് ഇഡിയോളജീസ് നാസി ജർമ്മനീൻ്റെ അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തത് എന്ന്. ആൻഡ് മുസോളിനി ഹിറ്റ്ലർ മുസോളിനിക്കാണോ എന്നറിയത്തില്ല, ഈ ഇദ്ദേഹത്തിൻ്റെ നീറ്റ്ഷെൻ്റെ പുസ്തകം ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഈ നീറ്റ്ഷെൻ്റെ എയ്ത്തീസ്റ്റിക് ഫിലോസഫി വളരെ കൃത്യമായി ജർമ്മൻ സൊസൈറ്റിനെ ആ ഒരു സമയത്ത് കൃത്യമായി ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് അവിടെയുള്ള ഫിലോസഫേഴ്സ്, ടീച്ചേഴ്സ് ആണെങ്കിൽ തന്നെയും യൂണിവേഴ്സിറ്റീസിലാണെങ്കിൽ തന്നെയും കൃത്യമായിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ആൻഡ് അതിൻ്റെ ഒരു നീറ്റ്ഷെൻ്റെ ഫിലോസഫി ഹിറ്റ്ലർ ഒരു മിലിറ്ററൈസ്ഡ് രീതിയിൽ അതിനെ ഉപയോഗിച്ചു. അതിൻ്റെ എൻഡ് റിസൾട്ടാണ് നമ്മൾ ഹോളോകോസ്റ്റ് ആൻഡ് ഔട്ട്ഷിറ്റ്സ് ആ ഒരു സംഭവങ്ങളെല്ലാം അതിലേക്കെല്ലാം എത്തിയിരിക്കുന്നത്. സോ മതങ്ങൾ കാരണം അല്ലെങ്കിൽ റിലീജിയൻ വാസ് കാരണം ആൾക്കാർ മരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചരിത്രത്തിലോട്ട് നോക്കുമ്പോൾ മതം, റിലീജിയൻ കാരണം മരിച്ച ആൾക്കാരുടെ 2 ഇരട്ടി കഴിഞ്ഞ നൂറ്റാണ്ട് കൊണ്ട് എയ്ത്തീസം കൊന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് ആൻ ഹിസ്റ്റോറിക്കൽ ഫാക്ട്. അതിന് മുകളിൽ നമ്മൾ പറയുന്നത് റിലീജിയസ് വയലൻസ് ഉണ്ടാവുന്നില്ല എന്നൊന്നുമല്ല. തീർച്ചയായും വയലൻസ് ഉണ്ട്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നത് മിസ്റ്റേക്ക് ആയിട്ട് തീർച്ചയായും അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അതല്ല അവിടുത്തെ പോയിന്റ്. ആശിഷ് പറഞ്ഞ പോയിന്റ് ഇത് തെറ്റാണെന്ന് പറയാൻ ഞങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. തീർച്ചയായും യെസ്, ദർ ഇസ് ക്രൈസ്റ്റ് സ്റ്റാൻഡിങ് ബിഫോർ us ആസ് ഒരു നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫിഗറായിട്ട് ക്രൈസ്റ്റ് നിൽക്കുന്നു, ഒരു ജയന്റ് ഫിഗറായിട്ട് ക്രൈസ്റ്റ് നിൽക്കുന്നു. തീർച്ചയായും. ആൻഡ് എയ്ത്തീസത്തിന് ഏതൊരു ജയന്റ് ഫിഗറെ കാണിക്കാനുള്ള അവർക്കുള്ള സ്റ്റാൻഡേർഡ് എന്താ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ആൻഡ് ഇപ്പോൾ ചൈനയിലെ മാവോയിസ്റ്റ് ചൈനയിലേക്ക് നോക്കിയാലും ദർ ആർ സോ മെനി കൺട്രീസ് ആൻഡ് ആശിഷ് അതെല്ലാം പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ദീസ് കൈൻഡ്സ് ഓഫ് സ്ലോഗൻസ് ചുമ്മാ ഇങ്ങനെ പറഞ്ഞ ഒരു പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഉള്ള സംഭവം, അതിൽ കഴമ്പോ കാര്യങ്ങളോ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കൺസെൻസസ് ഒന്നും ഇല്ലാത്തൊരു ആർഗ്യുമെന്റ്സ് ആണ് മുമ്പിലോട്ട് വയ്ക്കുന്നത്. സോ അങ്ങനെ പറയുന്നതോടെ നിങ്ങൾ ഒരു കൂട്ടം ആളുകളെ വഞ്ചിക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾ അതിന്റെ ഒരു ഇന്റലക്ച്വൽ ലെവലിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് തീർച്ചയായും പ്രോബ്ലമാറ്റിക് ആണ്. ക്രോസ് ഫയറിംഗ് സെഷനിലാണെങ്കിൽ നമ്മൾ കാണുന്നത് ഗോവൻ ഇൻക്യൂസേഷനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ഗോവൻ ഇൻക്യൂസേഷൻ അതിൻ്റെ എല്ലാം എത്ര കൃത്യമായിട്ട് അത് എന്താണ് നടന്നത് എന്നുള്ളതെല്ലാം പല രീതിയിൽ ചരിത്രത്തിൽ നിങ്ങൾ ആൾക്കാർ വളച്ചൊടിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും ചർച്ച് ഇൻക്യൂസേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും ക്രിസ്ത്യൻസ് പല രീതിയിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനും ക്രിസ്ത്യൻസ് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തെറ്റാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുമുണ്ട്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, അത് മാത്രമല്ല ഹിസ്റ്ററി ആയിരിക്കുന്ന കെന്നത്ത് സ്കോട്ട് ലോട്ടററ്റ്, അദ്ദേഹത്തിന്റെ ഒരു വളരെ ദൈർഘ്യമേറിയ ഒരു സെന്റൻസ് ഉണ്ട്. ക്രിസ്ത്യാനിറ്റീസ് ഇതിനെല്ലാം ബദലായിട്ട്, ഇതെല്ലാം തെറ്റാണ്, ഈ തെറ്റുകൾക്ക് ബദലായിട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതല്ല, പക്ഷെ എങ്കിൽ തന്നെയും ക്രിസ്ത്യാനിറ്റി ഇതിനെ ഓവർവേ ചെയ്യുന്ന രീതിയിൽ സമൂഹത്തിന് മുമ്പിലോട്ട് കൊണ്ടുവന്ന കാര്യങ്ങൾ, ഇപ്പോൾ വുമൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും പല രീതിയിലുള്ള എഡ്യൂക്കേഷൻ, ഒരു വളരെ ദൈർഘ്യമേറിയ ലിസ്റ്റ് അദ്ദേഹം തരുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ആ കോട്ട് നമുക്ക് കാണിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് അനുപേസക് അദ്ദേഹത്തിന്റെ ഒരു Q&A സെഷനിലെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അടുത്തത് ദൈവം കൊടുത്ത ഫ്രീ വിൽ ഉപയോഗിച്ച് തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ ശിക്ഷ അനുഭവിക്കണ്ടേ? അതിന് മതത്തിൻ്റെ ധാർമ്മികത പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊരു ചോദ്യമാണ് കേട്ടോ. ദൈവത്തിൻ്റെ ഫ്രീ വില്ല് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് നമ്മൾ തെറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? നമ്മളല്ലേ കുറ്റക്കാർ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവത്തിന് ഫ്രീ വില്ലുണ്ടോ? ദൈവത്തിന് ഫ്രീ വില്ലുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം. ദൈവത്തിന് ഫ്രീ വില്ലില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഫ്രീ വില്ലെന്ന് പറഞ്ഞാൽ എന്നാ, ഞാനിപ്പം ഈ പേപ്പർ എടുത്ത് താഴോട്ട് ഇടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമാണ് എനിക്ക്. ഞാൻ ജസ്റ്റ് പറയാം, ദൈവത്തിന് ഇതിങ്ങനെ താഴോട്ടിടണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവൻ സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ് ദൈവം. അത് പല സ്ഥലത്ത് ബൈബിളിൽ പറയുന്നുണ്ട്. ഞാനത് എഴുതിയിട്ടില്ല, കഴിഞ്ഞ ഡിബേറ്റിൽ അത് ഒരുപാടെണ്ണം ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്, സങ്കീർത്തന പുസ്തകമൊക്കെ ഉണ്ട്. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ സർവജ്ഞനാണ്. അപ്പോൾ ദൈവം സർവജ്ഞനായതുകൊണ്ട് തന്നെ ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ് ദൈവം. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയുന്ന അത് ഉണ്ട്, എഴുതി വായിക്കാം. അതായത് 1 യോഹന്നാൻ 3:20, സങ്കീർത്തനം 139 2:3, ഇവിടെ എല്ലാം ദൈവം സർവജ്ഞനാന്ന് പറയുന്നുണ്ട്. ദൈവം സർവജ്ഞനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയുന്ന. അപ്പോൾ ഈ സാധനം ദൈവം ഇവിടെ നിൽക്കുക, താഴോട്ടിടണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് നേരത്തെ അറിയാം ഇത് താഴെ ഇടുവോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പം ഞാൻ താഴെ ഇടിയല്ലാന്ന് ദൈവത്തിന് നേരത്തെ അറിയാമെങ്കിൽ ദൈവത്തിന് താഴെ ഇടാതെ തന്നെ ഇരിക്കണം. ഇട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അറിവ് തെറ്റും. അപ്പോൾ ദൈവം സർവജ്ഞനല്ലാതായി പോകും. അപ്പോൾ സർവജ്ഞനായ ഒരു എൻറ്റിറ്റി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കും ഫ്രീ വില്ലില്ല. അതായത് എനിക്കും ഫ്രീ വില്ലില്ല. ഞാനിപ്പോൾ ഈ സാധനം താഴോട്ട് ഇടണോ, അല്ലെ ഇപ്പം ആശ്രയമായിട്ട് വഴക്കുണ്ടാക്കണോ, അല്ലെ ആശ്രനോട് എന്തെങ്കിലും നല്ല വാദം പറയണോ, ഇതെല്ലാം നേരത്തെ ദൈവത്തിന് അറിയാന്നേ. അപ്പോൾ ദൈവത്തിന് അറിയാവുന്ന മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അറിയാൻ മേലാത്ത ഞാൻ ചെയ്താൽ ദൈവത്തിന് അറിവ് തെറ്റാന്ന് വരും, സർവജ്ഞൻ എന്നുള്ള അറിവ് തെറ്റാന്ന് വരും. അതുകൊണ്ട് ദൈവത്തിനും ഫ്രീ വില്ലില്ല. ദൈവം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, ആർക്കും ഫ്രീ വില്ലില്ല. അപ്പോൾ ആ ഫ്രീ വില്ല് എങ്ങനെ ദൈവം കൊടുക്കുന്നത് എനിക്കറിയത്തില്ല. അതെ, അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ദൈവം ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് ആ ഒരു ഡിബേറ്റ് കൃത്യമായി ലൈവിൽ കണ്ടപ്പോൾ എനിക്ക് ഒരല്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു പോർഷൻ അതാണ്. അദ്ദേഹം ഫ്രീ വില്ലിനെ കുറിച്ചെല്ലാം പറയും. അതെ, അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നുള്ളൊരു ആകാംക്ഷ, വളരെ ആകാംക്ഷയോടെ ഞാൻ ആ ഒരു സമയത്ത് ഇരുന്നത്. എൻ്റെ ഈ ഒരു വളരെ ലെങ്തി ആയിട്ട് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ലെങ്തി ആയിട്ട് അദ്ദേഹം പറഞ്ഞെങ്കിൽ തന്നെയും അതിന് കൃത്യമായിട്ട് 3 വേർഡ്സിൽ ആ സമയത്ത് എൻ്റെ ലെഫ്റ്റ് സൈഡ് ബ്രോഹാണ് ഇരുന്നത്. അപ്പോൾ ബ്രോ പറഞ്ഞൊരു ഇപ്പോഴും എൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുണ്ട്, നോളജ് ഡസൻറ്റ് കോസ്റ്റ്. യെസ്, തീർച്ചയായും. ആ ഒരു 3 ലെറ്റേഴ്സിൽ ആൻസർ കൊടുത്ത് നിർത്താവുന്നതേ ഉള്ളൂ. ഫിലോസഫി പറയുന്നത് പോലെ അഭിനയിക്കുന്നുണ്ട് എന്ന് എനിക്കിതുകൊണ്ട് പറയാം. ഫിലോസഫി കണ്ടിന്യൂ. അതെ, ഇത് തീർച്ചയായും അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഒരു കാര്യത്തെ പറ്റി നമുക്ക് അറിവുണ്ടെന്ന് വിചാരിച്ച് ആ അറിവ് പ്രത്യേകിച്ച് കാരണങ്ങൾ എന്ത് ചെയ്യുന്നു, കോസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഫിലോസഫേഴ്സിന് പല ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, നിങ്ങൾ ടൈം ട്രാവൽ നടത്തി ഫ്യൂച്ചറിലേക്ക് പോകുന്നു. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു ചായക്കടയിൽ പോയി ചായ കുടിക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യാണ്. അത് നിങ്ങൾ തിരിച്ചതുപോലെ തന്നെ പാസ്റ്റിലേക്ക് വരുന്നു, അതായത് നമ്മുടെ പ്രസന്റിലേക്ക് തിരിച്ചു വരുന്നു. സോ പിറ്റേ ദിവസം എന്താണ്, നിങ്ങളുടെ കൂട്ടുകാരൻ ചെല്ലുന്നു, ആ ചായക്കടയിൽ ചായ കുടിക്കുന്നു. സോ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൂട്ടുകാരൻ ചായ കുടിക്കുന്നുള്ള ഫാക്ട് നിങ്ങൾക്കറിയാം. പക്ഷെ എന്താണ്, ദാറ്റ് ഡസന്റ് ടേക്ക് അവേ ദ ഫ്രീ വിൽ ഓഫ് യുവർ ഫ്രണ്ട്. നിങ്ങളുടെ കൂട്ടുകാരന്റെ ഫ്രീ വിൽ അത് എടുത്ത് കളയുന്നില്ല. നിങ്ങളുടെ കൂട്ടുകാരൻ തന്റെ സ്വന്തം ഫ്രീ വില്ലിൽ നിന്നാണ് അദ്ദേഹം ചായ എടുത്ത് കുടിക്കുന്നത്. സോ ഇത് ഫിലോസഫേഴ്സൊക്കെ പല അനാലിസിസ് ആണ്. ആൻഡ് ഇവിടെ ഏറ്റവും പ്രസക്തമായി എനിക്ക് ഓർമ്മ വരുന്ന വില്യം ലേക്രേക്ക് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ഇതിനെ പറ്റി. അതായത് ഗോഡ്സ് ഫോർനോളജ് ഇസ് ലൈക്ക് ആൻ ഇൻഫാലിബിൾ ബാരോമീറ്റർ. ഇറ്റ് നെവർ ഫെയിൽസ് ടു പ്രഡിക്ട് ദ വെദർ, ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ഇറ്റ് ഡിസൈഡ്സ് ദ വെദർ. അഥവാ ദൈവത്തിന്റെ സർവജ്ഞാനം എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റ് പറ്റാത്ത ഒരു ബാരോമീറ്റർ, അഥവാ നമ്മുടെ അന്തരീക്ഷ താപനിലയെല്ലാം നമുക്ക് മനസ്സിലാക്കി പ്രിഡിക്ട് ചെയ്യുന്ന ഒരു ബാരോമീറ്ററിനെ പോലെയാണ്. അത് ഒരിക്കലും തെറ്റ് പറ്റാതെ എങ്ങനെ പോയാലും കൃത്യമായി തന്നെ പ്രിഡിക്ട് ചെയ്യും. പക്ഷെ അതിന്റെ അർത്ഥം അതാണ് കാലാവസ്ഥ തീരുമാനിക്കുന്നതെന്നല്ല. ദാറ്റ്സ് ദ പോയിന്റ് ഹിയർ. ആൻഡ് ആഷ്ബ്രോ ഇടയ്ക്കത് പോയിന്റ് ഔട്ടും ചെയ്യുന്നുണ്ട്. അഥവാ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ ഫ്രീ വില്ലിന്റെ കാര്യം പറഞ്ഞിട്ട് അനേകം വ്യൂസ് ഉണ്ട്. ഇപ്പൊ കാൽവിനിസം, മോളിനിസം, അർമേനിസം, അങ്ങനെയുള്ള പല വ്യൂസ് ഉണ്ട്. ആൻഡ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത് ഒരു പ്രീഡെസ്റ്റിനേഷൻ എന്ന രീതിയിലേക്കാണ്. ആൻഡ് അത് ക്രിസ്ത്യാനിറ്റി പോലെ അക്യൂസ് ഉണ്ട്. അദ്ദേഹം അത് ഫിലോസഫിക്കൽ സ്റ്റാൻസ് ആണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം ജസ്റ്റിഫൈ ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ഫോർ നോളജിനെ പ്രീഡെസ്റ്റിനേഷൻ ആയിട്ട് അസ്യൂം ചെയ്തിട്ടാണ് അവിടെ പറയുന്നത്. നോട്ട് ഓൺലി ദാറ്റ്, ഈ എംഫസൈസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നോളജ് ഡസൻറ്റ് കോസ്റ്റ് എന്നുള്ള കൂട്ടിയാണ്. യെസ്, ഇപ്പോൾ നാളെ ഒരു എക്സാം ചിലപ്പോൾ നടക്കാം. നാളെ ഒരു എക്സാം നടക്കാൻ പോകുന്നുണ്ട്. എനിക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നാളെ എക്സാം നടക്കുന്നു എന്നുള്ള എൻ്റെ ഒരു അറിവ് ഞാനല്ല തീർച്ചയായും അത് കോസ് ചെയ്യുന്നത്. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെയും പിന്നെ മാത്രമല്ല, ഇഫ് ദർ ഈസ് എ ഗുഡ് ഗോഡ്, പല രീതിയിൽ ആർഗ്യുമെന്റ്സ് വന്നിട്ടുണ്ട്. ഇഫ് ദർ ഈസ് എ ഗുഡ് ഗോഡ്, ഗോഡ് വിൽ ഓൾവേസ് പ്രൊവൈഡ് വാട്ട്? ഫ്രീ വിൽ. യെസ്, കാരണം അത്
നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞൊരു ഒരു ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സൊറസ്റ്റിൻ കോളെ എന്ന് പറഞ്ഞൊരു സുഹൃത്താണ്. സോ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്: നമ്മളെ ഏറ്റവും വിർച്ചസ്, നമ്മളാണ് ഇപ്പോൾ ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കട്ടെ, നമ്മളെ ഏറ്റവും വിർച്ചസ് ആയിട്ട് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? നമുക്കൊരു മകനുണ്ടാവും, അപ്പൊ നമുക്ക് ജനറ്റിക് പ്രോഗ്രാമിംഗ് വഴി കോഡ് ചെയ്തിട്ട് എന്താണ് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന രീതിയിൽ ആ മകനെ മാറ്റിയെടുക്കാൻ ഒരു ചാൻസ് എന്നിരിക്കട്ടെ. സോ അദ്ദേഹം പറഞ്ഞതാണ് ഇതാണ്: ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ എനിക്ക് കിട്ടി ഞാൻ ഒരിക്കലും ജനറ്റിക് കോഡിങ് ചെയ്ത് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല ബിഹേവിയറിലേക്ക് ഒരിക്കലും മാറ്റില്ല. കാരണം ആ മകൻ സ്വയം തിരിച്ചറിയണം, തെറ്റും ശരിയും ഏതാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും വിർച്ചസ് ആയിട്ടുള്ള കാര്യം. സോ ഇഫ് ദർ ഇസ് എ ഗുഡ് ഗോഡ്, അവിടെ ദൈവം ഏറ്റവും വിർച്ചസ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്താണ്? മനുഷ്യർക്ക് ഫ്രീ വില് കൊടുക്കുക എന്നുള്ള കാര്യമായിരിക്കും. സോ ദാറ്റ്സ് relevant to it. പക്ഷെ ഒന്ന് മറിച്ച് ചിന്തിച്ചാൽ എയ്ത്തീസത്തിൽ ഫ്രീ വിൽ ഉണ്ടോ? 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 വളരെ മാറിയോ ഒരു ചിന്തിക്കാതെ പോകുന്ന ഒരു പോയിന്റാണ് എയ്ത്തിസം. ദർ ഇസ് നോ ഫ്രീ വിൽ. ഈയിടെ ഒരു സ്റ്റാൻഫോർഡ് ബയോളജിസ്റ്റ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം എന്തോ ഡിറ്റർമിൻഡ് റോബർട്ട് സപ്പോൾസ്കി, അദ്ദേഹത്തിന്റെ ഡിറ്റർമിൻഡ് എന്നുള്ളൊരു പുസ്തകം വന്നിട്ടുണ്ട്. ആൻഡ് അത് ഹീസ് എൻ എയ്ത്തിസ്റ്റ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ന്യൂറോളജിസ്റ്റ്, അദ്ദേഹം സ്റ്റാൻഫോർഡ് ബയോളജിസ്റ്റ് കൂടിയാണ്. അത് ഈയിടെയാണ് ആ പുസ്തകം ഇറങ്ങിയത്. അദ്ദേഹത്തിന്റെ ലെക്ചേഴ്സ് എല്ലാം ഉണ്ട്. സപ്പോൾസ്കി മാത്രമല്ല, ബാക്കിയുള്ള ഗിവൺ ദ ഫിലോസഫി ഓഫ് എയ്ത്തിസം, എവല്യൂഷൻ ആണെങ്കിൽ ദെൻ ദർ ഈസ് നോ ഫ്രീ വിൽ. നിങ്ങളുടെ ഇവൻസ്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം മുമ്പ് കൂട്ടി തന്നെ പ്രീ ഡിറ്റർമിൻഡ് ആണ് സംഭവം. നിങ്ങൾക്ക് ഇച്ഛാശക്തി എന്നുള്ളൊരു സംഭവം അവിടെ വരുന്നില്ല. ഓക്കെ, സോ വേറെ പല ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. പിന്നെ ഈ ഇദ്ദേഹത്തിന് തന്നെ ഒബ്ജക്റ്റീവ് മൊറാലിറ്റിയെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, എക്സ്പ്ലെയിൻ ഒബ്ജക്റ്റീവ് മൊറാലിറ്റി. സോ എക്സ്പ്ലെയിൻ ഒബ്ജക്റ്റീവ് മൊറാലിറ്റി എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആ പേപ്പർ അങ്ങ് മാറ്റി. പക്ഷെ ആ ടോപ്പിക്കിനോട് ഏറ്റവും റെലവെന്റ് ആയി നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അവതരിക്കുന്നുണ്ട്, ഒബ്ജക്റ്റീവ് മൊറാലിറ്റി. പിന്നെ മാത്രമല്ല, അതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഫസ്റ്റ് ഡിബേറ്റിന്റെ ആദ്യ ഭാഗങ്ങൾ അദ്ദേഹം വസ്തുനിഷ്ഠപരമായ മൊറാലിറ്റിയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എന്താണ് ഒബ്ജക്റ്റീവ് മൊറാലിറ്റിയെ കുറിച്ചാണ്. അതിന്റെ മലയാളമാണ് വസ്തുനിഷ്ഠ ധാർമ്മിക മൂല്യങ്ങൾ. മനസ്സിലാകുന്നില്ല. സോ അദ്ദേഹം പറയുന്നതാണ് വസ്തുനിഷ്ഠ ധാർമ്മിക മൂല്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഡിപെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. സോ അദ്ദേഹത്തിന് മനസ്സിലാകാതെ പോകുന്ന, അറിയാതെ പോകുന്ന ഒരു സംഭവമാണ്. സോ ഒരു നമ്മുടെ ഡിബേറ്റിന്റെ ടൈറ്റിൽ ധാർമ്മികതയുടെ അടിസ്ഥാനം ക്രിസ്തു മതമോ നിരീശ്വരവാദമോ എന്നുള്ളൊരു ടൈറ്റിൽ വരുമ്പോൾ ഒരു കൃത്യമായിട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് വാട്ട് ഈസ് ഒബ്ജക്റ്റീവ് മൊറാലിറ്റി എന്നുള്ളത്. സോ ആ ഒരു നോളജ് പോലും ഇല്ലാതെയാണ് അദ്ദേഹം ഡിബേറ്റിന് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഒന്ന് റാപ്പ് ചെയ്യാലോ മൊത്തത്തിൽ. തീർച്ചയായും ഈ ഒരു ഡിബേറ്റിൽ ജോഷുവ പറഞ്ഞ പോലെ അനുപൈസക്കിന്റെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നൊരു കൃത്യമായിട്ട് ഒരു ആർഗ്യുമെന്റ്സ്, എയ്ത്തീസത്തിന് വേണ്ടിയുള്ള ആർഗ്യുമെന്റ്സ് ഒന്നും വന്നില്ല. ചുമ്മാ കുറെ പോയിന്റ്സ് കൊണ്ട് കുറെ അദ്ദേഹം ക്രോസ് ഫയർ തന്നെ എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഇപ്പൊ ആഷ് ബ്രോണിന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായും ഫെർട്ടിലിറ്റി റേറ്റിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ആൻഡ് അത് ഏരിയസിന് അഗേൻസ്റ്റ് ഒരു ആർഗ്യുമെന്റ് ആണ്. പക്ഷെ നമ്മുടെ അനുപൈസ അദ്ദേഹത്തെ കുറ്റം പറയുകയല്ല. പക്ഷെ അദ്ദേഹം എന്താണ് ഒരു വചനം എടുത്തിട്ട് താങ്കൾ ഇതിനെങ്ങനെ വ്യാഖ്യാനിക്കുന്നത്, അല്ലെങ്കിൽ താങ്കൾ ഇതിന് എന്ത് മറുപടി പറയും, അങ്ങനത്തെ ഇല്ല. ആ ടോപ്പിക് എന്താണ് ധാർമ്മിക വ്യവസ്ഥ, അല്ലെങ്കിൽ ഏത് സമൂഹത്തിലാണ് ബെറ്റർ ആയിട്ട് വരുന്നത്, ആ ഒരു അതിൽ നിൽക്കാൻ അതിലേക്ക് വരുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഒരു വളരെ സില്ലി ആയിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഒരു ആർഗ്യുമെന്റ്സ്. പിന്നെ മാത്രമല്ല ഒന്ന് ഇരുത്തി വായിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു ഡിബേറ്റിന് വരുമ്പോഴുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, മലയാളത്തിൽ വായിക്കാൻ പറ്റുമെങ്കിൽ തന്നെയും ഇതിനെക്കുറിച്ച് എക്സ്പേർട്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഡിബേറ്റിന്റെ വളരെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു രീതിയാണ്. ഇപ്പോൾ ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് പറയാം. പക്ഷെ ആ ഒരു കാര്യത്തിൽ പഠിച്ചിട്ടുള്ള, ഗവേഷണം നടത്തിയുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് എന്ത് പറയും എന്നുള്ള ഒരു സബ്സ്റ്റൻഷിയേറ്റിംഗ് ഒരു ഡോക്യുമെന്റോ മെറ്റീരിയലോ എന്തെങ്കിലും വെക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഒരു ആർഗ്യുമെന്റ് അവിടെ വില പോകത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ വീതിയിൽ നിന്ന് ഒരു പബ്ലിക് സ്പേസിൽ നിന്ന് ചുമ്മാ സംസാരിച്ച് പോകുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ മാത്രമേ നിങ്ങളുടെ ആർഗ്യുമെന്റ്സിന് കണക്കാക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ മൊത്തത്തിൽ ഈ ഒരു ഡിബേറ്റ്
അദ്ദേഹം Q&A സെഷനിലാണെങ്കിലും പിന്നെ ബൈബിൾ ഓനാൻ്റെ കാര്യം കൊണ്ടുവരുന്നുണ്ട്. ഓനാൻ്റെ കാര്യത്തിന് കൃത്യമായിട്ട് ഒരു തിയോളജിക്കൽ റെസ്പോൺസ് ആശിഷ് ബ്രോ കൊടുക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഗോവിന്ദചാമി അത് ആ ഒരു കൈൻഡ് ഓഫ് കേസസ് കൊണ്ടുവരുന്നുണ്ട്. സോ അതിന് ആശിഷ് ബ്രോൻ്റെ റെസ്പോൺസ് പറയുന്നുണ്ട്. ആശിഷ് ബ്രോ ഇഫ് ദർ ഇസ് എ ഗോഡ്, ഗോഡ് വിൽ ഡു ദി ജസ്റ്റ് എന്ന് പറയുന്നുണ്ട്. സോ അവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു സംഭവം, ബട്ട് ഇൻ എയ്ത്തിസം ദാറ്റ്സ് ഇറ്റ്. യു ഹാവ് ടു അക്സെപ്റ്റ് ദ ബ്രൂട്ട് ഫാക്ട് ദാറ്റ് ദർ ഇസ് നോ ജസ്റ്റിസ് ഫോർ ദാറ്റ് ഗേൾ എന്നുള്ളൊരു സംഭവം. സോ എയ്ത്തിസത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് കുറെ അടയ്ക്കാൻ പറ്റാത്ത ഹോൾസ് ഉണ്ട്. പക്ഷെ അതൊന്നും കാണാതെ ക്രിസ്ത്യാനിറ്റീൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മൂല്യങ്ങൾ, മറ്റുള്ളവരുടെ മൂല്യങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നു. യെസ്, അതാണ് അതിൻ്റെ ഇത് തെളിഞ്ഞു കാണുന്ന അവിടെ ആക്ച്വലി. ആൻഡ് നമ്മൾ ആ ഒരു ഡിബേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് വരണം കാര്യങ്ങൾ. ആ ടോപ്പിക്കിലേക്ക് വന്നില്ലെങ്കിൽ പിന്നെ ഡിബേറ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഓർമ്മ വരുന്ന ചില പോയിന്റ്സ് എന്താന്ന് വെച്ചാൽ, അദ്ദേഹം സെറഫനേഷൻ വുമന്റെ കേസ് പറയുന്നുണ്ട്. ആ സെറഫനേഷൻ്റെ ആ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാവും യേശു ചുറ്റുമുള്ള നിൽക്കുന്ന യഹൂദന്മാരും ഉണ്ട്. യഹൂദന്മാർ അവിടെ ഒരു യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഫ്രേസാണ് അവിടെ അടുത്ത് വീണ്ടും യേശു യൂസ് ചെയ്യുന്നത്, നോട്ട് കോളിംഗ് ദാറ്റ് വുമൻ ഡോഗ്. പക്ഷെ അവിടെ ഒരു ഫ്രേസാണ് യൂസ് ചെയ്യുന്നത്. അതും ഇപ്പോൾ ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് എക്സ്പേർട്ട് ആയിരിക്കുന്ന ഏത് നോക്കിയാലും ആരുടെ വർക്ക് നോക്കിയാലും അവിടെ യേശു ഒരു വുമനെ അക്യൂസ് ചെയ്തു എന്നുള്ള രീതിയിൽ വരുന്നില്ല. നോട്ട് ഓൺലി ദാറ്റ്, യേശുവിൻ്റെ മറ്റുള്ള ഉപമകളിലെല്ലാം നോക്കിയാൽ തന്നെയും ഒരു ഗുഡ് പൊസിഷനിൽ നിർത്തുന്നത് മറ്റുള്ള ഈ ജ്യൂസിനെ അല്ല, അല്ലെങ്കിൽ സ്വന്തം ജനമാണ് എന്ന് കണക്കാക്കപ്പെടുന്ന, അല്ലെങ്കിൽ ചോസൻ പീപ്പിളാണ് എന്ന് കണക്കാക്കപ്പെടുന്ന യഹൂദന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ ജനങ്ങളല്ല അവിടെ ഒരു ഗുഡ് പൊസിഷനിൽ. ഇപ്പോൾ ഞാൻ ഒരു അനോളജി എന്തെങ്കിലും പറയുവാണെങ്കിൽ അതിനകത്ത് ഒരു ബാഡ് പൊസിഷനിൽ ഞാൻ എന്നെ നിർത്തിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ നല്ല പൊസിഷനിൽ നിർത്തിയിട്ടാണ് അനോളജി പറയുന്നത്. സോ യേശുവിൻ്റെ ആ ഒരു പല രീതി, ഇപ്പോൾ സമാരിറ്റൻ്റെ സംഭവമാണെങ്കിൽ തന്നെയും അതുപോലെ പല അനോളജീസും നോക്കിയാൽ ഗുഡ് പൊസിഷനിൽ നിർത്തുന്നത് ഇസ്രായേൽ ജനമല്ലാത്ത അവരാണ് ഗുഡ് പൊസിഷനിൽ നിൽക്കുന്നത്. ആൻഡ് അവിടെ കൃത്യമായിട്ട് മനസ്സിലാകുന്നതാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, ഗിവൺ ദി കോണ്ടെക്സ്റ്റ്, യേശു അവിടെ ഒരു സ്ത്രീനെ പട്ടിയെന്ന് വിളിക്കുന്നില്ല. അവിടെ ഒരു ഫ്രേസ് മാത്രമേ എടുത്ത് യൂസ് ചെയ്ത് പോകുന്നത്. പക്ഷെ ഈ ഒരു രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് വളരെ ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ മൊറാലിറ്റി എന്ന് പറഞ്ഞ് നിന്ന് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു അറ്റംപ്റ്റ്, മൊത്തത്തിൽ ചെറിയ പിക്കിംഗ് എന്നുള്ള രീതിയിൽ മാത്രം നമുക്ക് ഈ ഒരു ഡിബേറ്റ്, അനുപേക്ഷ അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള ഡിബേറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ആൻഡ് പിന്നെ ഡിബേറ്റിന്റെ ഒരു അവസാനത്തിലേക്ക് വരുമ്പോൾ രണ്ടുപേരും തങ്ങളുടെ പോയിന്റ്സ് ശക്തമായി അവതരിപ്പിച്ചു. പക്ഷെ ആ ഒരു ഡിബേറ്റിന്റെ ഒരു ടോപ്പിക്കിലേക്ക് വരുന്ന കാര്യത്തിൽ അനൂപ് ഐസക് സാറിന്റെ ഭാഗത്തു നിന്ന് ചെറിയ പോരായ്മകൾ വന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് നമ്മൾ ബയസ് കാരണം പറയുന്നതല്ല, നമ്മൾ ആശിഷ് ബ്രോയുടെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് കാര്യം അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ആയാലും ആ കൺക്ലൂഡിങ്ങിന്റെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹം ആ ഏതൊരു തരം സൊസൈറ്റിയാണ് ധാർമ്മികതയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആ ഒരു കൃത്യം അതിൽ നിൽക്കുന്നു. ആൻഡ് ഏതിയസ്റ്റിന് എഗൻസ്റ്റ് ഉള്ള ആർഗ്യുമെന്റ്സ് വയ്ക്കുന്നു, ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടിയുള്ള ആർഗ്യുമെന്റ്സ് വയ്ക്കുന്നു, ജനറൽ ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലേക്ക് വരുന്നു. പക്ഷെ നമ്മൾ അനൂപ് ഐസക് സാറിന്റെ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും അദ്ദേഹം കുറെ വേർസ് ഒക്കെ എടുത്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് കൂടുതൽ അദ്ദേഹത്തിന് ശ്രദ്ധ പോയത്. സോ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. ഈ ഒരു ഡിബേറ്റിന്റെ കേസിലാണെങ്കിൽ തന്നെയും ഫോർ ആൻ എക്സാമ്പിൾ നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ 100% ഒരു 60% ഒരു ലോജിക്കൽ ആൻസർ ആൻഡ് ഒരു 40% ഒരു ഇമോഷണൽ ആൻസർ ഒരാളെ കൺവിൻസ് ചെയ്യാൻ എടുക്കുന്നെന്ന് നമുക്ക് വയ്ക്കാം. അങ്ങനെയൊക്കെയുള്ള ഡിബേറ്റിന്റെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ ആശിഷ് ബ്രോ ഉള്ള കൺഫൈൻമെന്റ്സ്, വേറെ സമയത്തിന്റെ പരിമിതി ഉണ്ട്, കാര്യങ്ങളുണ്ട്. 60% ലോജിക്കൽ ഫ്രെയിം വർക്കിൽ നിന്ന് കൃത്യമായിട്ടുള്ള പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. കൺവിൻസിങ് ആവുന്നത് അതൊരു ഇമോഷണൽ സാധനം കൂടെ വേണം. പക്ഷെ അവിടെ സമയമില്ല. പരമാവധി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, ചില പോർഷൻസിനെല്ലാം ഇമോഷണലി അദ്ദേഹം അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം ഒന്നും കൂടെ ആ ജസ്റ്റിസ് അറ്റ് ദി എൻഡ് ഗോഡ് വിൽ ഡു ദി ജസ്റ്റ് ആ ഒരു കാര്യങ്ങളെല്ലാം പറയുമ്പോൾ, പക്ഷെ എങ്കിൽ തന്നെയും നമ്മൾ അനൂപ് ഐസക് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ, മാത്രമല്ല ഇത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിക്ക് വേണ്ടി ഇരിക്കേണ്ട ആവശ്യമില്ല. അനൂപ് ഐസക് അദ്ദേഹം പറയുന്ന ഓരോ വാക്യങ്ങളെടുത്ത് ജസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും ChatGPT എല്ലാം വളരെ ഉള്ളതാണ്.
ഇതിനെ കുറിച്ചുള്ള എക്സ്പെർട്സിന്റെ കൺസെൻസസ് എന്താണ്? ഈവൻ ഇഫ് ആ ഒരു ജെഫ്തന്റെ കേസാണെങ്കിൽ തന്നെയും, ഇനി അല്ല അദ്ദേഹം പറഞ്ഞ വാക്യങ്ങൾ, ഉന്നയിച്ച വാക്യങ്ങൾ ഏതാണെങ്കിൽ തന്നെയും അതിനെ കുറിച്ച് എക്സ്പേർട്സ് എന്ത് പറയുന്നു, ഇതിനെക്കുറിച്ച് പഠിച്ച ഓൾഡ് ടെസ്റ്റ്മെന്റ് ക്രിറ്റിക്സ് ആണെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് എക്സ്പേർട്സ്, ന്യൂ ടെസ്റ്റ്മെന്റ് എക്സ്പേർട്സ്, അവർ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ വളരെ ഒരു ന്യൂട്രൽ പോയിന്റിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ. സോ ഒരു ഡിബേറ്റ് എന്ന നിലയിൽ കൃത്യമായിട്ടുള്ള ഒരു രീതി അപ്രോച്ച് കൊണ്ടുവന്നത് ആശിഷ് ബ്രോ തന്നെയാണ്, അല്ലേ? ഒരു ബയസിൽ നിന്ന് സംസാരിക്കുന്നില്ല. പക്ഷെങ്കിൽ തന്നെയും ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സൈഡും പണ്ട് ഓപ്പോസിറ്റുള്ള ആർഗ്യുമെന്റ്സും വെച്ചിട്ടുണ്ട്. ഇവിടെ അനൂപൈസക്ക് അദ്ദേഹത്തിന്റെ സൈഡിന് വേണ്ടിയുള്ള ആർഗ്യുമെന്റ്സ് ഇവിടെ വെച്ചിട്ടില്ല എന്നുള്ളൊരു സംഭവം ഒന്നുകൂടെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാം. അതെ, നമ്മളത് കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ അതൊരു റെലവെന്റ് ആയിട്ടുള്ള കൺസേൺ, പ്രത്യേകിച്ച് ഒരു ഡിബേറ്റ് കണ്ടക്സ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇത്രയും നേരം നമ്മുടെ കൂടെ ബ്ലസ്റ്റിൻ കൂടി ഉണ്ടായിരുന്നു. ഇത്രയും നേരം ഉണ്ടായിരുന്നില്ല, പക്ഷെങ്കിൽ തന്നെ ബ്ലസ്റ്റിന്റെ എക്സാം ഡേയ്സിന്റെ ഇടയിൽ ബ്ലസ്റ്റിൻ ടൈമിന് വേണ്ടി വേർതിരിച്ച്. ആൻഡ് ഇതിൻ്റെ ഇടയിൽ ചെറിയ എനിക്കൊരു ഫിസിക്കൽ ബുദ്ധിമുട്ട്, എനിക്കും ഒരു കോൾഡ് കാര്യങ്ങളുണ്ട്. പക്ഷെങ്കിൽ തന്നെയും പരമാവധി ഇനിയും പോയിന്റ്സ് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ തന്നെയും അത് ഡിബേറ്റിന് വളരെ ലെങ്ത് ആയിരുന്നു. കാരണം അനൂപേശക്ക് അദ്ദേഹം ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് എല്ലാം ആശിഷ് ബ്രോ പറയുന്നത് ഇതെല്ലാം വളരെ ലോഡഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. കാരണം ഒരു വളരെ ചെറിയ ടേം ആണെങ്കിൽ തന്നെയും ആ ടേമിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഐഡിയോളജീസ് എല്ലാം വളരെ ബ്രോഡ് ആയിട്ടുള്ള സംഭവം. സോ അതെല്ലാം അഡ്രസ് ചെയ്യാൻ നമുക്കൊരു ചെറിയ വീഡിയോയിൽ പറ്റുന്ന കേസല്ല. സോ എങ്കിൽ തന്നെയും ഒരു ഡിബേറ്റ് അനാലിസിസ് നമ്മൾ ചെയ്തു, അല്ലേ? നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ എനിവേ, again I am Simon and I am Joshua. So Blastin bro, Blastin നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. സോ താങ്ക് യു എവ്രി വൺ. നമുക്ക് വീണ്ടും കാണാം. യെസ്.